പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായിരിക്കുന്ന ഈ പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಕೂಡ ದೇವರ ಪರಿಶುದ್ಧವಾದ ನಾಮ ಅದು ಮಹಿಮೆ ಹೊಂದಲಿ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ശുശ്രൂഷമാർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ಸೇರಿ ಬಂದಂಥ ಎಲ್ಲ ಸಭಿಕರಿಗೂ ಸಭಾ ಪಾಲಕರುಗಳಿಗೂ ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆ ಸಲ್ಲಿಸುವನಾಗಿದ್ದೇನೆ. ഈ പകൽക്കാലവും വെള്ളിയാഴ്ചയുടെ പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഇന്ന് പകൽ സ്വർഗം അനുഗ്രഹിപ്പാനിടയായിത്തീരും. ಈ ಶುಕ್ರವಾರದ ಈ ದಿವಸದಲ್ಲಿ ದೇವರನ್ನ ಆರಾಧನೆ ಮಾಡಲಿಕ್ಕಾಗಿ ಸೇರಿ ಬಂದಂಥ ನಮ್ಮೆಲ್ಲರೂ ಕೂಡ ಪರಲೋಕದ ದೇವರು ಆಶೀರ್ವದಿಸುವನಾಗಿದ್ದಾನೆ. കഴിഞ്ഞ 3 പകലിലും നമ്മുടെ നടുവിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഈ 4ാമത്തെ പകലിലും ഉണ്ട്. ಕಳೆದ 3 ದಿವಸಗಳಲ್ಲೂ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿಯಲ್ಪಟ್ಟಂತಹ ದೇವರ ಸಾನ್ನಿಧ್ಯ, ದೇವರ ಪ್ರಸನ್ನತೆ ಈ ಹಗಲಿನಲ್ಲಿ ಕೂಡ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಅದು ಬರುವಂತದ್ದಾಗಿದೆ. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ನಾವು ಅವ್ರ ಕೈಯಲ್ಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഇന്ന് ചില ബന്ധനങ്ങൾ ദൈവം അഴിക്കട്ടെ. ಈ ಹಗಲಿನಲ್ಲಿ ಕೂಡ ಕೆಲವರ ಬಂಧನಗಳು ದೇವರು ಬಿಚ್ಚಲಿ. ചില ശാപങ്ങളെ ദൈവം പൊട്ടിക്കട്ടെ. ಕೆಲವೊಂದು ಶಾಪಗಳನ್ನು ದೇವರು ಬಿಚ್ಚಲಿ. ചില രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കട്ടെ. ಕೆಲವೊಂದು ರೋಗಗಳನ್ನು ದೇವರು ಸೌಖ್ಯ ಮಾಡಲಿ. ചിലരുടെ വേദനകളെ ദൈവം ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റും. ಕೆಲವರ ನೋವುಗಳನ್ನು ದೇವರು ತೆಗೆದು ಹಾಕಲಿ. ചിലരുടെ മുറിവുകളെ ഇന്ന് പകൽ ദൈവം കെട്ടും. ಕೆಲವರ ಗಾಯಗಳನ್ನು ದೇವರು ಕಟ್ಟುತ್ತಾನೆ. ചിലരുടെ കുടുംബത്തിനകത്ത് കിടന്ന മരണവാശങ്ങൾ ഇന്ന് പകൽ അഴിയും. ಕೆಲವರ ಕುಟುಂಬದಲ್ಲಿರ್ತಕ್ಕಂತಹ ಮರಣದ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತವೆ. ഇന്ന് പകൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു പകലായി മാറാൻ ಈ പോവുകയാണ്. ಹಗಲು ಸ್ವಾತಂತ್ರ್ಯ ಅನುಭವಿಸುವ ಹಗಲಾಗಿ ಅದು ಮಾರ್ಪಡಲಿ. ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ദിവസമാകാൻ പോവുകയാണ്. ಇದು ಸ್ವಾತಂತ್ರ್ಯ ಅನುಭವಿಸುವಂತ ಒಂದು ಹಗಲಾಗಿ ಮಾರ್ಪಡಲಿ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ಆ ಮಗನು ನಿಮಗೆ ಸ್ವತಂತ್ರ ಕೊಡುವುದಾದರೆ ಯಥಾರ್ಥವಾಗಿ ಸ್ವತಂತ್ರವನ್ನು ಹೊಂದಿಕೊಳ್ಳುವಿರಿ. ആകയാൽ യേശു ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ. ಅದರಿಂದ ಸ್ವಾತಂತ್ರ್ಯ ಕೊಡುವುದಕ್ಕಾಗಿ ಯೇಸು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾನೆ. കരമുയർത്തി വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇന്ന് പകൽ ദൈവസന്നിധിയിലെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ನಾವು ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಕರ್ತನಾಗಿರುವಾಗ ಒಂದು ವಾಕ್ಯ ಭಾಗವನ್ನು ನಾವು ಓದಿಕೊಳ್ಳೋಣ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10ാമത്തെ അധ്യായം അതിന്റെ 30ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ಲೂಕನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ ಅದರ 30ನೇ ವಾಕ್ಯಕ್ಕೆ ನಮ್ಮ ಗಮನವನ್ನು ಹರಿಸೋಣ. അവിടെ ഇപ്രകാരം കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. ನಾವು 30ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೀಗೆ ಓದ್ತೇವೆ. ಒಬ್ಬನೊಬ್ಬ ಮನುಷ್ಯನು ಯೆರೂಸಲೇಮಿನಿಂದ ಗಟ್ಟಾ ಇಳಿದು ಎರಿಕೋವಿಗೆ ಹೋಗುತ್ತಿರುವಾಗ ಕಳ್ಳರ ಕೈಗೆ ಸಿಕ್ಕಿದನು. ಅವರು ಅವನನ್ನು ಸುಲಿಗೆ ಮಾಡಿಕೊಂಡು ಗಾಯವಾಗುವಷ್ಟು ಹೊಡೆದು ಅವನನ್ನು ಅರೆಜೀವ ಮಾಡಿ ಬಿಟ್ಟು ಹೋದರು. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ಕೈಗಳಿಂದ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ನಮಗೆ ಈ ವಾಕ್ಯ ಭಾಗ ನಮಗೆ ಬಹಳ ಸುಲಭವಾಗಿ ಸುಲಲಿತವಾಗಿ ಗೊತ್ತಿರುವಂತದ್ದಾಗಿದೆ. കുഞ്ഞുനാൾ മുതൽ ചിലപ്പോൾ പഠിച്ചൊരു ഭാഗമായിരിക്കാം. ನಾವು ಚಿಕ್ಕಂದಿಂದಲೇ ಕಲಿತಂತ ತಿಳಿದಿರ್ತಕ್ಕಂಥ ವಾಕ್ಯ ಭಾಗವಾಗಿರಬಹುದು. പക്ഷേ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില പുതിയ ചിന്തകൾ നിങ്ങൾക്ക് കൈമാറാൻ പോവുക. ಆದರೆ ಪವಿತ್ರ ಆತ್ಮನು ಕೆಲವೊಂದು ನೂತನವಾದಂತಹ ಆಲೋಚನೆಗಳನ್ನು ನಿಮಗೆ ಕೊಡುವವನಾಗಿದ್ದಾನೆ. നിങ്ങൾക്കുള്ള ദൂതത്തിനകത്തുണ്ട്, നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ನಿಮಗಿರುವಂತಹ ಸಂದೇಶ ಇದರೊಳಗಿದೆ, ನೀವು ಅದನ್ನು ಅಂಗೀಕರಿಸುವುದಕ್ಕೆ ಸ್ವೀಕರಿಸುವುದಕ್ಕೆ ತಯಾರಾಗಬೇಕು. ആമേൻ. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. എന്താണ് നമ്മളിവിടെ 1ാമത്തെ ആ ഭാഗം വായിക്കുന്നത്? ഇങ്ങനെയാണ്. ಮೊದಲನೇದಾಗಿ ವಾಕ್ಯ ಭಾಗದಲ್ಲಿ ಹೀಗೆ ಓದ್ತೇವೆ. ഒരു മനുഷ്യൻ ಒಬ್ಬ ಮನುಷ್ಯನು യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് കടന്നു പോവുകയാണ്. ಆ ಯೆರೂಸಲೇಮಿನಿಂದ ಎರಿಕೋವಿಗೆ ತಾನು ಪ್ರಯಾಣ ಹೊರಟಿದ್ದಾನೆ. വഴിമധ്യേ കള്ളന്മാരാൽ അവൻ പിടിക്കപ്പെട്ടു. ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಕಳ್ಳರಿಂದ ತಾನು ಹಿಡಿಯಲ್ಪಟ್ಟನು. അവർ ഇങ്ങനെ പറയുന്നു, അവർ അവന്റെ വസ്ത്രം അഴിച്ച് അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ಅಲ್ಲಿ ಹೀಗೆ ಓದ್ತೇವೆ, ಅವನನ್ನ ಗಾಯವಾಗುವಷ್ಟು ಹೊಡೆದು, ಅವನ ಬಟ್ಟೆಯನ್ನು ಬಿಚ್ಚಿ ಗಾಯವಾಗುವಷ್ಟು ಹೊಡೆದು ಅವನನ್ನ ಅರೆ ಜೀವ ಮಾಡಿ ಬಿಟ್ಟು ಹೋದರು. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ. ಕೈಯಲ್ಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഫസ്റ്റ് പാർട്ട് ഞാനൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ಮೊದಲನೇದಾಗಿ ಹೇಳಲಿಕ್ಕಾಗಿ ಬಯಸ್ತೇನೆ. ഒന്നാമത് പറഞ്ഞത്, ഈ മനുഷ്യന്റെ യാത്ര യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കാണ്. ಅವನ ಪ್ರಯಾಣ ಮೊದಲನೇದಾಗಿ ಯೆರೂಸಲೇಮಿನಿಂದ ಎರಿಕೋವೆನ್ನುವಂತ ಪಟ್ಟಣಕ್ಕೆ ಆಗಿದೆ. 2 സ്ഥലങ്ങളെ ബൈബിൾ ആ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. ಆ 2 ಸ್ಥಳದಲ್ಲಿ ಸತ್ಯವೇದ ಆ ಭಾಗದ ಕುರಿತಾಗಿ ಹೇಳ್ತದೆ. ഒന്ന് യെരുശലേം, 2 ജെരിഹോ. ಅಲ್ಲಿ ಮೊದಲನೇದಾಗಿ ಯೆರೂಸಲೇಮ್ ಎನ್ನುವಂತ ಪಟ್ಟಣ, ಎರಡನೇದು ಎರಿಕೋ ಪಟ್ಟಣ. 2 പട്ടണങ്ങൾക്കും 2 അർത്ഥങ്ങളുണ്ട്. ಈ 2 ಪಟ್ಟಣಗಳಿಗೆ 2 ಅರ್ಥ ಉಂಟು.
രണ്ട് പട്ടണങ്ങളുടെ അർത്ഥം ഞാനെന്ന് പറയാൻ പോവുക. ಈ ಎರಡು ಪಟ್ಟಣಗಳ ಅರ್ಥವನ್ನು ನಾನು ಹೇಳ್ತೇನೆ. ജെറുസലേം എന്ന പട്ടണത്തിന്റെ പ്രത്യേകത സമാധാനത്തിന്റെ നഗരമെന്നാണ്. ಆ ಯೆರೂಸಲೇಮ್ ಎಂಬ ಪಟ್ಟಣದ ಅರ್ಥ ಅದು ಸಮಾಧಾನದ ಪಟ್ಟಣ ಎಂಬುದಾಗಿ. ജെറിക്കോ എന്ന പട്ടണത്തിന്റെ അർത്ഥം ചന്ദ്രനഗരമെന്നാണ്. ಆ ಎರಿಕೋ ಎನ್ನುವ ಪಟ್ಟಣದ ಅರ್ಥ ಚಂದ್ರನಗರ ಎಂಬುದಾಗಿ. രണ്ട് പട്ടണങ്ങളുടെയും അകത്തളത്ത് ഉള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം നമുക്ക്. ಈ ಎರಡು ಪಟ್ಟಣಗಳಲ್ಲಿ ಅಡಕವಾಗಿರುವಂತಹ ಸಂಗತಿಗಳನ್ನು ಗಮನಿಸುವಾಗ അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാക്കിയ സഹോദരൻ പറഞ്ഞേ ആമേൻ. ചില സെക്കൻഡുകൾ കൊണ്ട് ചില മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞു തീർക്കാൻ താല്പര്യപ്പെടുകയാണ്. ಆ ಕೆಲವೊಂದು ನಿಮಿಷಗಳಲ್ಲಿ ಅದು ಹೇಳಿ ಮುಗಿಸೋದಕ್ಕಾಗಿ ಬಯಸ್ತೇನೆ. യെരൂശലേം എന്നത് ദൈവത്തിന്റെ ആലയം അകത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ಅಂದ್ರೆ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ದೇವರ ಆಲಯ ನಿರ್ಮಿಸಿರತಕ್ಕಂಥದ್ದು ಪಟ್ಟಣವಾಗಿದೆ. യെരൂശലേമിൽ ദൈവത്തിന്റെ പർവ്വതമുള്ള നഗരമാണ്. ಆ ಯೆರೂಸಲೇಮಿನಲ್ಲಿ ದೇವರ ಪರ್ವತ ಇರುವಂತದ್ದಾಗಿದೆ. ദൈവത്തിന്റെ നഗരമായ സിയോൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് യെരൂശലേമിലാണ്. ಅಲ್ಲಿ ಯೆರೂಸಲೇಮ್ ದೇವರ ಪಟ್ಟಣವಾಗಿರತಕ್ಕಂತ ಸಿಯೋನ್ ಬೆಟ್ಟವು ಕೂಡ ಅಲ್ಲೇ ಇರುವಂತದ್ದಾಗಿದೆ. സങ്കീർത്തനം 48 പറയുന്നത് മഹാരാജാവിന്റെ നഗരം യെരൂശലേമിലാണ്. ಆ ಕೀರ್ತನೆಗಳು 48 ನೋಡುವಾಗ ರಾಜಾದಿ ರಾಜನ ಪಟ್ಟಣವು ಅದು ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. ആമേൻ. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ಕೈಗಳಿಂದ ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ചാൽ ദാനിയേലും പറയുന്നത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ಅಲ್ಲಿ ದಾನಿಯೇಲನ ಕುರಿತಾಗಿ ನೋಡುವಾಗ ದಾನಿಯೇಲನು ಪ್ರತಿದಿನವೂ ಯೆರೂಸಲೇಮಿನ ಕಡೆಗೆ ತಾನು ಕಿಟಕಿಯ ಬಾಗಿಲನ್ನು ತೆಗೆದು ತಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ ಇದ್ದನು. എന്താണ് അതിന്റെ അർത്ഥം? ಏನದರ ಅರ್ಥ? യെരൂശലേമിനകത്തൊരു സമാധാനമുണ്ട്. ಆ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣದಲ್ಲಿ ಒಂದು ಸಮಾಧಾನ ಉಂಟು. യെരൂശലേമിനകത്ത് ദൈവം ഇറങ്ങുന്ന സ്ഥലമാണ്. ಆ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣದಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಂತ ಸ್ಥಳ. യെരൂശലേമിനകത്ത് ദൈവാലയം ഇരിക്കുന്നുണ്ട്. ಆ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣದಲ್ಲಿ ದೇವರ ಆಲಯ ಉಂಟು. പുരോഹിതന്മാർ കണ്ടത് ആ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്നത് അതിനകത്തായിരുന്നു. ಅಲ್ಲಿ ಪುರೋಹಿತರು, ಯಾಜಕರುಗಳು, ಲೇವಿಯರುಗಳು ಅಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿದು ಬರುವುದನ್ನು ಅವರು ಕಾಣುತ್ತಾ ಇದ್ದರು. സാക്ഷ്യപെട്ടകത്തെ സൂക്ഷിക്കുന്നത് അവിടെയായിരുന്നു. ಅಲ್ಲಿ നിയമപെട്ടകം ಅಲ್ಲಿ ಮಂಜೂಷವನ್ನು ಅವರಲ್ಲಿ ಕಾಯ್ತಾ ಇದ್ರು, ಅಲ್ಲಿ ಇಡಲ್ಪಟ್ಟಿತ್ತು. എത്ര പേർക്ക് മനസ്സിലാകുന്നത്? ಆ ಮಂಜೂಷ ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ആമേൻ. യെരൂശലേം എന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമാണ്. ಅವಾಗ ಯೆರೂಸಲೇಮ್ ಎನ್ನುವಂತದ್ದು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಪಟ್ಟಣ. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ഒരു പട്ടണം യെരൂശലേം. ಅದು ದೇವರ ಆಶೀರ್ವಾದ ಇರುವಂತ ಪಟ್ಟಣ. ആ പട്ടണത്തിനകത്തുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവർ. ಆ ಪಟ್ಟಣದಲ್ಲಿ ಇರುವಂತವರು ಕೂಡ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟವರು. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവർ ആ പട്ടണത്തിനകത്തുണ്ട്. ಅಲ್ಲಿ ದೇವರ ಆಶೀರ್ವಾದ ಹೊಂದಿಕೊಂಡವರೊಳಗಿದ್ದಾರೆ. ചുരുക്കമായി ഞാനിങ്ങനെ പറയുന്നു, ഈ മനുഷ്യന്റെ യാത്ര അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിൽ നിന്ന് പുറത്തേക്കായിരുന്നു. ಅಲ್ಲಿ ಸಂಕ್ಷಿಪ್ತವಾಗಿ ಹೇಳುವುದಾದರೆ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಪಟ್ಟಣದಿಂದ ಈ ಮನುಷ್ಯನ ಪ್ರಯಾಣ ಅವನು ಹೊರಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ. ആമേൻ. സന്തോഷമുള്ള ജനകരമയർത്തി ഹല്ലേലൂയ. ಸ್ತೋತ್ರಗಳನ್ನ. യെരൂശലേമിനെ കുറിച്ച് മനസ്സിലായല്ലോ, അത് ദൈവത്തിന്റെ നഗരമാണ്. ಅವಾಗ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣದ ಕುರಿತಾಗಿ ಅರ್ಥವಾಯ್ತಲ್ಲ, ಅದು ದೇವನಗರ. ಎರಡನೇದಾಗಿ യെരിഹോവിനെ കുറിച്ച് ചിന്തിക്കാം. ಆ ಎರಿಕೋವಿನ ಕುರಿತಾಗಿ ನೋಡುವಾಗ എന്താണ് യെരിഹോ പട്ടണം? ಆ ಎರಿಕೋ ಅಂದ್ರೆ ಏನು? പഴയ നിയമത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്നാൽ ನಾವು ಹಳೆ ಒಡಂಬಡಿಕೆಯಿಂದ ನಾವು ಇತ್ತೀಚೆಗೆ ನೋಡುವಾಗ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നു. ಒಂದೆರಡು ಸಂಗತಿಗಳು ಹೀಗೆ ಹೇಳ್ತದೆ. അത് ശാപം ഏറ്റുവാങ്ങിയ ഒരു പട്ടണമായിരുന്നു. ಆ ಎರಿಕೋ ಪಟ್ಟಣ ಶಾಪವನ್ನು ಹೊಂದಿದಂತ ಒಂದು ಪಟ್ಟಣ. വാഗ്ദത്ത ദേശമായ കാനാൻ ദേശം പിടിച്ചടക്കുവാൻ, ಆ ವಾಗ್ದತ್ತ ದೇಶವಾದಂತ ಕಾನಾನ್ ದೇಶವನ್ನು ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ദൈവജനമെന്ന ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ, ದೇವಜನರಾದ ಇಸ್ರಾಯೇಲ್ ಜನರು ಬರುವಾಗ, ആമേൻ, ഇവരുടെ വഴിയുടെ നടുവില യെരിഹോവിന്റെ പട്ടണം കിടക്കുന്നേ. ಇವರ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಎರಿಕೋ ಪಟ್ಟಣ ಇತ್ತು. വഴി മാറി കടന്നു പോകേണ്ട സാഹചര്യത്തിൽ സ്വർഗം ഇവരോട് പറഞ്ഞു, നിങ്ങൾ വഴി മാറിയല്ല കടന്നു പോകേണ്ടതാ. ಅವರು ಆ ಮಾರ್ಗವನ್ನ ಬಿಟ್ಟು ಬೇರೊಂದು ಮಾರ್ಗದಲ್ಲಿ ಹೋಗುವುದಕ್ಕಾಗಿ ಪ್ರಯತ್ನಿಸುವಾಗ ದೇವರವರಿಗೆ ಹೇಳಿದ್ದು, ನೀವು ಇದೇ ಮಾರ್ಗದಲ್ಲೇ ಮುಂದಕ್ಕೆ ಹೋಗಬೇಕೆಂಬುದಾಗಿ. ഈ യെരിഹോ പട്ടണത്തിന്റെ അപ്പുറം ഇവരുടെ അവകാശങ്ങളാണ്. ಈ ಎರಿಕೋ ಪಟ್ಟಣದ ಆಚೆ ಭಾಗದಲ್ಲಿ ಇವರಿಗಾಗಿರ್ತಕ್ಕಂತ ಸ್ವಾಧೀನ ಮಾಡಿಕೊಳ್ಳಬೇಕಾದ ಸ್ಥಳವಿತ್ತು. 40 കൊല്ലം മുമ്പ് കേട്ട വാഗ്ദത്തങ്ങളിലേക്ക് ഇവർ നടന്നെത്തുന്നത്. ಈ 40 ವರ್ಷಗಳಿಗಿಂತ ಮುಂಚೆ ಅವರು ಕೇಳಿದಂತ ಆ ವಾಗ್ದಾನಗಳನ್ನ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅವರು ಹೋಗ್ತಾ ಇದ್ದಾರೆ. പക്ഷേ വഴിമധ്യേ ഒരു യെരിഹോ, ಆದರೆ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಒಂದು ಎರಿಕೋ ಪಟ್ಟಣ ಉಂಟು. വഴിമധ്യേ ഒരു തടസ്സം, ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಒಂದು ತಡೆ ಇದೆ. കോട്ട കെട്ടി അടച്ചു വച്ചിരിക്കുന്നു, നിങ്ങളെ വിടുകയില്ലെന്ന്. ಅಲ್ಲಿ ಕೋಟೆಗಳನ್ನ ಕಟ್ಟಿ ಅದು ಮುಂದಕ್ಕೆ ಬಿಡುವುದಿല്ലെಂಬುದಾಗಿ ವಾದಿಸುವಂತದ್ದು. 40 കൊല്ലം ചുറ്റിത്തിരിഞ്ഞ ജനത്തിന് ഈ യെരിഹോ പട്ടണത്തെ അവൻ ചുറ്റിത്തിരിഞ്ഞങ്ങ് പോയ പോരെ.
40 ವರ್ಷಗಳು ಅವರ ಸುತ್ತು ನಡೆದಂತ ಈ ಜನರು ಈ ಎರಿಕೋ ಪಟ್ಟಣ ಸುತ್ತುವರಿದು ಹೋದ್ರೆ ಸಾಕಲ್ವಾ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ഹകലെ പവിത്ര ആത്മൻ ಹೇಳುವಂತದ್ದು, നിന്റെ റൂട്ട് മാപ്പ് ദൈവം 40 കൊല്ലം മുമ്പ് വരച്ചു വെച്ചേക്കുക. ಅಲ್ಲಿ ನೀನು ಯಾವ ಮಾರ್ಗದಲ್ಲಿ ಹೋಗಬೇಕೆಂಬುದಾಗಿ ದೇವರು 40 ವರ್ಷಗಳಿಗಿಂತ ಮೊದಲೇ ಅದನ್ನು ಬರೆದಿಟ್ಟಿದ್ದಾನೆ. നിനക്കൊരു വഴി വരച്ചു വെച്ചിട്ടുണ്ട്. ನಿನಗೊಂದು ಮಾರ್ಗವನ್ನ ದೇವರು ತಾನು ನಿಶ್ಚಯವಾಗಿ ಬರೆದಿಟ್ಟಿದ್ದಾನೆ. വാഗ്ദത്തമുള്ള തലമുറ ഈ വഴിയിൽ നിന്ന് മാറത്തില്ല. ಈ ವಾಗ್ದಾನ ಇರುವಂತಹ ಸಂತತಿ ಈ ಮಾರ್ಗವನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. നിന്റെ വഴിയിൽ എത്ര വലിയ കോട്ടയുണ്ടെങ്കിലും, ನಿನ್ನ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಎಷ್ಟೇ ದೊಡ್ಡ ಕೋಟೆಗಳಿದ್ದರೂ ഓ ಕೂಡ നീയല്ല മാറാനുള്ളത്. ಅದು ನೀನೆಲ್ಲ ಬಿಟ್ಟು ಹೋಗುವಂತ നിന്റെ മുമ്പിൽ കിടക്കുന്ന കോട്ട മാറാൻ പോവുകയാ. ನಿನ್ನ ಮುಂದೆ ಇರತಕ್ಕಂತ ಎರಿಕೋ ಕೋಟೆ ಅದು ನೀಗಿ ಹೋಗುತ್ತದೆ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ಅದೆಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತದೆ? വാഗ്ദത്തം എടുക്കുന്ന ദൈവജനമേ, നിന്റെ വഴി മാറ്റമില്ലാത്തത് നിന്റെ മുമ്പിൽ കിടക്കുന്നവൻ മാറും. ಅದರಿಂದ ವಾಗ್ದಾನ ಹೊಂದಿದಂತ ದೇವ ಜನವೇ, ನೀವು ಆ ಎರಿಕೋ ಪಟ್ಟಣ ಆ ಎರಿಕೋ ಕೋಟೆಯನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ, ಬದಲಿಗೆ ಎರಿಕೋ ಕೋಟೆಯು ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ഓ ಹೋಗುವಂತದ್ದಾಗಿದೆ. നിന്റെ വീട് മാറേണ്ട കാര്യമില്ല. ನಿನ್ನ ಮನೆ ಬದಲಾಯಿಸುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നീ വഴി മാറേണ്ട കാര്യമില്ല. ನೀನು ದಾರಿ ಬಿಟ್ಟು ಹೋಗುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നിന്റെ ഊര് വിടേണ്ട കാര്യമില്ല. ಊರು ಬಿಟ್ಟು ಹೋಗುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ഓ ഇന്ന് പകം നിനക്ക് വിരോധമായി നിൽക്കുന്നവൻ വഴി മാറാൻ പോവുകയാ. ಆದರೆ ನಿನಗೆ ವಿರೋಧವಾಗಿ ನಿಂತಿರುವವನು ನಿನಗೆ ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗುತ್ತಾನೆ. ഓ വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊട്. ಆ ನಂಬುವವರು ಕೈಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ഈ ಸಲ್ಲಿಸಲಿ. പകലത് സംഭവിക്കട്ടെ. ಇದು ಹೇಳಿ ಸಂಭವಿಸಲಿ. ഈ പകലത് സംഭവിക്കട്ടെ. ಹಗಲಲ್ಲಿ ಸಂಭವಿಸಲಿ. ഈ വാഗ്ദത്തമുള്ള തലമുറ, ಈ ವಾಗ್ದಾನ ಇರುವ ಸಂತತಿ, ഈ വാഗ്ദത്തമുള്ള കുടുംബം, ಈ ವಾಗ್ದಾನ ಇರುವಂತ ಕುಟುಂಬ, ഈ വാഗ്ദത്തമുള്ള വ്യക്തി, ಈ ವಾಗ್ದಾನ ಇರುವ ವ್ಯಕ್ತಿಗಳು, നിനക്ക് വാഗ്ദത്തമുണ്ട്. ನಿನಗೆ ವಾಗ್ದಾನವಿದೆ. നിന്റെ വഴിയെ തടയാൻ ನಿನ್ನ ಮಾರ್ಗವನ್ನು ഒരു ತಡೆಯುವುದಕ್ಕಾಗಿ പാരമ്പര്യത്തിനും കഴിയത്തില്ല. ಯಾವ ಪಾರಂಪರ್ಯಕ್ಕೂ ഒരു ಸಾಧ್ಯವಿಲ್ಲ. പാരമ്പര്യ ശക്തികൾക്കും കഴിയത്തില്ല. ಯಾವ ಪಾರಂಪರ್ಯ ಶಕ್ತಿಗೂ ഒരു ಸಾಧ್ಯವಿಲ್ಲ. അധികാരങ്ങൾക്ക് കഴിയത്തില്ല. ಯಾವ ಅಧಿಕಾರಿಗಳಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. ഒരു ഭരണത്തിന് കഴിയത്തില്ല. ಯಾವ ಆಡಳಿತಕ್ಕೂ ಸಾಧ್ಯವಿಲ್ಲ. നിന്റെ വഴിയെ സ്വർഗം തുറക്കാൻ പോവുകയാ. ನಿನ್ನ ಮಾರ್ಗವನ್ನು ಪರಲೋಕವು ತೆರೆಯುತ್ತದೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്തും നിനക്ക് വേണ്ടി ചില പാതകള് ഇന്ന് പകൽ ദുർഘടങ്ങള് അവൻ നിരപ്പാക്കുകയാണ്. ಆ ಪವಿತ್ರ ಆತ್ಮನು ಈ ಹಗಲು ಇದರೊಳಗೆ ಕೆಲವೊಂದು ಮಾರ್ಗಗಳನ್ನು ತೆರೆದು ಕೆಲವೊಂದು ಅಂಕುಡೊಂಕಾದ ಮಾರ್ಗಗಳನ್ನ ತಾನು ನೇರ ಮಾಡುವವನಾಗಿದ್ದಾನೆ. ವೈಶ್ರಮನಗಡಗರಗ ದುರಮನಗಡಗ ಶಧರೆ ಔರಮನ ಶಾಂತರಮನ ವೈಶ್ರಮನಗಡಗರಗಲ್ ಕದನ ಜಲಗಡಗಸಿಯ. നീയല്ല വഴി മാറേണ്ടത്. നിന്റെ തടസ്സം നിന്നെ വിട്ട് മാറാൻ പോവുകയാ. ನೀನೆಲ್ಲ ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗಬೇಕಾದ ಬದಲಿಗೆ ನಿನಗೆ ತಡೆಯಾಗಿ ನಿಂತಿರುವಂತದ್ದು ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗಬೇಕು. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತದೆ? തടസ്സമായി നിന്ന ഒരു ജെരിഹോ, ಆ ತಡೆಯಾಗಿ ನಿಂತಂತ ಎರಿಕೋ ಪಟ್ಟಣ 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ಆ 7 ದಿವಸದ ಪ್ರಾರ್ಥನೆ ನಂತರ പുരോഹിതന്മാർ കാഹളമൂതി ജനമാർപ്പിട്ടപ്പോൾ, ಆ ಯಾಜಕರುಗಳು ತುತ್ತೂರಿ ಊದಿ ಆರ್ಭಟಿಸಿದಾಗ എരിഹോവിന്റെ വൻമതിൽ ഇടിഞ്ഞ് കാൽച്ചുവട്ടിലേക്ക് താണുപോയി. ಆ ಎರಿಕೋ ಪಟ್ಟಣದ ಮಹಾಗೋಡೆ ಅದು ಕಾಲು ಕೆಳಗೆ ಬಿದ್ದಿತು. പ്രാർത്ഥന കൊണ്ട് ഉടയാത്ത മണ്ഡലങ്ങളില്ല. ಆದ್ದರಿಂದ ಆ ಪ್ರಾರ್ಥನೆ ಮೂಲಕವಾಗಿ ಒಡೆಯಲಿಕ್ಕೆ ಆಗದೆ ಇರತಕ್ಕಂತ ಸಂಗತಿಗಳು ಇಲ್ಲ. നിന്റെ ആർപ്പിനാൽ വീഴാത്ത മതിൽക്കെട്ടുകളില്ല. ನಿನ್ನ ಆರ್ಭಟದಿಂದ ಬೀಳದೆ ಇರತಕ್ಕಂತ ಗೋಡೆಗಳು ಇಲ್ಲ. ഇത് തന്നെയാ ദാവീദും പറഞ്ഞത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ಇದನ್ನೇ ದಾವೀದನು ಕೂಡ ಹೇಳಿದನು, ನಾನು ದೇವರ ಸಹಾಯದಿಂದ ಪ್ರಾಕಾರಗಳನ್ನು ದಾಟುವೆನು. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಆ ನಮ್ಮೂರು ಕೈಯಲ್ಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കോട്ട ഇടിഞ്ഞു. ಅಲ್ಲಿ ನಾನು ಹೇಳ್ತೇನೆ, ಆ ಕೋಟೆಯು ಬಿದ್ದು ಹೋಯಿತು. ദൈവജനം റൂട്ട് മാപ്പ് മാറ്റിയില്ല, അവർ അതേ മേപ്പിലൂടെ സഞ്ചരിക്കുക. ಆ ಜನರು ಆ ಮಾರ್ಗವನ್ನು ಬದಲಾಯಿಸಲು ಬದಲಿಗೆ ದೇವರು ಬರಕೊಟ್ಟ ಮಾರ್ಗದಲ್ಲೇ ನಡೆಯುತ್ತಾ ಇದ್ದಾರೆ. സഹോദര സഹോദരി, നിങ്ങൾ വഴി മാറേണ്ടവരല്ല. ಆದ್ರಿಂದ ಸಹೋದರ ಸಹೋದರಿ, ನೀವು ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നിന്റെ വഴി നേരത്തെ വരച്ചിരിക്കുക. ನಿನ್ನ ಮಾರ್ಗವನ್ನು ಮೊದಲೇ ಬರೆಯಲಾಗಿದೆ. അതിന്റെ മുമ്പിൽ ഏത് തടസ്സമുണ്ടോ അത് നീ പ്രാർത്ഥിച്ചാൽ മാറാൻ പോവുക. ನಿನ್ನ ಮುಂದೆ ಯಾವ ತಡೆಗಳಿದ್ದರೂ ಕೂಡ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಾದ್ರೆ ತಡೆಗಳು ನೀಗಲ್ಪಡುತ್ತದೆ. ഇടിയപ്പെട്ട് കിടക്കുന്ന യെരിഹോവിന്റെ മതിലിന്റെ പുറത്തു കയറി നിന്ന
ಆ ಬಿದ್ದು ಹೋದಂತ ಎರಿಕೋ ಕೋಟೆಯ ಮೇಲೆ ನಿಂತುಕೊಂಡು യോശുവ എന്ന പുരോഹിതൻ കരമുയർത്തി ശപിച്ചു, ഇനി ആരെങ്കിലും ഈ പട്ടണം പണിത അവൻ ശപിക്കപ്പെട്ടവനായി മാറും. ಆ ಪುರೋಹಿತನಾದಂತ ಯಾಜಕನಾದ ಯೆಹೋಶುವನು ತಾನು ಅಲ್ಲಿ ಆ ಎರಿಕೋ ಕೋಟೆಯ ಮೇಲೆ ನಿಂತುಕೊಂಡವನಾಗಿ ತಾನು ಹೀಗೆ ಶಾಪ ಕೊಟ್ಟನು, ಇನ್ನು ಯಾವನಾದರೂ ಎರಿಕೋ ಕೋಟೆಯನ್ನು ಕಟ್ಟಿದರೆ ಅವನು ಶಪಿಸಲ್ಪಡುತ್ತಾನೆಂಬುದಾಗಿ. ഈ വചനത്തെ മറുതലിച്ച് ആരെങ്കിലും അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ ചത്തുപോകും. ಯಾವನಾದರೂ ಅದಕ್ಕೆ ಅಸ್ತಿವಾರ ಹಾಕುವುದಾದರೆ ಅವನ ಹಿರಿಯ ಮಗನು ಸಾಯುತ್ತಾನೆ. പിന്നെയും അവൻ കട്ടിളപ്പടി വെച്ചാൽ അവന്റെ ഇളയ മകൻ ചത്തുപോകും. ಅದಕ್ಕೆ ಚೌಕಟ್ಟುಗಳನ್ನು ಇಡುವುದಾಗಿದ್ದರೆ ಅವನ ಕಿರಿಯ ಮಗನು ಸಾಯುತ್ತಾನೆ. യോശുവ മരിച്ചാലും വചനം മരിക്കത്തില്ല. ಆ ಯೆಹೋಶುವನು ಸತ್ತರೂ ಕೂಡ ವಾಕ್ಯಗಳು ಸಾಯುವುದಿಲ್ಲ. ഓ, യോശുവ മരിച്ചാലും താൻ പറഞ്ഞ ദൈവവചനത്തിന് മാറ്റമില്ല. ಅಲ್ಲಿ ಯೆಹೋಶುವನು ಸತ್ತರೂ ಕೂಡ ಅವನು ಹೇಳಿದ ವಾಕ್ಯಗಳಿಗೆ ಯಾವ ಬದಲಾವಣೆ ಇಲ್ಲ. കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞു. ಆ ಕಾಲಗಳು ಬಹಳಷ್ಟು ಕಳೆಯಿತು. എലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആമേൻ ഹീയേൽ യെരിഹോം പണിതു തന്റെ തലമുറകൾ മരിച്ചു പോകാനിടയായി തീർന്നു. ಆ ಎಲಿಯ ಪ್ರವಾದಿಯ ಕಾಲದಲ್ಲಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ತಾನು ಆ ಪಟ್ಟಣವನ್ನು ಕಟ್ಟಿದನು, ಅವನ ಹಿರಿಯ ಮಗನು ಸತ್ತನು. അതിന്റെ അർത്ഥം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശാപം പട്ടണത്തിൽ കിടക്കുകയാ. ಅದರ ಅರ್ಥ ಅನೇಕ ನೂರಾರು ವರ್ಷಗಳು ಆಗಿದ್ದರೂ ಕೂಡ ಆ ಶಾಪು ಆ ಪಟ್ಟಣದ ಮೇಲೆ ಇದೆ. 1 രാജാക്കന്മാർ 11 ആ വാക്യങ്ങളുണ്ട്. പിന്നത്തേതിൽ നിങ്ങൾ വായിക്കുക. ಆ 1 ಅರಸುಗಳ ಪುಸ್ತಕ 16ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಆ ವಾಕ್ಯಗಳನ್ನು ನಾವು ಕಾಣ್ತೇವೆ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. യെരിഹോ പട്ടണം ശാപം പിടിച്ച പട്ടണം. ಆ ಎರಿಕೋ ಪಟ್ಟಣ ಶಪಿಸಲ್ಪಟ್ಟ ಪಟ್ಟಣ. 2 രാജാക്കന്മാരിൽ വന്നാൽ എലീഷ പ്രവാചകന്റെ കാലഘട്ടത്ത് ಆ ಪ್ರವಾದಿಯಾದ ಎಲೀಷನ ಕಾಲದಲ್ಲಿ ഇരട്ടി പെൺകുള്ള അഭിഷേകമായി നിൽക്കുമ്പോൾ ಅಲ್ಲಿ 2 ಮಕ್ಕಳು ಅಭಿಷೇಕ ನಿಂತಿರುವಾಗ യെരിഹോ പട്ടണത്തിന്റെ പ്രവാചക ശിഷ്യന്മാർ കടന്നു വന്ന പ്രവാചകനോട് പറഞ്ഞു, യജമാനനെ പട്ടണം മനോഹരം, പക്ഷേ അകത്തൊരു ഉറവുണ്ട്, അത് നാശമാണ്. ಅಲ್ಲಿ ಆ ವ್ಯಕ್ತಿಗಳು ಪ್ರವಾದಿಯಾದ ಎಲೀಷನ ಬಳಿಗೆ ಬಂದು ಹೇಳಿದರು, ಈ ಎರಿಕೋ ಪಟ್ಟಣವು ಬಹಳ ಸುಂದರವಾಗಿದೆ, ಆದರೆ ಆ ಪಟ್ಟಣದಲ್ಲಿರತಕ್ಕಂತ ಆ ಕೆರೆಯು ಅದು ಬಹಳ ಮೋಸಕರವಾದದ್ದು. പട്ടണം പിന്നെയും പണിതു. ಆ ಪಟ್ಟಣವನ್ನು ಪುನಃ ಅವರು ಕಟ್ಟಿದರು. മനോഹരമായ ബിൽഡിങ്ങുകൾ വെച്ചു, ಮನೋಹರವಾದ ಸುಂದರವಾದ ಕಟ್ಟಡಗಳನ್ನು ಕಟ್ಟಿದರು. മനോഹരമായ വീടുകൾ വെച്ചു, ಸುಂದರವಾದ ಮನೆಗಳನ್ನು ಕಟ್ಟಿದರು. മനോഹരമായ പെയിന്റ് അടിച്ചു, ಸುಂದರವಾಗಿ ಬಣ್ಣ ಹಚ್ಚಿದರು. കാണാൻ വളരെ മനോഹരം. ನೋಡ್ಲಿಕ್ಕೆ ಬಹಳ ಸುಂದರ. ഞാൻ നിങ്ങളോട് പറയാം, ನಾನು ನಿಮಗೆ ಹೇಳ್ತೇನೆ, പുറത്തെത്ര മനോഹരമാക്കിയാലും ಅದು ಹೊರಗೆ ಎಷ್ಟು ಸುಂದರವಾಗಿದ್ದರು അകത്തെ ശാപം മാറില്ല. ಒಳಗಿನ ಶಾಪ ನೀಗುವುದಿಲ್ಲ. പുറത്തെത്ര പെയിന്റ് അടിച്ചാലും ಹೊರಗೆ ಎಷ್ಟು ಬಣ್ಣ ಹಚ್ಚಿದರು അകത്തെ ശാപം മാറില്ല. ಒಳಗಿನ ಶಾಪ ನೀಗಿ അത് ಹೋಗುವುದಿಲ್ಲ. മാറണോ? ಅದು ನೀಗಿ ಹೋಗಬೇಕು. സ്വർഗം തീരുമാനിക്കണം. ಪರಲೋಕ ತೀರ್ಮಾನಿಸಬೇಕು. സ്വർഗം തീരുമാനിക്കണം. ದೇವರು ತೀರ್ಮಾನಿಸಬೇಕು. പുറമോടി കൊണ്ട് ശാപം മാറില്ല. ಆ ಹೊರಗಿನ ಸೌಂದರ್ಯದಿಂದ ಶಾಪವು ನೀಗಿ ಹೋಗುವುದಿಲ್ಲ. പുറം പണിത ശാപം മാറില്ല. ಆ ಹೊರಗಿನ ಸೌಂದರ್ಯದಿಂದ ಶಾಪವು ನೀಗಿ ಹೋಗುವುದಿಲ್ಲ. പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞത്, ഈ ഉറവിനകത്ത് മരണം കിടക്കുകയാ. ಆ ಪ್ರವಾದಿ ಮಂಡಳಿಯವರು ಹೇಳಿದರು, ಈ ಹೊರತೆಯೊಳಗೆ ಅಲ್ಲಿ ಮರಣ ಅಡಕವಾಗಿದೆ. ഈ ഉറവിൽ നിന്ന് കുടിക്കുന്നവൻ ഗർഭനാശം സംഭവിക്കുന്നു. ಆ ನೀರಿನಿಂದ ಕುಡಿಯುವವನಿಗೆ ಅಲ್ಲಿ ಬಂಜೆತನ ಉಂಟಾಗ್ತಾ ಇದೆ. പലതും ജനിക്കാതെ ചാപിള്ളയായി പുറത്തു പോവുകയാ. ಅನೇಕ ಮಕ್ಕಳು ಹುಟ್ಟದೆ ಅವರು ಹುಟ್ಟುವುದಕ್ಕಿಂತ ಮೊದಲೇ ಮರಣವನ್ನು ಅರ್ಪುತ್ತಾ ಇದ್ದಾರೆ. യെരിഹോവിനകത്ത് പുറത്തു വരേണ്ട നല്ല തലമുറകള് ശാപം ഒതുക്കി കളയുന്നു. ಅಲ್ಲಿ ಎರಿಕೋ ಪಟ್ಟಣದಂತ ಶಾಪದ ನಿಮಿತ್ತವಾಗಿ ಆ ಉತ್ತಮವಾದ ಸಂತತಿಗಳು ಹೊರಗೆ ಬರದ ಹಾಗೆ ಅವರು ನೀಗಿ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ഇത് പട്ടണത്തിന്റെ ശാപം. ಇದು ಪಟ್ಟಣದ ಶಾಪ. ഇതിനകത്ത് വസിക്കുന്നവരും ശപിക്കപ്പെട്ട് കിടക്കുക. ಇದರೊಳಗೆ ವಾಸ ಮಾಡುವವರು ಕೂಡ ಶಪಿಸಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ. യെരിഹോ പട്ടണത്തിന്റെ അടുക്കലേക്ക് എലീശ പ്രവാചകൻ ചെന്നിട്ട് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ಆ ಎಲೀಷಾ ಪಟ್ಟಣದಕ್ಕೆ ಆ ಹೊರತೆಯ ಬಳಿಗೆ ಹೋಗಿ ಎಲೀಷನು ಹೇಳಿ ಸ್ವಲ್ಪ ಉಪ್ಪು ತರ್ರಿ ಎಂಬುದಾಗಿ അവൻ പ്രാർത്ഥിച്ച് അതിനെ ആമേൻ ആ ഉറവിലേക്ക് അതിനെ പഥ്യമാക്കിയിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് മരണം മാറുകയാ. ಅಲ್ಲಿ ಆ ಉಪ್ಪನ್ನು ಪತ್ತಿಯಾಗಿ ಮಾರ್ಪಡಿಸಿ ಅದಕ್ಕೆ ಆ ಉಪ್ಪನ್ನು ಹಾಕಿ ಅದು ಅದರಲ್ಲಿರ್ತಕ್ಕಂಥ ಮರಣವನ್ನು ಅವನು ತೆಗೆದು ಹಾಕ್ತಾ ಇದ್ದಾನೆ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ಅದೆಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ഓ, യെരിഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണം പോലെ. ಆ ಎರಿಕೋ ಪಟ್ಟಣವು ಶಪಿಸಲ್ಪಟ್ಟ ಒಂದು ಪಟ್ಟಣ. യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു വൃദ്ധിമായി നോക്ക്. ಅಲ್ಲಿ ಆ ಯೇಸುವಿನ ಕಾಲದಲ್ಲಿ ಒಬ್ಬ ಕುರುಡನಾದ ಬಾರ್ತಿಮಾಯ ನೋಡಿರಿ. ഓ, ബർത്തിമായി കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല. ಅಲ್ಲಿ ಬಾರ್ತಿಮಾಯನಿಗೆ ಕಣ್ಣಿದ್ರು ಅವನಿಗೆ ಕಾಣುತ್ತಾ ಇಲ್ಲ. അയ്യോ,
ജീവിതം മുഴുവനും ഇരുട്ട് പിടിച്ചൊരു തിമായിയുടെ മകൻ. ಅಲ್ಲಿ ಜೀವನ ಕಾಲವಿಲ್ಲ, ಅಲ್ಲಿ ಅಂಧಕಾರದಲ್ಲಿದ್ದಂತ ತಿಮಾಯನ ಮಗನಾದ ಬಾರ್ತಿಮಾಯ തലമുറകളെ വിട്ട് ശാപം മാറുന്നില്ലെന്ന്. ಅಂದರೆ ತಲೆಮಾರುಗಳಿಂದ ಸಂತತಿಗಳಿಂದ ಈ ಶಾಪು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇಲ್ಲ. ഇതാണ് ജെരിഹോ പട്ടണം. ಇದೇ ಎರಿಕೋ ಪಟ್ಟಣ. അങ്ങനാണെങ്കിൽ ഞാൻ പറയും, യെരൂശലേം അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണെങ്കിൽ, ಆ ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ഓ ಪಟ್ಟಣವಾಗಿರುವುದಾದರೆ, യെരിഹോ പട്ടണം ശപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. ಆ ಎರಿಕೋ ಪಟ್ಟಣವು ಶಪಿಸಲ್ಪಟ್ಟಂತದ್ದು ಪಟ್ಟಣ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ದೇವರಿಗೆ എത്ര ಸ್ತೋತ್ರ. പേർക്ക് അത് മനസ്സിലാകുന്നു? ഞാൻ പറഞ്ഞത് മനസ്സിലായവർ ഒന്നുകൂടെ കരമുയർത്തി ഹല്ലേലൂയ. ಅರ್ಥವಾದ್ರೆ ಮತ್ತೊಮ್ಮೆ ಕೇಳಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ആമേൻ. ಹಾಲೆಲೂಯಾ. രണ്ട് പട്ടണങ്ങളെ കുറിക്കുന്നു. ഒന്ന് ജെറുസലേം, രണ്ട് യെരിഹോ. ಇಲ್ಲಿ ಎರಡು ಪಟ್ಟಣಗಳನ್ನು ನೋಡ್ತೇವೆ. ಒಂದು ಯೆರೂಸಲೇಮ್ ಪಟ್ಟಣ, ಇನ್ನೊಂದು ಎರಿಕೋ ಪಟ್ಟಣ. ഈ മനുഷ്യന്റെ യാത്ര എവിടെ നിന്ന് എങ്ങോട്ടാ? ಈ ಮನುಷ್ಯನ ಪ್ರಯಾಣ ಎಲ್ಲಿಂದ ಎಲ್ಲಿಗೆ ಆಗಿತ್ತು? ജെറുസലേം എന്ന അനുഗ്രഹത്തിൽ നിന്നും ശാപമെന്ന യെരിഹോവിലേക്ക്. ಆ ಆಶೀರ್ವಿಸಲ್ಪಟ್ಟ ಪಟ್ಟಣವಾದ ಯೆರೂಸಲೇಮಿನಿಂದ ಶಪಿಸಲ್ಪಟ್ಟ ಪಟ್ಟಣವಾದಂತ ಎರಿಕೋವಿಗೆ ಆಗಿತ್ತು. മറ്റൊരു സത്യം കൂടെ ഞാൻ യെരിഹോവിനെ കുറിച്ച് പറയാം. ಆ ಮತ್ತೊಂದು ಪಟ್ಟಣದ ಕುರಿತಾಗಿ ಹೇಳ್ತೇನೆ. ഈ പട്ടണത്തിൽ ധാരാളം കള്ളന്മാരുണ്ട്. ಈ ಪಟ್ಟಣದಲ್ಲಿ ಧಾರಾಳ ಕಳ್ಳರಿದ್ದರು. ധാരാളം കള്ളന്മാരുണ്ട്. ಧಾರಾಳವಾಗಿ ಕಳ್ಳರಿದ್ದರು. അത് ഈ പട്ടണത്തിന്റെ ഒരു പ്രത്യേകതയാ. ಅದು ಈ ಪಟ್ಟಣದ ವಿಶೇಷತೆ. ഈ മനുഷ്യന്റെ യാത്ര ആരംഭിക്കുന്നത് യെരൂശലേം എന്ന സമാധാനത്തിന്റെ നഗരത്തിൽ നിന്ന്. ಈ ಮನುಷ್ಯನ ಪ್ರಯಾಣವು ಸಮಾಧಾನ ಪಟ್ಟಣವಾದಂತ ಯೆರೂಸಲೇಮಿನಿಂದ, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന്, ಆಶೀರ್ವಿಸಲ್ಪಟ್ಟ ಸ್ಥಳದಿಂದ, ഓ ശാപത്തിലേക്കൊരു യാത്ര. ಆ ಶಾಪದ ಪಟ್ಟಣಕ್ಕೆ ಒಂದು ಪ್ರಯಾಣ. ഇതിന്റെ അകത്ത് ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ಇದರೊಳಗೆ ಯಾರಾದರೂ ಹಾಗಿರುವುದಾಗಿದ್ದರೆ ഇതിന്റെ യാത്ര സ്റ്റോപ്പ് ചെയ്യണം. ಆ ಪ್ರಯಾಣವನ್ನು ನಿಲ್ಲಿಸಬೇಕು. നമ്മളെല്ലാം ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വരാനുള്ളവരാ. ನಾವು ಶಾಪದಿಂದ ಆಶೀರ್ವಾದಕ್ಕೆ ಬರಬೇಕಾದವರು, അനുഗ്രഹത്തിൽ നിന്ന് ശാപത്തിലേക്ക് പോകാനുള്ളവരല്ല. ನಾವು ಆಶೀರ್ವಾದದಿಂದ ಶಾಪಕ್ಕೆ ಹೋಗಬೇಕಾದವರಲ್ಲ. ഓ ശപിക്കപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വാ. ನಾವು ಶಾಪದಿಂದ ಆಶೀರ್ವಾದಕ್ಕೆ ಬರಬೇಕಾದವರು. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. ഈ മനുഷ്യൻ അവൻ ശാപത്തിലേക്ക് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിമധ്യേ കള്ളന്മാർ അവനെ പിടിച്ചു. ಅವನು ಶಪಿಸಲ್ಪಟ್ಟದ ಪಟ್ಟಣಕ್ಕೆ ಪ್ರಯಾಣ ಹೊರಡುವಾಗ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಕಳ್ಳರು ಅವನನ್ನು ಹಿಡಿದರು. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಕೈಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. കള്ളനെ ഭയമുണ്ടോ ആർക്കെങ്കിലും? ಕಳ್ಳರ ಕುರಿತಾಗಿ ಯಾರಿಗಾರು ಭಯ ಇದೆಯಾ? ഓ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി ആർക്കും പേടിയില്ല. ಅಲ್ಲಿ ಮುಖ ನೋಡುವಾಗ ಯಾರಿಗೂ ಭಯ ಇಲ್ಲ ಎಂಬುದಾಗಿ ಅನಿಸ್ತಾ ಇದೆ. ഒന്ന് നോക്കണം. ಆ ಬಂದಾಗ ಗೊತ್ತಾಗ್ತದೆ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കൈಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ആമേൻ. ಆಮೆನ್. യെരിഹോവിന്റെ വഴിയിൽ കള്ളന്മാരുണ്ട്. ಆ ಎರಿಕೋವಿನ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಕಳ್ಳರಿದ್ದಾರೆ. അല്ലെ, കള്ളന്മാര് കയറിയ വീട് ഭയങ്കര സംഭവമാണ്. പിന്നെ കിടക്കാനേ നമുക്കൊരു ഭയവാ. ನಂತರ ಕಳ್ಳರು ಪ್ರವೇಶ ಮಾಡಿದ ಮನೆಯೊಳಗೆ ಅಲ್ಲಿ ಮತ್ತೆ ಅಲ್ಲಿ ಮಲಗುವುದಕ್ಕೆ ನಮಗೆ ಭಯ ಆಗ್ತದೆ. ആരുടെങ്കിലും വീട്ടിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ಯಾರಾದ್ರೂ ಮನೆಯೊಳಗೆ ನುಗ್ಗಿದ್ದಾರ ಗೊತ್ತಿಲ್ಲ. കയറി കഴിഞ്ഞ് അവൻ ചിലത് കൊണ്ടുപോകും. ಆ ಕಳ್ಳನು ಮನೆಯೊಳಗೆ ನುಗ್ಗಿದ್ರೆ ನಾ ತೆಗೆದುಕೊಂಡು ಹೋಗ್ತಾನೆ. കയറി കഴിഞ്ഞ് അവൻ ചിലത് കൊണ്ടുപോയിരിക്കും. ಅವನು ಮನೆಯೊಳಗೆ ನುಗ್ಗಿದ್ರೆ ನಾ ತೆಗೆದುಕೊಂಡು ಹೋಗಿರುತ್ತಾನೆ. അത് ഉറപ്പാ. ಅದು ನಿಶ್ಚಯ. അതാണ് കള്ളന്റെ പരിപാടി. ಅದು ಕಳ್ಳನ ಒಂದು ಕೆಲಸ. അതുകൊണ്ടാണല്ലോ അവനെ കള്ളൻ എന്ന് പറയുന്നത്. ಅದಕ್ಕೆ ಅವನು ಕಳ್ಳ ಎಂಬುದಾಗಿ ಕರೀತಾರೆ. ബൈബിളിനകത്തൊരു കള്ളനുണ്ട്. ಸತ್ಯವೇದದಲ್ಲಿ ಕೂಡ ಒಬ್ಬ ಕಳ್ಳ ಇದ್ದಾನೆ. യോഹന്നാൻ 10:10 പഠിപ്പിക്കുന്നത്, ಯೋಹಾನ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯದಲ್ಲಿ മോഷ്ടിപ്പാനും ಆ ಕಳ್ಳನು മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ಆ ಕಳ್ಳನು ಕದಿಯುವುದಕ್ಕೂ ಕೊಯ್ಯುವುದಕ್ಕೂ ಹಾಳು ಮಾಡುವುದಕ್ಕಲ್ಲದೆ ಬೇರೆ ಯಾವುದಕ್ಕೂ ಬರುವುದಿಲ್ಲ. ഇത് അപ്പുറത്തെ വീട്ടിലെ മത്തായി അല്ല. ಆ ಪಕ್ಕದ ಮನೆ ಮತ್ತಾಯಿ ಅಲ್ಲ. ഓ അപ്പുറത്തെ വീട്ടിലെ ജോസഫ് അല്ല. ಪಕ್ಕದ ಮನೆ ಯೋಸೇಫನಲ್ಲ. ഈ കള്ളൻ ശത്രുവായ പിശാച. ಆ ಕಳ್ಳನು ಶತ್ರುವಾಗಿರತಕ್ಕಂಥ ಸೈತಾನ. ഈ കള്ളൻ ശത്രുവായ പിശാച. ಅದು ಸೈತಾನನು. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ಅದೆಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? അവനാണ് നമ്മുടെ ശത്രു. ಅವನು ನಮ್ಮ ವೈರಿ. അവൻ കള്ളനാണ്. ಅವನು ಕಳ್ಳನಾಗಿದ್ದಾನೆ. ചിലത് മോഷ്ടിപ്പാൻ അവൻ പുറകെ നടക്കുകയാണ്. ಕೆಲವೊಂದು ಕದಿಯುವುದಕ್ಕಾಗಿ ಹಿಂದೆ ಬರುವನಾಗಿದ್ದಾನೆ. ചിലത് മോഷ്ടിക്കാൻ അവൻ ദൈവമക്കളുടെ പുറകെ നടക്കുകയാണ്. ಆ ಕೆಲವೊಂದು ಕದಿಯುವುದಕ್ಕಾಗಿ ದೇವರ ಮಕ್ಕಳ ಹಿಂದೆ ಬರುವನಾಗಿದ್ದಾನೆ. കള്ളനാണെങ്കിൽ നിന്റെ പുറകിലുണ്ട്. ಅವನು ಕಳ್ಳನಾಗಿದ್ದರೆ ಅವನು ನಿನ್ನ ಹಿಂದೆ ಇದ್ದಾನೆ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳೋಣ. മനസ്സിലാകുന്നു? ചില ഇടയ്ക്ക് ഒരു ചർച്ചിൽ ഒരു അമ്മാമ്മ ഒരു സാക്ഷ്യം പറഞ്ഞു. ಆ ಒಂದು ಸಭೆಯಲ್ಲಿ ಒಬ್ಬ ತಾಯಿಯವರು ಈ ರೀತಿಯಾಗಿ ಸಾಕ್ಷಿ ಹೇಳಿದರು. അമ്മാമ്മ എഴുതി സാക്ഷ്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ 10-25 കൊല്ലമായി രക്ഷിക്കപ്പെട്ടു.
ಆ ತಾಯಿಯವರು ಈ ರೀತಿಯಾಗಿ ಸಾಕ್ಷಿ ಹೇಳಿದ್ರು, ಕಳೆದ 25 ವರ್ಷಗಳಿಂದ ನಾನು ರಕ್ಷಣೆ ಅನುಭವ ಹೊಂದಿದ್ದೆನು. ഇന്നുവരെയും പിശാചിന്റെ പുറകിൽ നിന്ന് മാറുന്നില്ല. ಇದುವರೆಗೂ ಕೂಡ ಸೈತಾನ ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇಲ್ಲ. അവൻ രാത്രി ഉറങ്ങുമ്പോഴും എൻ്റെ അടുത്ത് വരും. ಆ ರಾತ್ರಿ ನಿದ್ರೆ ಮಾಡೋನ ಪಕ್ಕದಲ್ಲಿ ಬರ್ತಾನೆ. നടന്ന് എവിടെയെങ്കിലും പോയാലും അവന്റെ പുറകെ കാണും അവൻ. ನಾನಿಲ್ಲಿ ನಡೆದು ಹೋದ್ರು ಕೂಡ ನನ್ನ ಹಿಂದೆ ಬರ್ತಾನೆ. അവൻ എന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ಬಹಳ ಹಿಂಸೆ ಪಡಿಸ್ತಾ ಇದ್ದಾನೆ. ഈ സാക്ഷ്യം കേട്ട് കേട്ട് കേട്ട വിശ്വാസികളൊക്കെ തളർന്നു. ಈ ಸಾಕ್ಷಿಗಳನ್ನು ಕೇಳಿ ಕೇಳಿ ವಿಶ್ವಾಸಿಗಳು ಕೂಡ ಆಯಾಸಗೊಂಡರು. അന്നേരം അടുത്ത് വേറൊരു സഹോദരി ഇരിക്കുക. ಆ ಪಕ್ಕದಲ್ಲಿ ಬೇರೆ ಸಹೋದರಿ ಇದ್ರು. ഈ സഹോദരി എഴുന്നിട്ട് അടുത്ത് സാക്ഷ്യം പറയുകയാണ്. ಅವರು ಮತ್ತೊಂದು ಸಾಕ್ಷಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. സഹോദരി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവിന് സ്തോത്രം. ಅವರು ಈ ರೀತಿಯಾಗಿ ಹೇಳಿದ್ರು, ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഞാനും 5-8 കൊല്ലമായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിലാണ്. ನಾನು ಕಳೆದ 5-8 ವರ್ಷಗಳಿಂದ ರಕ್ಷಣೆ ಹೊಂದಿ ದೀಕ್ಷಾಸ್ತ್ರ ತೆಗೆದುಕೊಂಡು ಸಭೆಗೆ ಆರಾಧನೆ എന്റെ പുറകിൽ ഒരു ശത്രുവും ഇല്ല. ഞാൻ ഇന്ന് സന്തോഷത്തോടെ നടക്കുകയാണ്. ನನ್ನ ಹಿಂದೆ ಯಾವ ವೈರಿ ಕೂಡ ಇಲ್ಲ. ನಾನು ಬಹಳ ಸಂತೋಷವುಳ್ಳವಳಾಗಿದ್ದೇನೆ. ആൾക്കാരെല്ലാം കരം തട്ടി സ്തോത്രം പറഞ്ഞു. ಎಲ್ಲರೂ ಕೈತಟ್ಟಿ ಸ್ತೋತ್ರ ಹೇಳಿದರು. ഇത് രണ്ടും കേട്ടത് പാസ്റ്ററാണ്. ಎರಡು ಕೇಳಿದವರು ಪಾಸ್ಟ್ರು. രക്ഷിക്കപ്പെട്ട് 25 കൊല്ലമായ ആളുടെ പുറകെ നിന്ന് ശത്രു മാറുന്നില്ല. 25 ವರ್ಷಗಳ ರಕ್ಷಣೆ ಹೊಂದಿದ ವ್ಯಕ್ತಿಯ ಹಿಂದಿನಿಂದ ವೈರಿ ಯಾವ್ದನ್ನು ಬಿಟ್ಟು ಹೋಗ್ತಾ ಇಲ್ಲ. 5-8 കൊല്ലമായ സഹോദരി പറഞ്ഞു, എന്റെ പുറകിൽ ഒരു ശത്രുവും ഇല്ല. 5-8 ವರ್ಷಗಳಿಂದ ರಕ್ಷಣೆ ಹೊಂದಿದ ವ್ಯಕ್ತಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನನ್ನ ಹಿಂದೆ ಯಾವ ವೈರಿ ಕೂಡ ಇಲ್ಲ. ചിലര് പാസ്റ്ററോട് ചോദിച്ചു, എന്താണ് പാസ്റ്റർ ഇത്? ಆ ಕೆಲವರು ಪಾಸ್ಟ್ರೇ ಇದರ ಮರ್ಮವೇನು? പാസ്റ്ററാണ് ഉത്തരം കൊടുക്കേണ്ടത്. ಪಾಸ್ಟರ್ ಅದಕ್ಕೆ ಉತ್ತರ ಹೇಳಬೇಕು. പെട്ടെന്ന് പാസ്റ്റർക്ക് ഓർമ്മ വന്നു യോഹന്നാൻ 10:10. ಆ ಕೂಡಲೇ ಪಾಸ್ಟರ್ಗೆ ನೆನಪು ಬಂದಿದ್ದು ಯೋಹಾನ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. ಆ ಕಳ್ಳನ್ನು ಕದಿಯುವುದಕ್ಕೂ ಆ ಕೊಯ್ಯುವುದಕ್ಕೂ ಹಾಳು ಮಾಡುವುದಕ್ಕೂ ಬರ್ತಾನೆ, ಮತ್ತೆ ಯಾವುದಕ್ಕೂ ಬರುವುದಿಲ್ಲ. എവിടെന്നാ മോട്ടിക്കേണ്ടത്? ಎಲ್ಲಿಂದ ಕದಿಬೇಕಾದದ್ದು? എന്തെങ്കിലും ഉള്ളിടത്തുനിന്നല്ലേ മോട്ടിക്കത്തുള്ളൂ. ಏನಾದರೂ ಇರುವುದರಿಂದ ಅಲ್ವಾ ಕದಿಬೇಕಾದದ್ದು. പാസ്റ്റർ എഴുന്നേറ്റ് എന്നിട്ട് സഭയോട് പറഞ്ഞു, ಪಾಸ್ಟರ್ ಸಭೆಗೆ ಹೇಳಿದರು, അമ്മച്ചി, അമ്മാമേ, ತಾಯಿಯವರೇ, ഭാരപ്പെടരുത്. ಭಯಪಡಬೇಡ್ರಿ. 25 കൊല്ലമായിട്ടും പിശാച് നിങ്ങളെ വിട്ട് പിരിയാത്തതിന്റെ കാരണം, ಆ 25 ವರ್ಷಗಳಿಂದ ವೈರಿ ಅದನ್ನು ಬಿಟ್ಟು ಹೋಗದೆ ಇರ್ಲಿಕ್ಕೆ ಕಾರಣ, നിങ്ങളിൽ അവൻ എന്തോ ചിലത് കണ്ടിട്ടുണ്ട്, അത് മോട്ടിക്കാനാ പുറകെ നടക്കണേ. ನಿಮ್ಮಲ್ಲಿ ಏನೋ ಕೆಲವೊಂದು ಅವನು ನೋಡಿದ್ದಾನೆ, ಅದನ್ನು ಕದಿಯುವುದಕ್ಕಾಗಿ ಅವನು ನಿಮ್ಮ ಹಿಂದೆ ಬರ್ತಾ ಇದ್ದಾನೆ. അപ്പൊ മറ്റേ സഹോദരിക്ക് മനസ്സിലായി, ಅವಾಗ ಮತ್ತೊಂದು ಸಹೋದರಿ ಅರ್ಥವಾಯ್ತು, എന്റെ പുറകിൽ എന്താ പിശാച് വരാത്തെ? ನನ್ನ ಹಿಂದೆ ಯಾಕೆ ಸೈತಾನ ಬರದೇ ಇರುವುದು? അയ്യോ, എന്റെ കയ്യിലൊന്നുമില്ല. ನನ್ನ ಕೈಯಲ್ಲಿ ಏನೂ ಇಲ್ಲ. കരമുയർത്തിയൊരു സ്തോത്രം പറ. ಕೈಯಲ್ಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ചിലതിന്റെ പുറകെ പിശാച് നടക്കുന്നെങ്കിൽ ഓർക്കണം, എന്തോ നിന്റെ കൈവശം ഉണ്ട്. ಆದರೆ ವೈರಿ ಅದು ನಿನ್ನ ಹಿಂದೆ ಬರ್ತಾ ಇದ್ದಾನೆ ಅಂದ್ರೆ ನಿನ್ನ ಕೈಲಿ ಏನೋ ಇದೆ. അവൻ വരുന്നത് മോട്ടിക്കാനാ. ಅವನು ಬರುವಂತ ಕದಿಯುವುದಕ್ಕಾಗಿ. അവൻ വരുന്നത് നിന്നെ മുടിക്കാനാ. ಅವನನ್ನು ಹಾಳು ಮಾಡುವುದಕ್ಕಾಗಿ. നിന്നെ അർത്ഥപ്രാണനാക്കാൻ കഴിയുമെങ്കിൽ ನಿನ್ನ ಸಾಧ್ಯವಾದ ಅರೆಜೀವ ಮಾಡಿ ಹೋಗ್ತಾನೆ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ ಹೇಳೋಣ. ഈ കള്ളനെരിഹോവിൽ ഉണ്ട്, ഇവൻ കള്ളനാൽ പിടിക്കപ്പെടാനിടയായി തീർന്നു. ಆ ಎರಿಕೋಗಿ ಪ್ರಯಾಣ ಮಾಡಿದಂತ ವ್ಯಕ್ತಿ ತಾನು ಕಳ್ಳರಿಂದ ಹಿಡಿಯಲ್ಪಟ್ಟನು. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വരുന്നവനെ കള്ളന് വേണം. ಅಂದ್ರೆ ಯೆರೂಸಲೇಮನ್ನು ಬಿಟ್ಟು ಎರಿಕೋವಿಗೆ ಹೋಗುವಂತ ವ್ಯಕ್ತಿಗೆ ಕಳ್ಳನು ಬೇಕಾಗಿದ್ದಾನೆ. പക്ഷെ യെരിഹോവിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്നവന് ഒരു കള്ളനും വേണ്ട. ಆದರೆ ಎರಿಕೋವಿನಿಂದ ಯೆರೂಸಲೇಮಿಗೆ ಹೋಗುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಯಾವ ಕಳ್ಳನ ಅವಶ್ಯಕತೆ ಇಲ್ಲ. അപ്പൊ നിങ്ങൾ അതെന്താ പാസ്റ്ററെ അങ്ങനെ? ಆಗ ನೀವು ಕೇಳಬಹುದು, ಯಾಕೆ ಹಾಗೆ? ഒരു കൊച്ചു ഉദാഹരണം കൂടെ പറയുമ്പോൾ മനസ്സിലാകും. ಒಂದು ಉದಾಹರಣೆ ಹೇಳುವಾಗ ಅರ್ಥವಾಗ್ತದೆ. ഈ കർണാടകയിൽ നിന്ന് ಈ ಕರ್ನಾಟಕದಿಂದ ദുബായിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നു ചിന്തിക്കുക. ದುಬಾಯಿಗೆ ಒಬ್ಬ ವ್ಯಕ್ತಿ ಕೆಲಸಕ್ಕೆ ಹೋಗ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳುವುದಾದ್ರೆ, ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു ചിന്തിക്കുക. ಒಂದು ಕೆಲಸಕ್ಕಾಗಿ ಹೋಗ್ತಾನೆ ಎಂಬುದಾಗಿ ಅಂದ್ಕೊಳ್ರಿ. അവന്റെ കയ്യിൽ ഒരു ബാഗ് കാണും. ಅವನ ಕೈಯಲ್ಲಿ ಬ್ಯಾಗ್ ಇರ್ತದೆ. സത്യം പറഞ്ഞ അത് ഒരു കള്ളനും അടിച്ചോണ്ട് പോകില്ല. ಹಾಗೆ ಸತ್ಯ ಹೇಳಬೇಕಾಗಿದ್ರೆ ಯಾವ ಕಳ್ಳನಿಗೂ ಆ ಬ್ಯಾಗಿನ ಅವಶ್ಯಕತೆ ಇಲ್ಲ. അഥവാ അടിച്ചോണ്ട് പോയാൽ ಒಂದು ವೇಳೆ ತೆಗೆದುಕೊಂಡು ಹೋದ್ರು തിരിച്ചു കൊണ്ടുവയ്ക്കും. ಆತ ವಾಪಸ್ ತಂದಿರ್ತಾನೆ. കാരണം ഒരു പഴയ കൈലി, ಯಾಕಂದ್ರೆ ಅದರಲ್ಲಿ ಹಳೆಯ ಒಂದು ಲುಂಗಿ ಇರ್ತದೆ. അവിടെ ഇട്ടോണ്ട് നിൽക്കേണ്ട 2-3 പഴയ ഡ്രസ്സ്, ಅಲ್ಲಿ ಹಾಕೊಂಡಿದ್ದಂತ 2-3 ಹಳೆಯ ವಸ್ತ್ರಗಳು, ടൂത്ത് ബ്രഷ്, ಆ ಒಂದು ಬ್ರಷ್, പഴയ പൗഡർ, ಹಳೆಯ ಒಂದು ಪೌಡರ್. അയ്യോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അതിനകത്തുള്ളൂ. ಈ ರೀತಿಯಾದಂತಹ ಕೆಲವು ವಸ್ತುಗಳು ಅದರೊಳಗೆ ಇರುವಂತದ್ದು. യെരിഹോവിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്നവന്റെ ಬ್ಯಾಗ್ ഒരു കള്ളനും വേണ്ട. ಆದ್ರೆ ಎರಿಕೋವಿನಿಂದ ಯೆರೂಸಲೇಮಿಗೆ ಹೋಗುವಂತ ವ್ಯಕ್ತಿಯ ಬ್ಯಾಗ್ ಯಾರಿಗೂ ಕೂಡ ಬೇಕಾಗಿಲ್ಲ. 2 കൊല്ലം ദുബായിൽ ജോലി ചെയ്തു. ಆದ್ರೆ 2 ವರ್ಷ ದುಬಾಯಿಲಿ ಕೆಲಸ ಮಾಡಿ 2 കൊല്ലം കഴിഞ്ഞപ്പോ 2 മാസം ലീവ് കിട്ടി. 2 ವರ್ಷ ಕೆಲಸದ ನಂತರ 2 ತಿಂಗಳು ರಜಾ ಸಿಕ್ಕುತ್ತದೆ. ഇങ്ങോട്ട് വന്നപ്പോ പഴയ ബാഗ് ഒന്നുമില്ല, പണി ഉരുട്ടുന്ന ബാഗ്.
ಈಗ ಅವನ ಕೈಲಿ ಹಳೆಯ ಬ್ಯಾಗ್ ಎಲ್ಲ ಉರುಳಿಸ್ಕೊಂಡು ಬರ್ತಕ್ಕಂಥ ಬ್ಯಾಗ್ ಈಗ ಹೊಸ രണ്ട് ಬ್ಯಾಗ್ മൂന്ന് ബാഗൊക്കെ വാങ്ങി ಈಗ 2-3 ಬ್ಯಾಗ್ ಎಲ್ಲ ಖರೀದಿ ಮಾಡ್ತಾನೆ. അതിനകത്ത് പുതിയ എമർജൻസി ലൈറ്റ്, ಅಲ್ಲಿ ಅದರೊಳಗೆ ಹೊಸ ಎಮರ್ಜೆನ್ಸಿ ಲೈಟ್, ഓ പുതിയ ബെഡ്ഷീറ്റ്, ಹೊಸ ಬೆಡ್ಶೀಟ್, പുതിയ DVD, പുതിയ TV, ಆ ಹೊಸ DVD ಟಿವಿಗಳು ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പാക്ക് ചെയ്ത് സീലൊക്കെ വെച്ച് സ്വന്തം പേരും അഡ്രസ്സും ഒക്കെ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. ಅಲ್ಲಿ ಎಲ್ಲ ಸೀಲ್ ಮಾಡಿ ಹೆಸರೆಲ್ಲ ಬರೆದು ಅಡ್ರೆಸ್ ಬರೆದಿಟ್ಟಿದ್ದಾನೆ. കള്ളനറിയാം അവിടെ നിന്നാണ് വരുന്നെങ്കിൽ ഇതുപോലെ ചില ബാഗ് കാണും. ಅವನು ದುಬಾಯಿಂದ ಬರ್ತಾ ಇರುವ ಈ ರೀತಿಯಾದ ಕೆಲವು ಬ್ಯಾಗ್ಗಳು ಇರ್ತದೆ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ಹೇಳಿದ್ ಸರಿ ಅಲ್ವಾ? അയ്യോ നിങ്ങളുടെയൊക്കെ വീട്ടിലാരും അങ്ങൊന്നും പോയിട്ടില്ലേ? ಮನೆಯಲ್ಲಿ ಯಾರು ಬ್ಯಾಗ್ തിരിച്ചു വരുമ്പോ വലിയ ബാഗുകൾ 2-3 കാണും. ಆದ್ರೆ ಹಿಂತಿರುಗಿ ಬರುವಾಗ ದೊಡ್ಡ ದೊಡ್ಡ ಬ್ಯಾಗ್ಗಳು 2-3 ಇರ್ತವೆ. സോപ്പ്, സ്പ്രേ, പൗഡർ, ഡ്രസ് ഇത്യാദിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് കുറേ ബാഗ് കാണും. ಹೀಗೆ ಬೆಲೆ ಬಾಳುವಂತ ವಸ್ತುಗಳು ತೆಗೆದುಕೊಂಡು ಅವ್ರು ಹಿಂತಿರುಗಿ ಬರ್ತಾರೆ. പിശാചിനറിയാം എടുക്കുന്നെങ്കിൽ അവിടെ നിങ്ങോട്ട് വരുന്നവന്റെ ബാഗാണ് എടുക്കേണ്ടത്. ಹಾಗೆ ಸೈತಾನಿಗೆ ಗೊತ್ತು, ಹಾಗೆ ಆ ಆಶೀರ್ವಿಸಲ್ಪಟ್ಟ ಸ್ಥಳದಿಂದ ಬರುವಂತವನ ಬ್ಯಾಗ್ ತೆಗೆದುಕೊಳ್ಬೇಕು. യെരൂശലേമിൽ നിന്ന് വരുന്നവനെ അവൻ തൊടൂ. ಅಂದ್ರೆ ಯೆರೂಸಲೇಮಿನಿಂದ ಬರುವವನನ್ನೇ ಅವನು ಮುಟ್ಟುವಂತದ್ದು. മനസ്സിലാകുന്നെങ്കിൽ കര ഉയർത്തി സ്തോത്രം പറ. ಅರ್ಥವಾದರೆ ಕೈಯಲ್ಲಿ ದೇವ ಸ್ತೋತ್ರ ಹೇಳೋಣ. 2 സ്ഥലത്തിന്റെ പ്രാധാന്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? ಆ 2 ಸ್ಥಳದ ಪ್ರಾಮುಖ್ಯತೆ ಅರ್ಥವಾಯ್ತಲ್ಲ. യെരൂശലേമിൽ നിന്ന് വരുന്നവന്റെ പക്കൽ എന്തൊക്കെയോ ഉണ്ട്. ಅದು ಯೆರೂಸಲೇಮಿನಿಂದ ಬರುವವನ ಕೈಗಳಲ್ಲಿ ಏನೋ ಉಂಟು. ഇത് യെരിഹോവിൽ ഇരിക്കുന്നവൻ അറിയാം. ಅದು ಯೆರಿಕೋವಿನಲ್ಲಿರ್ತಕ್ಕಂಥ ವ್ಯಕ್ತಿಗಳಿಗೆ ಅರ್ಥವಾಗ್ತದೆ. അതുകൊണ്ട് യെരിഹോവിൽ ഇരിക്കുന്നവർ കള്ളന്മാർ എന്ത് ചെയ്യുക? വരുന്നവരെ കാത്തിരിക്കുക. ಅದರಿಂದ ಆ ಯೆರಿಕೋವಿನಲ್ಲಿರ್ತಕ್ಕಂಥ ಕಳ್ಳರು ಯೆರೂಸಲೇಮಿನಿಂದ ಬರುವಂತ ವ್ಯಕ್ತಿಗಳು ಬರುವವರೆಗೂ ಕಾಯ್ತಾ ಇರ್ತಾರೆ. അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പിടിച്ചെടുക്കണം. ಅವನ ಕೈಯಿಂದ ನನಗೆ ಏನಾದ್ರೂ ಕದ್ದುಕೊಳ್ಳಬೇಕು. ഇതിനകത്ത് ദൈവസഭയിൽ ഇരിക്കുന്നവരോട് ഞാൻ നിങ്ങളോട് പറയാം. ಅದರಿಂದ ಆ ದೇವರ ಸಭೆಯಲ್ಲಿ ಇನ್ನು ಮುಟ್ಟಿಗೆ ಹೇಳ್ತೇನೆ, പുറത്തിറങ്ങുമ്പോ പതിയിരിപ്പുകാർ വഴിയിലുണ്ട്. ನೀನು ಹೊರಗೆ ಹೋಗುವಾಗ ಹೊಂಚು ಹಾಕುವಂತವರು ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಇರ್ತಾರೆ. പുറത്തിറങ്ങുമ്പോ ശത്രുക്കൾ വഴിയിലുണ്ട്. ಹೊರಗೆ ಹೋಗುವಾಗ ವೈರಿಗಳು ಅಲ್ಲಿ ಹೊಂಚು ಹಾಕಿರುತ್ತಾರೆ. കള്ളന്മാർ വഴിയരികിലുണ്ട്. ആ കള്ളರು ದಾರಿ ಮಗ್ಗಲಲ್ಲಿ ಇದ್ದಾರೆ. നീ ദൈവസഭയിൽ നിന്ന് പ്രാപിച്ചതിനെ പിടിച്ചെടുക്കാൻ, ನೀನು ದೇವರ ಸಭೆಯಿಂದ ಹೊಂದಿಕೊಂಡಿರುವುದನ್ನ ಕಸಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച സൗഖ്യത്തെ പിടിച്ചെടുക്കാൻ, ನೀನು ಉಪವಾಸ ಮಾಡಿ ಪ್ರಾರ್ಥಿಸಿ ಹೊಂದಿಕೊಂಡಂತ ಸೌಖ್ಯವನ್ನ ಕಸಿದುಕೊಳ್ಳುವುದಕ್ಕಾಗಿ, നീ മുഴങ്കാൽ മടക്കി കണ്ണുനീര് വീഴ്ത്തി പ്രാർത്ഥിച്ച നന്മയെ തിരിച്ചു പിടിക്കാൻ, ನೀನು ಮೊಣಕಾಲೂರಿ ಕಣ್ಣೀರಿಟ್ಟು ಪ್ರಾರ್ಥಿಸಿ ಹೊಂದಿಕೊಂಡಂತ ಮೇಲುಗಳನ್ನ ಕಸಿಯುವುದಕ್ಕಾಗಿ, തിരിച്ചു പിടിക്കാൻ യെരിഹോവിന്റെ തെരുവിൽ കള്ളന്മാരിരിപ്പുണ്ട്. ಆ ಎರಿಕೋವಿನ ದಾರಿಯ ಮೊಗ್ಗಲಲ್ಲಿ ಕಳ್ಳರು ಇದ್ದಾರೆ. ദൈവജനമേ, ഇതൊരു മുന്നറിയിപ്പായി കരുതുക. അവന്റെ കയ്യിൽ നീ പെട്ടുപോകരുത്. ಅದರಿಂದ ಇದು ಮುನ್ನೆಚ್ಚರಿಕೆಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಿರಿ. ವೈರಿಯ ಕೈಗೆ ಸಿಕ್ಕಿಕೊಳ್ಳದ ಹಾಗೆ ಎಚ್ಚರವಾಗಿರ್ರಿ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത് ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳ್ರಿ. ഞാൻ ഈ ഭാഗം വിട്ട് പ്രസംഗത്തിന്റെ ആ പോയിന്റിലേക്ക് കടന്നു വരട്ടെ. ನಾನು ಆ ಪ್ರಸಂಗದ ಭಾಗಕ್ಕೆ ಬರ್ತೇನೆ. ഈ മനുഷ്യൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. ಈ ಮನುಷ್ಯನು ಕಳ್ಳನ ಹಿಡಿಯಲ್ಪಟ್ಟನು. 1 വസ്ത്രം അഴിച്ച, ಮೊದಲನೇದಾಗಿ ವಸ್ತ್ರ ಬಿಚ್ಚಲ್ಪಟ್ಟನು. 2 മുറിവേൽപ്പിച്ചു, ಎರಡನೇದಾಗಿ ಗಾಯ ಹೊಂದಿದನು. 3 അർത്ഥപ്രാണനാക്കി ഇട്ടേച്ചു പോയി. ಮೂರನೇದಾಗಿ ಅರೆಜೀವ ಮಾಡಿಬಿಟ್ಟು ಹೋದನು. 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. 3 ಸಂಗತಿಗಳು ನಡೀತಾ ಇದೆ. 1 വസ്ത്രം അഴിച്ചെടുത്തു, ಮೊದಲನೇದಾಗಿ ವಸ್ತ್ರ ಬಿಚ್ಚಿ ಹಾಕಿದರು. 2 മുറിവേൽപ്പിച്ചു, ಎರಡನೇದಾಗಿ ಗಾಯ ಮಾಡಿದರು. 4 അരജീവനാക്കി ഇട്ടു. ಮೂರನೇದಾಗಿ ಅರೆಜೀವ ಮಾಡಿ ಹೋದರು. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. വഴിയരികൾ ചിലത് കിടക്കുന്നുണ്ട് ഇതുപോലെ. ಆದ್ರೆ ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಅನೇಕರು ಬಿದ್ದಿದ್ದಾರೆ. പലതും നഷ്ടപ്പെട്ടവരായി, ಅನೇಕದು ನಷ್ಟವಾಗಿ, ശരീരവും ഹൃദയവും ഒരുപോലെ മുറിവേറ്റവരായി, ಆ ಶರೀರವು ಹೃದಯವು ಒಂದೇ ರೀತಿಯಾಗಿ ಗಾಯವಾಗಿ, മുന്നോട്ട് നടക്കാൻ കഴിയാതെ വഴിയരികിൽ അർത്ഥപ്രാണനെ കിടക്കുന്ന പലരും കർണാടകയ്ക്കകത്തുണ്ട്. ಆ ಮುಂದಕ್ಕೆ ಪ್ರಯಾಣ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದ ಹಾಗೆ ಅರ್ಧ ಪ್ರಾಣವಾಗಿ ಅರೆಜೀವವಾಗಿ ಈ ಕರ್ನಾಟಕದಲ್ಲಿ ಅನೇಕರು ಇದ್ದಾರೆ. അങ്ങനെയുള്ള ചിലതിനെ ഇന്ന് പകൽക്കാല മുറിവ് കെട്ടാനുള്ളതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ಅಂತವರುಗಳನ್ನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಗಾಯ ಕಟ್ಟುವಂತ ವ್ಯಕ್ತಿಗಳ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. ചിലതിന്റെ മുറിവ് കെട്ടുന്ന പകലായത്, ಅನೇಕರ ಗಾಯ ಕಟ್ಟುವಂತ ಹಗಲು. ചിലത് ജീവന്റെ തുടിപ്പുകൾ വ്യാപരിക്കുന്ന പകലായത്, ಅನೇಕರ ನಾಡಿ ಬಡಿತಗಳು ಉಂಟಾಗುವಂತ ಸಮಯ. ചിലതിന്റെ നഷ്ടപ്പെട്ട തിരികെ കിട്ടുന്ന പകല. ಆ ಕೆಲವರಿಗೆ ನಷ್ಟವಾದ ತಿರುಗಿ ಸಿಕ್ಕುವಂತ ಹಗಲು. ഇന്ന് പകല
ഡെലിവറൻസ് ഇവിടെ സംഭവിക്കാൻ ಈ പോവുകയാണ്. ಹಗಲಲ್ಲಿ ಆ ಬಿಡುಗಡೆ ನಡೆಯುತ್ತದೆ, ആ സൗഖ്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. ಸೌಖ್ಯ ನಡೆಯುತ್ತದೆ. എന്തോ സ്വർഗത്തിന് ചിലത് കൈമാറാനുണ്ട്. ಏನು ಪರಲೋಕಕ್ಕೆ ಅದು ಹಸ್ತಾಂತರಿಸಲಿಕ್ಕಿದೆ. ഓ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ನಿನ್ನನ್ನು ಕಾಣುವುದು ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. ನಿನ್ನನ್ನು ಕಾಣುವುದು ಒಬ್ಬ ದೇವರಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ കാണുകയാ. ಪವಿತ್ರ ಆತ್ಮ ನಿನ್ನನ್ನು ಕಾಣುವವನಾಗಿದ್ದಾನೆ. ആത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യ മുറിവേറ്റ ചിലതിന് ഇന്ന് പകൽ ഇതിനകത്ത് തൊടാൻ പോവുകയാ. ಈ ಹಗಲಲ್ಲಿ ಗಾಯವಾಗಿರುವುದು ಕೆಲವೊಂದನ್ನು ಮುಟ್ಟುವುದಕ್ಕಾಗಿ ಪವಿತ್ರ ಆತ್ಮನು ಬಂದವನಾಗಿದ್ದಾನೆ. മുറിവേറ്റ ചിലതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തൊട്ട സൗഖ്യമാകട്ടെ. ಹಾಗೆ ಗಾಯವಾಗಿರ್ತಕ್ಕಂಥ ಕೆಲವೊಂದುಗಳನ್ನು ಪವಿತ್ರ ಆತ್ಮನು ಮುಟ್ಟಿ ಸೌಖ್ಯ ಮಾಡುವನಾಗಿದ್ದಾನೆ. ഓ, കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഈ മുറിവേറ്റ രക്തം വാർന്ന എല്ലാം നഷ്ടപ്പെട്ടവനായി വഴിയരികിൽ എരിഹോവിന്റെ തെരുവിൽ കിടക്കുകയാണിവൻ. ಈ ಗಾಯಗಳನ್ನು ಹೊಂದಿದವನಾಗಾರೆ ಜೀವವಾಗಿ ಆ ರಕ್ತವು ಸೋರಿ ಹೋಗಿ ಎಲ್ಲವೂ ನಷ್ಟವಾಗಿ ದಾರಿಯ ಮಗ್ಗಲಲ್ಲಿ ಬಿದ್ದಿದ್ದಾನೆ ಇವನು. ആമേൻ. അവൻ കിടക്കുന്നത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരു പുരോഹിതൻ അതുവഴി കടന്നു വരികയായിരുന്നു. ಅವನು ಹಾಗೆ ದಾರಿಯ ಮಗ್ಗಲಲ್ಲಿ ಬಿದ್ದಿರುವಾಗ ಒಬ್ಬ ಯಾಜಕನು ಆ ಹಾಗೆ ದಾರಿಯಲ್ಲಿ ಬಂದನು. നിങ്ങൾക്കറിയാമോ പുരോഹിതനെ? ಯಾಜಕನ ಬಗ್ಗೆ ಗೊತ್ತಿದೆಯಾ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳ್ರಿ. ഒരു പുരോഹിതൻ അതുവഴി കടന്നു ಒಬ್ಬ വരികയായിരുന്നു. ಯಾಜಕನು ಅಲ್ಲಿಗೆ ಬಂದನು. ഏഫോദ് ധരിച്ച, ಅವನು ಏಫೋದನ್ನು ಧರಿಸಿಕೊಂಡವನಾಗಿ, നടുക്കെട്ട് കെട്ടി, ನಡುಕಟ್ಟಿ ಕಟ್ಟಿಕೊಂಡು, അധികാരം പ്രാപിച്ചവനായി, ಅಧಿಕಾರ ಹೊಂದಿದವನಾಗಿ, ഓ സകലവും അറിയാവുന്നവനായി, ಎಲ್ಲವನ್ನು ತಿಳಿದವನಾಗಿ, ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി അഭിഷേകം നിർത്തിയിരിക്കുന്ന ಆ ದೇವರು ಆರಿಸಿ ಅಭಿಷೇಕಿಸಿ ನಿಲ್ಲಿಸಿರತಕ್ಕಂಥ ഒരു പുരോഹിതൻ അതുവഴി വരികയാണ്. ಒಬ್ಬ ಯಾಜಕನು ಆ ಮಾರ್ಗದಲ್ಲಿ ಬರುತ್ತಾ ಇದ್ದಾನೆ. ആമേൻ. ഇവൻ കിടക്കുന്നത് പുരോഹിതൻ കണ്ടു. ಅವನು ಬಿದ್ದಿರುವುದನ್ನು ಆ ಯಾಜಕನು ನೋಡಿದನು. ഇവൻ കിടക്കുന്നത് പുരോഹിതൻ കണ്ടു. ಅವನಲ್ಲಿ ಬಿದ್ದಿರುವುದನ್ನು ಯಾಜಕನು ನೋಡಿದನು. കണ്ടിട്ട് അടുക്കലേക്ക് പോയില്ല, പുരോഹിതൻ മാറി കടന്നുപോയി. ಅಲ್ಲಿ ಯಾಜಕನು ಅವನ ಬಳಿಗೆ ಹೋಗಲಿಲ್ಲ, ಬದಲಿಗೆ ಅವನ ಬಿಟ್ಟು ದೂರ ನಡೆದು ಹೋದನು. തകർന്നു കിടക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. ಹಾಗೆ ಆ ಬಿದ್ದು ಹೋದಂತ ಮುರಿಯಲ್ಪಟ್ಟಂತ ಅನೇಕ ವ್ಯಕ್ತಿಗಳು ಇದರೊಳಗಿದ್ದಾರೆ. ഓ, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന പലരുമുണ്ട്. ಅಲ್ಲಿ ಹೃದಯ ಮುರಿಯಲ್ಪಟ್ಟವರು ಅನೇಕರಿದ್ದಾರೆ. എന്നെ കാണും എന്ന് ചിന്തിച്ച പലരും കാണാതെ പോയപ്പോ ಆ ನನ್ನನ್ನು ಜನರು ನೋಡುತ್ತಾರೆಂಬುದಾಗಿ ಯೋಚಿಸಿ ಕಾಯುತ್ತಾ ಇದ್ದಾಗ ಅವರು ನೋಡದೆ ಹೋದಂತ ಅನೇಕರು, നിന്നെ കാണേണ്ട പലരും കണ്ടിട്ട് കാണാത്തതുപോലെ വഴിമാറിയെങ്കിൽ, ಆ ನಿನ್ನನ್ನು ನೋಡಿದವರ ಅನೇಕರು ನೋಡದವರ ಹಾಗೆ ದಾರಿ ಬಿಟ್ಟು ಹೋದಾಗ, നിന്നെ രക്ഷപ്പെടുത്തേണ്ട ചിലർ നിന്നെ രക്ഷപ്പെടുത്താതെ പോയെങ്കിൽ, ನಿನ್ನ ರಕ್ಷಿಸಬೇಕಾದವರು ರಕ್ಷಿಸದ ಹಾಗೆ ನಿನ್ನ ಬಿಟ್ಟು ಹೋದಂತ ಸಮಯದಲ್ಲಿ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, മറ്റൊരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. ಆದ್ರೆ ಹಾಗಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೋ, ಬೇರೊಬ್ಬ ವ್ಯಕ್ತಿ ನಿನಗೋಸ್ಕರವಾಗಿ ಇಳಿದು ಬರುವನಾಗಿದ್ದಾನೆ. ഓ, മറ്റൊരുവൻ ഇറങ്ങി വരാൻ പോവുകയാണ്. ಮತ್ತೊಬ್ಬ ನಿನಗಾಗಿ ಇಳಿದು ಬರುತ್ತಾನೆ. അറിവുള്ളവൻ മാറി കടന്നുപോയി. ಆ ಪರಿಜ್ಞಾನ ಇರುವನು ಬಿಟ್ಟು ಹೋದನು. പഠിപ്പുള്ളവൻ മാറി കടന്നുപോയി. ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಬಿಟ್ಟು ಹೋದನು. പ്രമാണം കയ്യിലുള്ളവർ മാറി കടന്നുപോയി. ಧರ್ಮಶಾಸ್ತ್ರವನ್ನು ಬಿಟ್ಟು ಹೋದನು. രക്ഷ ചെയ്യാൻ അറിവുള്ളവൻ മാറി കടന്നുപോയപ്പോ ರಕ್ಷಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವನ್ನು ಬಿಟ್ಟು ഇവൻ ಹೋದನು. വഴിയരികിൽ കിടക്കുകയാണ്. ಇವನು ಮಾರ್ಗ ಮಧ್ಯದಲ್ಲಿ ಬಿದ್ದಿದ್ದಾನೆ. രക്തം വാർന്നൊഴുകുകയാണ്. ರಕ್ತವು ಸೋರಿ ಹೋಗುತ್ತಾ ಇದೆ. അവൻ ആശ്വാസവാക്ക് പറയാൻ ആരുമില്ല. ಅವನಿಗೆ ಆದರಣೆ ಮಾತನ್ನು ಹೇಳಲಿಕ್ಕೆ ಯಾರು ಇಲ್ಲ. അവന്റെ ചിന്ത തെറ്റിപ്പോയി. ಅವನ ಆಲೋಚನೆ ತಪ್ಪಿ ಹೋಯಿತು. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കരുതിയവർ പ്രാർത്ഥിച്ചില്ല. ನನಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾರೆಂಬುದಾಗಿ ಎದುರು ನೋಡಿದ್ರು ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಲ್ಲ. എന്റെ അടുക്കൽ വരുമെന്ന് കരുതിയവർ വന്നില്ല. ನನ್ನ ಬಳಿಗೆ ಬರುತ್ತಾರೆಂಬುದಾಗಿ ಎದುರು ನೋಡಿದ್ರು ಬರಲಿಲ್ಲ. അപുരോഹിതൻ മാറി കടന്നു പോവുകയാണ്. ಆ ಯಾಜಕನು ದಾರಿ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದಾನೆ. എന്താ ചിന്ത എന്ന് എനിക്കറിയില്ല. ಅದು ಯಾಕೆ ಎಂಬುದಾಗಿ ಗೊತ್ತಿಲ್ಲ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. എത്ര പേർക്ക് മനസ്സിലാകുന്നവതാ? ಅದೆಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? പുരോഹിതന്റെ കയ്യിൽ അധികാരമുണ്ട്. ಆ ಯಾಜಕನ ಕೈಲಿ ಅಧಿಕಾರ ಉಂಟು. നിങ്ങൾ പുതിയ നിയമം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പുതിയ നിയമത്തിനകത്ത് വരുമ്പോഴും പുതിയ നിയമം പുരോഹിതന് അധികാരമുണ്ട്. ಹೊಸ ಒಡಂಬಡಿಕೆಗೆ ಬರುವಾಗಲೂ ಕೂಡ ಯಾಜಕನ ಅಧಿಕಾರ ಉಂಟು. ಕಾರಣ യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ಆ ಯೇಸು 10 ಕುಷ್ಠರೋಗಿಗಳು ಸೌಖ್ಯ ಮಾಡಿದನು. ഇവരുടെ വീട്ടിൽ പോകാനല്ല യേശു പറഞ്ഞത്. ಯೇಸು ಅವರಿಗೆ ಅವರ ಮನೆಗಳಿಗೆ ಹೋಗ್ಲಿಕ್ಕಾಗಿ ಹೇಳಲಿಲ್ಲ. എവിടെ പോകാൻ പറഞ്ഞു? ಅವರಿಗೆ ಎಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ ಹೇಳಿದರು?
പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ആമേൻ പുരോഹിതനെ കാണിച്ച് ചിലത് ഉറപ്പാക്കണം. ಅಂದ್ರೆ ಅವರು ಯಾಜಕನ ಬಳಿಗೆ ಹೋಗಿ ಅವರು ಕೆಲವೊಂದನ್ನು ನಿಶ್ಚಯಪಡಿಸಿಕೊಳ್ಳಬೇಕು. ഡോക്ടർമാരെക്കാൾ അധികാരം പുരോഹിതന്മാർക്കുണ്ട്. ಅಂದ್ರೆ ವೈದ್ಯರುಗಳಿಗಿಂತಲೂ ಅಧಿಕಾರ ಯಾಜಕರುಗಳಿಗಿದೆ. കുഷ്ഠരോഗിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വൈദ്യനല്ല, പുരോഹിതനാ. ಅಂದ್ರೆ ಅವನು ಕುಷ್ಠರೋಗಿ ಹೌದೋ ಅಲ್ಲೋ ಎಂಬುದಾಗಿ ತೀರ್ಮಾನಿಸಬೇಕಾದರೂ ವೈದ್ಯರಲ್ಲ. ഇന്നല്ല, അന്നത്തെ കാലഘട്ടത്ത്. ಅದು ಇಂದಲ್ಲ, ಅಂದಿನ ಕಾಲದಲ್ಲಿ. അതിന്റെ അർത്ഥം പുരോഹിതന് അധികാരം ഉണ്ടോ ഇല്ലയോ? ಅದರಲ್ಲಿ ಯಾಜಕರಿಗೆ ಅಧಿಕಾರ ಇದೆಯೋ ಇಲ್ಲವೋ? ഉണ്ട്. ಇದೆ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഒരുവനെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പുരോഹിതൻ അറിയാം. ಅಂದ್ರೆ ಒಬ್ಬನ ಕುರಿತಾಗಿ ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕೆ ಯಾಜಕನಿಗೆ ಗೊತ್ತುಂಟು. ഈ അധികാരം കൈമാറിയത് മനുഷ്യനല്ല, ഈ അധികാരം കൈമാറിയത് മോശയുടെ ന്യായപ്രമാണത്തിലൂടെ സ്വർഗമാണ്. ಅದರಿಂದ ಈ ಅಧಿಕಾರವನ್ನ ಯಾಜಕನಿಗೆ ಕೊಟ್ಟದ್ದು ಮನುಷ್ಯರಲ್ಲ, ಬದಲಿಗೆ ಮೋಶೆಯ ಧರ್ಮಶಾಸ್ತ್ರ ಮೂಲಕವಾಗಿ ಪರಲೋಕದ ದೇವರು ತಾನು ಯಾಜಕನಿಗೆ ಆ ಅಧಿಕಾರ ಕೊಟ್ಟನು. സമൂഹത്തിന്റെ മുമ്പിൽ നടുത്തലത്തിൽ നിർത്തിയിരിക്കുന്നത് പുരോഹിതനെയാ. ಅದರಿಂದ ಸಮೂಹದ ಮಧ್ಯದಲ್ಲಿ ಸ್ತಂಭವಾಗಿ ನಿಲ್ಲಿಸಿರುವಂತದ್ದು ಒಬ್ಬ ಯಾಜಕನನ್ನ. തകർന്നു കിടക്കുന്നവനെ രക്ഷിക്കാൻ, ಹಾಗೆ ಬಿದ್ದು ಹೋದಂತ ಮುರಿಯಲ್ಪಟ್ಟ ವ್ಯಕ್ತಿಯನ್ನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ. പക്ഷെ അങ്ങനെയുള്ള ചിലത് കണ്ടിട്ട് കാണാതെ പോവുകയാ. ಆದರೆ ಹಾಗೆ ಬಿದ್ದಂತ ಕೆಲವೊಂದನ್ನ ನೋಡಿದ್ರು ನೋಡದ ಹಾಗೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. കണ്ടിട്ട് കാണാതെ പോവുകയാ. ನೋಡಿದ್ರು ನೋಡದ ಹಾಗೆ ಹೋಗ್ತಾರೆ. കണ്ടിട്ട് കാണാതെ പോവുകയാ. ನೋಡಿದ್ರು ನೋಡದ ಹಾಗೆ ಹೋಗ್ತಾರೆ. എന്നാൽ നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ಆದರೆ ನೋಡುವ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ದಾನೆ. നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ನೋಡುವ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ದಾನೆ. നിന്നെ കാണാൻ ഒരുവൻ വരുന്നുണ്ട്. ನೋಡುವುದಕ್ಕಾಗಿ ಒಬ್ಬ ವ್ಯಕ್ತಿ ഒരുവൻ ಬರುತ್ತಾನೆ. നിന്നെ വിട്ടെങ്കിൽ ಒಬ್ಬನನ್ನ ಬಿಟ್ಟು അടുത്തൊരുവനെ ദൈവം അയക്കും. ದೇವರು ಮತ್ತೊಬ್ಬನ ಕಳಿಸಿ. ഒരുവൻ നിന്നെ മറന്നെങ്കിൽ ಒಬ್ಬನನ್ನ ಮರೆತರೆ അടുത്തൊരുവനെ ദൈവം അയക്കും. ದೇವರು ಮತ್ತೊಬ್ಬನನ್ನ ಕಳಿಸಿಕೊಡುತ್ತಾನೆ. ഒരുവനെ ദൈവം മറന്നെങ്കിൽ ಒಬ್ಬನನ್ನ ಮರೆತರೆ അടുത്തൊരുവനെ ദൈവം നിനക്ക് വേണ്ടി ഇറക്കാൻ പോവുക. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಮತ್ತೊಬ್ಬನ ಕಳಿಸುತ್ತಾನೆ. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. പുരോഹിതൻ മാറി കടന്നുപോയി. ಆ ಯಾಜಕನು ಮಾರ್ಗ ಬಿಟ್ಟು ಹೋದನು. തകർക്കപ്പെട്ടവൻ പിന്നെയും തന്റെ ഹൃദയത്തിനകത്ത് മുറിവ് കൂടി. ಆ ಮುರಿಯಲ್ಪಟ್ಟವನು ಗಾಯವಾದವನು ಪುನಃ ತನ್ನ ಗಾಯಗಳು ಅಧಿಕವಾದವು. ആമേൻ. രണ്ടാമത് ಎರಡನೇದಾಗಿ ഒരു ലേവ്യൻ അതുവഴി കടന്നു വരികയാണ്. ಒಬ್ಬ ಲೇವಿಯನ ಮಾರ್ಗವಾಗಿ ಬಂದನು. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ആരാണ് ലേവ്യൻ? ಈ ಲೇವಿ ಯಾರು? പുരോഹിതനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അധികാരം കയ്യിലുണ്ട്. ಈ ಯಾಜಕನ ಬಗ್ಗೆ ಹೇಳಿದೆ, ಅವನಿಗೆ ಅಧಿಕಾರ ಉಂಟು. ആരാണ് ഈ ലേവ്യൻ? ಈ ಲೇವಿಯൻ ಯಾರು? അത് പഴയ നിയമത്തിനകത്തുണ്ട്. യാക്കോബിന്റെ മക്കളിൽ ഒന്നാണ്. ಈ ಲೇವಿಯನು ಯಾಕೋಬನ ಮಕ್ಕಳಲ್ಲಿ ಒಬ್ಬನಾಗಿದ್ದಾನೆ. ലേക്ക് ജനിച്ച പുത്രനാ. ಆ ಲೇಯಾಗೆ ಹುಟ್ಟಿದ ಮಗನು. 12 ഗോത്രങ്ങളിൽ അവൻ വേർതിരിക്കുമ്പോൾ അതിൽ ഒന്ന് ലേവി ഉണ്ടായിരുന്നു. ಆ 12 ಗೋತ್ರಗಳನ್ನು ಪ್ರತ್ಯೇಕಿಸುವಾಗ ಲೇವಿ ಇದ್ದನದರೊಳಗೆ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣವೇ. ഈ ഗോത്രമായി യാക്കോബിന്റെ തലമുറകളിൽ നിന്നും മാറ്റിയെടുക്കുമ്പോൾ ಒಂದೊಂದು ಕುಲಗಳಾಗಿ ಗೋತ್ರಗಳಾಗಿ ಯಾಕೋಬನ ತಲೆಮಾರುಗಳನ್ನ ಪ್ರತ್ಯೇಕಿಸುವಾಗ അതിൽ നിന്നും വേർതിരിച്ചെടുത്ത ഒന്നാണ് ലേവി. ಅದರೊಳಗಿಂದಲೂ ಪ್ರತ್ಯೇಕಿಸಿದವನೇ ಲೇವಿಯನು. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. അത് യാക്കോബല്ല വേർതിരിച്ചത്, അത് സ്വർഗമാ വേർതിരിച്ച്. ಅಲ್ಲಿ ಯಾಕೋಬನನ್ನು ಪ್ರತ್ಯೇಕಿಸಿದ್ದು ಬದಲಿಗೆ ಪರಲೋಕದ ದೇವರು ಅವನನ್ನು ಪ್ರತ್ಯೇಕಿಸಿದನು. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. ഈ ലേവി എന്ന് പറയുന്ന ഒരു ഗോത്രമായി മാറി. ಅದೇ ಲೇವಿ എന്നൊരു ഗോത്രವಾಗಿ മാറപ്പെട്ടു. അതിനകത്ത് ജനിക്കുന്നവരെല്ലാം ലേവി ഗോത്രത്തിൽ നിന്ന് ലേവിയർ എന്നറിയപ്പെടും. ಅದೇ ಲೇವಿಯ ಗೋತ್ರದ ಹುಟ್ಟಿದವರೆಲ್ಲರೂ ಕೂಡ ಲೇವಿಯರು ಎಂಬುದಾಗಿ ಕರೆಯಲ್ಪಡುತ್ತಾರೆ. എന്താണ് ലേവിയന്റെ ജോലി? ಆ ಈ ಲೇವಿಯನ ಕೆಲಸ ಏನು? പുരോഹിതന്റെ താഴെ നിന്ന് പുരോഹിതനെ സഹായിക്കുന്നതാണ് ലേവിയർക്കുള്ള പണി. ಈ ಯಾಜಕರ ಕೈ ಕೆಳಗಿದ್ದು ಯಾಜಕರಿಗೆ ಸಹಾಯ ಮಾಡುವಂತ ಕೆಲಸವೇ ಲೇವಿಯರದು. പുരോഹിതന്മാർ ഏത് ഗോത്രത്തിൽ നിന്നാ വരുന്നേ? ಈ ಯಾಜಕರು ಯಾವ ಗೋತ್ರದಿಂದ ಬರುತ್ತಾರೆ? ഈ ലേവി ഗോത്രത്തിനകത്തുനിന്നും തിരഞ്ഞെടുക്കുന്നവർ പുരോഹിതന്മാർ. ಆದರೆ ಈ ಲೇವಿಯ ಗೋತ್ರದಿಂದ ಆರಿಸಲ್ಪಟ್ಟವರೇ ಯಾಜಕರು. ബാക്കി കിടക്കുന്നതിന് ലേവിയർ എന്ന് പറയും. ಆ ಉಳಿದವರು ಲೇವಿಯರಾಗಿದ್ದಾರೆ. അതിനകത്ത് അവരുടെ ജോലി എന്ന് പറയുന്നത് പുരോഹിതനെ ശുശ്രൂഷ സഹായിക്കുക. ಅಂದರೆ ಲೇವಿಯರ ಕೆಲಸ ಯಾಜಕನಿಗೆ ಸೇವೆಯಲ್ಲಿ ಸಹಾಯ ಮಾಡುವುದು. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣವೇ. അയ്യോ, ഈ സഭയിൽ നമുക്കൊരു പാസ്റ്റർ ഇല്ലേ? നിങ്ങൾക്ക് ಈ ಸಭೆಯಲ್ಲೂ ಪಾಸ್ಟ್ ಇದ್ದಾರಲ್ವಾ? പാസ്റ്റർ സുനിൽ ഡിസൂസ അവറുകളില്ലേ? ಆ ಒಬ್ಬ ಸುನಿಲ್ ಡಿಸೋಸ್ ಅವರಿದ್ದಾರಲ್ವಾ? തന്നെ സഹായിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഇല്ലേ? ಅವ್ರಿಗೆ ಸಹಾಯ ಮಾಡುವಂತ ಸಹಾಯಕ ಪಾಸ್ಟ್ಗಳಿದ್ದಾರಲ್ವಾ? അത് തന്നെയാ ലേവിയരുടെ റോള്. ಅದೇ ಲೇವಿಯರ ಕೆಲಸ. അസിസ്റ്റന്റുമാരെ പോലെ കൂടെ, ಆ ಸಹಾಯಕರ ಹಾಗೆ, അസിസ്റ്റന്റുമാരെ പോലെ കൂടെ. ಆ ಸಹಾಯಕರ ಹಾಗೆ. ആമേൻ. യാഗം നടക്കുമ്പോൾ അസിസ്റ്റന്റുമാരെ പോലെ കൂടെ.
ಅಲ್ಲಿ ಆ ಯಜ್ಞ ಅರ್ಪಿಸುವಾಗ ಸಹಾಯಕರುಗಳು ಕೂಡ, ശുശ്രൂഷകളിൽ അസിസ്റ്റന്റുമാരോട് കൂടെ ಅಲ್ಲಿ ಸೇವೆ ನಡೆಯುವಾಗ ಸಹಾಯಕರುಗಳು ಕೂಡ ಜೊತೆಯಾಗಿ. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ಅರ್ಥವಾಗ್ತದೆ. തൊട്ട് താഴെ നിൽക്കുന്ന അടുത്ത ഗ്രൂപ്പാണ് ലേവി. ಅಂದ್ರೆ ಯಾಜಕರ ಕೈ ಕೆಳಗೆ ಇರುವಂತ ಮತ್ತೊಂದು ಗುಂಪಿನವರಾಗಿದ್ದಾರೆ ಲೇವಿಯರು. ഒന്നുകൂടെ ഞാൻ കയറി അങ്ങോട്ട് പറയാം. ನಾನು ಮತ್ತೊಂದು ವಿಷಯ ಹೇಳ್ತೇನೆ. 12 ഗോത്രങ്ങളെയും മോശ യോശുവയുടെ കയ്യിലേക്ക് കൊടുത്തു. ಈ 12 ಗೋತ್ರಗಳನ್ನ ಮೋಶೆಯು ಯೆಹೋಶುವನ ಕೈಗೆ ಕೊಟ್ಟನು. യോശുവയുടെ കയ്യെ കൊടുത്തേച്ച് പറഞ്ഞു, ആ വാഗ്ദത്തം നിന്റെ കയ്യിലേക്ക് ഞാൻ കൈമാറുകയാണ്. ಆ ಮೋಶೆಯು ಯೆಹೋಶುವನಿಗೆ ಕೊಡುವಾಗ ಹೇಳಿದನು, ಆ ವಾಗ್ದಾನಗಳನ್ನು ನಾನು ನಿನ್ನ ಕೈಗಳಿಗೆ ಒಪ್ಪಿಸುತ್ತೇನೆ. പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെന്നാൽ ഇവർ പരസ്പരം അടിവെക്കരുത്, നീ അവർക്ക് വിഭാഗിച്ചും വീതിച്ചും കൊടുക്കണം. ಅಲ್ಲಿ ಹಾಲು ಜೇನು ಹರಿಯುವ ದೇಶಕ್ಕೆ ಹೋಗುವಾಗ ಇವರು ಜಗಳವಾಡದ ಹಾಗೆ ಇವರಿಗಾಗಿ ಆ ಸ್ಥಳವನ್ನ ನೀನು ವಿಂಗಡಿಸಿ ಕೊಡಬೇಕು. യോശുവ ചെന്നു ഗോത്രത്തലവന്മാരെ വിളിച്ചു കല്ല് വാങ്ങിച്ചു പറഞ്ഞു, രൂപേനെ ഇത് നിനക്കുള്ളതാണ് ഇതുവരെ. ಅಲ್ಲಿ ಯೆಹೋಶುವನು ಗೋತ್ರ ಪ್ರಧಾನರನ್ನು ಕರೆದು ಅವರಿಗೆ ಹೇಳಿದನು, ಆ ಕಲ್ಲುಗಳನ್ನು ಹಾಕಿ ರೂಬೇನೆ ಇದು ನಿನ್ನ ಜಾಗ ಎಂಬುದಾಗಿ ಹೇಳಿದ. അടുത്ത കല്ലെടുത്ത് നാട്ടി വെച്ച് പറഞ്ഞു, ഇവിടെ മുതൽ ആമേൻ ഗാദ് ഗോത്രമേ നിനക്കുള്ളതാണ്. ಆ ಮುಂದಿನ ಕಲ್ಲನ್ನು ನಾಟಿ ಆ ಯೆಹೋಶುವನು ಹೇಳಿದ, ಗಾದೆ ಇದು ನಿನ್ನ ಸ್ಥಳ ಎಂಬುದಾಗಿ. അടുത്ത കല്ലെടുത്ത് നാട്ടിയിട്ട് പറഞ്ഞു, ഇത് ശിമെയി നിനക്കുള്ളതാണ്. ಮುಂದಿನ ಕಲ್ಲನ್ನು ಹಾಕಿ ಹೇಳಿದನು, ಸಿಮಿಯೋನೆ ಇದು ನಿನ್ನ ಜಾಗ ಎಂಬುದಾಗಿ. യഹൂദ ഗോത്രത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്കുള്ളതാണ്. ಆ ಯೆಹೂದ ಗೋತ್ರ ನೋಡಿ ಹೇಳಿದರು, ಇದು ಈ ಸ್ಥಳ ನಿಮ್ಮದು ಎಂಬುದಾಗಿ. 12 കല്ല് വെച്ച് അതിരി വെച്ച് അളന്നു പിടിച്ച് മാറ്റി ആമേൻ കൊടുക്കുമ്പോൾ 12 ഗോത്രങ്ങളും കഴിഞ്ഞു. ആമേൻ പക്ഷേ അടുത്തൊരുവൻ മാറി നിൽക്കുന്നു, പേര് ലേവി ഗോത്രം. ಅಲ್ಲಿ 12 ಗೋತ್ರಗಳಿಗೆ ಕೂಡ ಒಂದೊಂದು ಕಲ್ಲುಗಳನ್ನು ಹಾಕಿ ಒಂದು ಸ್ಥಳಗಳನ್ನ ವಿಂಗಡಿಸಿ ಕೊಟ್ಟರು ಕೂಡ ಲೇವಿಯನ್ನು ಪ್ರತ್ಯೇಕವಾಗಿ ನಿಂತಿದ್ದಾನೆ. ലേവി ഗോത്രം മാറി നിന്നിട്ട് യോശുവയോട് ചോദിച്ചു, യജമാനനെ ഞങ്ങളുടെ കല്ലെവിടാ? ಆ ಲೇವಿಯ ಗೋತ್ರ ಪ್ರತ್ಯೇಕವಾಗಿ ನಿಂತುಕೊಂಡು ಯೆಹೋಶುವನಿಗೆ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಯಜಮಾನೆ ನಾವೆಲ್ಲ ಎಲ್ಲಿ ಇರಬೇಕು? യഹൂദയ്ക്ക് കൊടുത്തില്ലേ? ಯಹೂದಾಗೆ ಕೊಟ್ಟರಲ್ವಾ? ഗാദിന് കൊടുത്തില്ലേ? ಗಾದಿಗೆ ಕೊಟ್ಟರಲ್ವಾ? ശിമയിക്ക് കൊടുത്തില്ലേ? ಸಿಮಿಯೋನಿಗೆ ಕೊಟ್ಟರಲ್ವಾ? ബെന്യാമീന് കൊടുത്തില്ലേ? ಬೆನ್ಯಾಮಿನಿಗೆ ಕೊಟ್ಟರಲ್ವಾ? രൂബേന് കൊടുത്തില്ലേ? ರೂಬೇನಿಗೆ ಕೊಟ್ಟರಲ್ವಾ? ഞങ്ങളുടെ കല്ലെവിടെ? ನಮ್ಮ ಕಲ್ಲಲ್ಲಿ ഞങ്ങളുടെ കല്ല് കണ്ടില്ലല്ലോ. ನಮ್ಮ ಕಲ್ಲು ಕಾಣಲಿಲ್ಲವಲ್ಲ. അന്നേരം യോശുവ പറഞ്ഞു, തമ്പുരാൻ തന്നാലല്ലയോ കല്ലിടാൻ പറ്റൂ? ಅಲ್ಲಿ ದೇವರು ಕೊಟ್ಟರಲ್ವಾ, ಕೊಡ್ಲಿಕ್ಕಾಗುದೆಂಬುದಾಗಿ ಯೆಹೋಶುವನು ಉತ್ತರಿಸ್ತಾ ಇದ್ದಾನೆ. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. കിട്ടേണ്ട അവകാശങ്ങളും ഓഹരികളും ഒന്നും കിട്ടാതെ മാറി നിൽക്കുന്ന ലേവി ഗോത്രത്തോട് അവൻ യോശുവ പറഞ്ഞു, നിങ്ങളോട് നിങ്ങളുടെ കാര്യം ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം പറയുക, നിങ്ങൾക്ക് കല്ല് വേണ്ട, നിങ്ങളുടെ അവകാശം യഹോവയാണ്. ಅಲ್ಲೇ ಲೇವಿಯರಿಗೆ ಯಾವ ವಿಧವಾದಂತ ಆಸ್ತಿಗಳು ಅವನಿಗೆ ಸಿಕ್ಕದೆ ಹೋಗುವಾಗ ಯೆಹೋಶುವನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ದೇವರು ಮಾತ್ರವೇ ನಿಮ್ಮ ಆಸ್ತಿಯಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ. ഓ ലേവി ഗോത്രമേ, നിന്റെ ഓഹരി ദൈവമാണ്. ಆ ಲೇವಿ ಗೋತ್ರವೇ ನಿಮ್ಮ ಆಸ್ತಿಯು ದೇವರೇ ಆಗಿದ್ದಾನೆ. നിനക്ക് മണ്ണ് കിട്ടിയില്ലെങ്കിലും ഏറ്റവും വലിയ സമ്പത്ത് നിനക്ക് ഓഹരിയായി മാറുകയാ. ಆದ್ರಿಂದ ನಿನಗೆ ಈ ಭೂಮಿಯಿಂದ ಮಣ್ಣು ಸಿಕ್ಕದೆ ಇದ್ರೂ ಕೂಡ ಅತ್ಯುನ್ನತವಾದ ಸಂಪತ್ತು ನಿನಗೆ ದೇವರು ಕೊಡುವನಾಗಿದ್ದಾನೆ. ഇതിനകത്തും ഞാൻ നിങ്ങളോട് പറയാം, സ്വന്തമായി വീടില്ലെങ്കിലും, ನಾನು ನಿಮಗೆ ಹೇಳ್ತೇನೆ, ಸ್ವಂತವಾದ ಮನೆ, സ്വന്തമായി മണ്ണില്ലെങ്കിലും, ಸ್ವಂತವಾದ ಮಣ್ಣಿಲ್ಲದೆ ಇದ್ದರು, സ്വന്തമായി ഒരു ജോലി കിട്ടിയില്ലെങ്കിലും, ಸ್ವಂತವಾದ ಕೆಲಸ ಇಲ್ಲದೆ ಇದ್ದರು, സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലെങ്കിലും, ಎಂಬುದಾಗಿ ಹೇಳಿ യഹോവ എന്റെ അവകാശം എന്ന് പറയാൻ ಯೆಹೋವನ ಸ್ವಾಸ್ಥ್ಯ ಎಂಬುದಾಗಿ ഒരു തലമുറയുണ്ടെങ്കിൽ, ಒಂದು ಸಂತತಿ നീ ಇರುವುದಾದರೆ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ, ನೀನು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಒಂದು നീ ಸಂತತಿ, നന്മയുള്ള തലമുറയാ, ನೀನು ಮೇಲುಗಳಿರುವಂತ ಸಂತತಿ, നീ തകരാൻ ദൈവം ഇടയാക്കില്ല. ನೀನು നാಶವಾಗುವುದಕ್ಕೆ ದೇವರು ഇന്ന് ಬಿಡುವುದಿಲ್ಲ. പകൽ ആ ഓഹരി നിന്റെ ഓഹരിയാകട്ടെ. ಆ ಆಸ್ತಿಯು ನಿನ್ನ ಆಸ್ತಿಯಾಗಿ ಮಾರ್ಪಡಲಿ. നിന്റെ തലമുറകളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. കർത്താവ് നിന്റെ ഓഹരിയാണെങ്കിൽ വഴി ഒരുങ്ങുന്നുണ്ട്. ಆದ್ದರಿಂದ ನಿನ್ನ ಸಂತತಿಯನ್ನು ನೋಡಿ ನೀನು ಚಿಂತೆ ಮಾಡಬೇಡ. ನಿನಗಾಗಿ ದೇವರು ಬೇಕಾದಂತ ಆ ಸ್ವಾಸ್ಥ್ಯವನ್ನ ನಿನಗಾಗಿ ದೇವರು നിന്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. യഹോവ നിന്റെ ഓഹരിയാണെങ്കിൽ നിനക്ക് വഴി തുറക്കുന്നുണ്ട്. ನೀನು ನಿನ್ನ ಹೆಂಡತಿಯನ್ನು ನೋಡಿ ನೀನು ದುಃಖ ಪಡುವಂತ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ದೇವರು ನಿನ್ನ ಸ್ವಾಸ್ಥ್ಯವಾಗಿರುವುದಾದರೆ ದೇವರು ನಿನಗಾಗಿ ಕೆಲವನ್ನು ಸಿದ್ಧ ಮಾಡುವನಾಗಿದ್ದಾನೆ. യഹോവ നിന്റെ ഓഹരിയാകട്ടെ. ಆ ಯೆಹೋವನು ನಿನ್ನ ಸ್ವಾಸ್ಥ್ಯವಾಗಿರಲಿ. അതിലും വലുതൊരു സമ്പാദ്യം വേറെയില്ല. ಅದಕ್ಕಿಂತ ದೊಡ್ಡ ಸಂಪತ್ತು ಬೇರೊಂದಿಲ್ಲ. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣವೇ? ആമേൻ. ಹಾಲೆಲೂಯಾ. ആമേൻ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഇതാണ് ലേവി ഗോത്രം. ಇದು ಲೇವಿ ಗೋತ್ರ. എന്റെ കുടുംബം ദൈവവാ.
ನನ್ನ ಕುಟುಂಬ ದೇವರಾಗಿದ್ದಾನೆ. എനിക്ക് ആകെയുള്ള സമ്പത്ത് യഹോവയാ. ನನಗಿರುವಂತ ಸಂಪತ್ತು ഇതാ ದೇವರಾಗಿದ್ದಾನೆ. ലേവിയൻ എന്ന് പറയുന്നത് ಆ ಲೇವಿಯನ್ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ദൈവം സ്നേഹിച്ച ഒരു ഗോത്രം. ದೇವರು ಪ್ರೀತಿಸಿದ ಒಂದು ಗೋತ್ರ. ഞാൻ എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരുമെന്ന വാക്കിന്റെ അർത്ഥം ಅಂದರೆ ನಾನು ನನ್ನ ಗಂಡನೊಟ್ಟಿಗೆ ಒಂದಾಗಿ ಸೇರುವೆನೆಂಬುದರ ಅರ್ಥ. ദൈവത്തോട് അടുത്തിരിക്കുന്നവനെന്ന ആ വാക്കിന്റെ അർത്ഥം. ನಾನು ದೇವರೊಟ್ಟಿಗೆ ಸಮೀಪವಾಗಿರುವೆನೆಂಬುದರ ಅರ್ಥ. അടുത്തിരിക്കുന്ന ലേവ്യൻ മുറിവേറ്റവനെ കണ്ടപ്പോൾ എന്നാ ചെയ്തേ? ಅಲ್ಲಿ ದೇವರಿಗೆ ಸಮೀಪವಾಗಿರತಕ್ಕಂತ ಲೇವಿಯನು ಗಾಯ ಹೊಂದಿದವನು ನೋಡಿ ಏನು ಮಾಡಿದ? ಇವನ್ ಅವനെ കണ്ടിട്ട് മാറി കടന്നു പോവുക. ಹಾಗೆ ಆ ಲೇವಿಯನು ಗಾಯ ಹೊಂದಿದ ವ್ಯಕ್ತಿಯನ್ನು ನೋಡಿ ಅವನು ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದಾನೆ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, കുലമൊന്നല്ലേ, രണ്ടാമത്തതും അങ്ങനെ പോയി. ಅಲ್ಲಿ ನಾನು ಈ ರೀತಿಯಾಗಿ ಯೋಚನೆ ಮಾಡ್ತೇನೆ, ಇಬ್ಬರ ಕುಲ ಒಂದೇ ಆಗಿತ್ತಲ್ಲ, ಎರಡನೇವನು ಕೂಡ ಹಾಗೆ ದಾರಿ ಬಿಟ್ಟು ಹೋದನು. കരമയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞു. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. മുന്നേ പോയവൻ പോയതുപോലെ രണ്ടാമത്തവനും പോയി. ಮೊದಲನೇವನು ಹೋದ ಹಾಗೆ ಎರಡನೇವನು ಕೂಡ ಹೋದನು. കാണേണ്ടവരൊന്നും നിങ്ങളെ കണ്ടില്ലായിരിക്കും. ನೋಡಬೇಕಾದವರು ಯಾರು ಕೂಡ ನೋಡದೇ ಇರಬಹುದು. രണ്ടാം തവണയും നീ കൈവിടപ്പെട്ടിരിക്കാം. ಒಂದು ವೇಳೆ ಎರಡನೇ ಸಾರಿ ಕೈ ಬಿಡಲ್ಪಟ್ಟಿರಬಹುದು. പക്ഷേ ഇന്ന് പകൽ ആത്മാവ് നിനക്ക് ദൂത് കൈമാറുകയാണ്. ಆದ್ರೆ ಆತ್ಮನಿಗೆ ಸಂದೇಶ ಹೇಳುವುದೇನೆಂದರೆ, നീ പ്രതീക്ഷിക്കാത്തവ നിന്റെ അടുത്ത് വരാൻ പോവുക. ನಿರೀಕ್ಷಿಸದ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ, നീ ചിന്തിക്കാത്തവ നിന്റെ അടുത്ത് വരാൻ പോവുക. ನೀನು ಯೋಚಿಸದೇ ಇರತಕ್ಕ ಒಬ್ಬ ವ್ಯಕ್ತಿ ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತಾನೆ. നീ കരുതാത്തവൻ നിന്റെ അടുക്കലേക്ക് കരുതലോടെ വരാൻ പോവുക. ನಿನಗೆ ಹಾಗೆ ಚಿಂತಿಸಬೇಕಾದೊಟ್ಟಿಗೆ ಬರುವವನಾಗಿದ್ದಾನೆ. നീ കാണാൻ പോവുക ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്നാ. ಆ ದೇವರ ಕಾರ್ಯಗಳೇನೆಂಬುದಾಗಿ ನೀನು ನೋಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀಯ. നീ അനുഭവിക്കാൻ പോവുക ദൈവത്തിന്റെ കരുതൽ എന്തെന്നാ. ದೇವರ ಒದಗಿಸುವಿಕೆ ಏನೆಂಬುದಾಗಿ ನೀನು ನೋಡ್ಲಿಕ್ಕಾಗಿ ಹೋಗ್ತೀಯ. ഉന്നതന്മാർ നിന്നെ കണ്ട് വഴിമാറിയെങ്കിൽ ഒന്നുമല്ലാത്തവന് ദൈവം നിന്റെ അടുക്കലേക്ക് ഇറക്കാൻ പോവുക. ಅಲ್ಲಿ ಉನ್ನತರು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗುವಾಗ ಪರಲೋಕದ ದೇವರು ನಿನ್ನ ಬಳಿಗೆ ಆತನು ಬರುವನಾಗಿದ್ದಾನೆ. ഒന്നുമല്ലാത്ത ചിലത് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പോവുക. ಏನು ಅಲ್ಲದಿರುವಂತ ಕೆಲವೊಂದು ವ್ಯಕ್ತಿಗಳು ನಿನ್ನ ಬಳಿಗೆ ಬರುತ್ತಾರೆ. ഉള്ളവരെ കൊണ്ട് കഴിയാത്തത് ഇല്ലാത്തവനെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോവുക. ಆದರೆ ಇರುವವನಿಂದ ಏನು ಆಗದೆ ಇದ್ದರೂ ಕೂಡ ಇಲ್ಲದವನ ಮೂಲಕವಾಗಿ ದೇವರು ಕೆಲವೊಂದನ್ನು അധികാരം കയ്യിലില്ലാത്തൊരു തലമുറ, ಅಂದ್ರೆ ಅಧಿಕಾರ ಇಲ್ಲದಿರುವಂತ ಒಂದು ತಲೆಮಾರು, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ മറ്റൊരു സമൂഹം, ಆ ಕೊಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವಂತ നിന്നെ വച്ച് ചിലത് ദൈവം ചെയ്യിക്കാൻ പോവുക. ನಿನ್ನ ಮೂಲಕವಾಗಿ ದೇವರು ಕೆಲವೊಂದನ್ನು ಮಾಡಿಸುತ್ತಾನೆ. നിന്നെ വച്ച് ദൈവം ചിലത് ചെയ്യിക്കാൻ പോവുക. ನಿನ್ನ ಮೂಲಕವಾಗಿ ದೇವರು ಕೆಲವೊಂದನ್ನು ಮಾಡಿಸುತ್ತಾನೆ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. ಆ ನಂಬುವವರನ್ನು ಸ್ವೀಕಾರ ഇതിനകത്ത് ദൈവശക്തി ചലിക്കുന്നു. ದೇವರ ಶಕ್ತಿ ಚಲಿಸುತ್ತದೆ. ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ಕೆಲವು ಕುಟುಂಬಗಳಿಗಾಗಿ, ചില തലമുറകൾക്ക് വേണ്ടി ಸಂತತಿಗಳಿಗಾಗಿ നിന്നെ ദൈവം ഉപയോഗിക്കട്ടെ. ನಿನ್ನ ದೇವರು ಉಪಯೋಗಿಸಲಿ. നിന്നെ ദൈവം ഉപയോഗിക്കട്ടെ. ದೇವರು ಉಪಯೋಗಿಸಲಿ. മുറിവേറ്റവന് വേണ്ടി ಆ ಗಾಯ നിന്നെ ಹೊಂದಿದವನಿಗಾಗಿ ദൈവം അയക്കട്ടെ. ನಿನ್ನ ದೇವರು ಕಳುಹಿಸಲಿ. തകർന്നവന് വേണ്ടി ಆ ಅರೆ നിന്നെ ಜೀವವಾಗಿರುವವನಿಗಾಗಿ ദൈവം ഇറക്കട്ടെ. ದೇವರನ್ನು ಕಳುಹಿಸಲಿ. In the mighty name of Jesus. ಯೇಸುವಿನ ಅಧಿಕಾರ ನಾಮದಲ್ಲಿ. ರಿಬಲ ಹದರ ಜಲಗಡಗ ರಗಕ್ಷಮನಗಡಗ ಶೈಡಮನಗಡಗ ರಗಧುರಮನಗಡಗ ಸಿಯ അധുരമനഘടക റഖമനഘടക ഷൈഡമനഘടകസിയ ചിലതെന്ന് പകൽക്കാലം അതിനു വേണ്ടി വിളിക്കപ്പെടാൻ പോവുക. ಈ ಹಗಲಲ್ಲೇ ಕೆಲವೊಂದು ವ್ಯಕ್ತಿಗಳು ಅದಕ್ಕಾಗಿ ಕರೆಯಲ್ಪಡುತ್ತೀರಿ. ഉന്നതന്മാർ കണ്ടിട്ട് കാണാത്തതിനെ നിന്റെ കണ്ണിന് ദൈവം മറക്കത്തില്ല. ಆ ಉನ್ನತರು ಕಾಣದೆ ಹೋದಂತವುಗಳನ್ನ ನಿನಗೆ ದೇವರು ಮರೆ ಮಾಡುವುದಿಲ್ಲ. പലതിന്റെയും ആത്മീയ ദൃഷ്ടികൾ അടയുമ്പോ നിന്റെ കണ്ണ് തമ്പുരാൻ തുറക്കാൻ പോവുക. ಅನೇಕರ ಆತ್ಮಿಕ ಕಣ್ಣುಗಳ ದೃಷ್ಟಿಗಳು ಮರೆಯಾಗುವಾಗ ನಿನ್ನ ಕಣ್ಣುಗಳನ್ನು ದೇವರು ತೆರೆಯುತ್ತಾನೆ. നിന്റെ കണ്ണ് തുറക്കാൻ പോവുകയാ. ನಿನ್ನ ಕಣ್ಣುಗಳು ತೆರೆಯಲ್ಪಡುತ್ತವೆ. 2019 ഈ സഭയ്ക്ക് വേണ്ടി ചിലതിന്റെ കണ്ണുകൾ ദൈവം തുറക്കും. 2019 ಇಸ್ವಿಗಾಗಿ ಈ ಸಭೆ ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಕಣ್ಣುಗಳು ದೇವರು ತೆರೆಯುತ್ತಾನೆ. ഈ 1000 ദിവസത്തിന്റെ പ്രയർ ചില ആത്മീയ ദൃഷ്ടി തുറക്കാനാ. ಈ 1000 ದಿವಸದ ಪ್ರಾರ್ಥನೆ ಅನೇಕರ ಆತ್ಮಿಕ ದೃಷ್ಟಿ ಪ್ರಕಾಶಿಸುವುದಕ್ಕಾಗಿ. ചാകാറായ ശേഷിപ്പുകൾ കൈക്ക് പിടിച്ച് അകത്തു കയറ്റാൻ. ಹಾಗೆ ಸಾಯುವುದಕ್ಕಾಗಿರುವಂತವುಗಳನ್ನ ಕೈ ಹಿಡಿದು ಉನ್ನತಕ್ಕೆ ತರುವುದಕ್ಕಾಗಿ ഇതിനകത്ത് ചില കണ്ണ് തുറക്കാൻ പോവാ ദൈവം. ಇದರೊಳಗೆ ಕೆಲವರ ಕಣ್ಣುಗಳ ದೇವರು ತೆರೆಯುತ್ತಾನೆ. വിശ്വസിക്കുന്നവരെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊട. ഇന്ന് പകല നിയോഗം നിന്റെ മേൽ വരികയാ. ഈ ഹഗലിൽ ദേവർ ನಡೆಸುವಿಕೆ ನಿನ್ನ ಮೇಲೆ ബರ್ತದೆ. രോഗികൾ ഹോസ്പിറ്റലിലോ
വീടുകളിൽ കിടക്കുമ്പോൾ ഇന്ന് പകൽ അത് കാണാനുള്ള കണ്ണ് ദൈവം നിനക്ക് തുറക്കുകയാ. ಆ ರೋಗಿಗಳು ಮನೆಗಳಲ್ಲಿ ಆಸ್ಪತ್ರೆಗಳಲ್ಲಿ ಇರುವುದಾಗಿದ್ದರೆ ಓ. ಅವರು ನೋಡತಕ್ಕಂತ ಕಣ್ಣು ದೇವರಿಗೆ അവർ ಕೊಡುತ್ತಾರೆ. ಅಭಿಷೇകം ಇರಗಟ್ಟೆ, ಅಭಿಷೇಕ ಇಳಿಯಲ್ಪಡಲಿ, ಅಭಿಷೇകം ಚಲಿಗಟ್ಟೆ. ಅಭಿಷೇಕ ಚಲಿಸಲಿ. Holy Spirit now move again. Praise the Lord. ಇನ್ನು ಪಗಲದ ಚಲಿಗಟ್ಟೆ. ಪವಿತ್ರಾತ್ಮ ಚಲಿಸಲಿ. ആത്മാവിന്റെ സാന്നിധ്യത്തെ ഇന്ന് പകൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ಅದು ಆ ಪವಿತ್ರಾತ್ಮನ ಸಾನ್ನಿಧ್ಯ ವಾವ್, ಈ ಹಾದಿಗಳೊಳಗೆ ವಾವ್. ಅವರಿಗೆ ತಾನು ಹಸ್ತಾಂತರಿಸಲಿ. ರಮಣ ಶದರ ಶಿರಸ್ಸು ಮುതൽ ಪಾದಂ ವರೆ ದೈವ ಸಾನ್ನಿಧ್യം നിറയപ്പെടുകയാ. ಆ ತಲೆಯಿಂದ ಪಾದದವರೆಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ತುಂಬಲ್ಪಡುತ್ತಾ ಇದೆ. നിറയപ്പെടുകയാ, നിറയപ്പെടുകയാ, നിറയപ്പെടുകയാ. ಅದು ತುಂಬಲ್ಪಡುತ್ತಾ ಇದೆ. ചിലതിന്റെ അകത്ത് ദൈവശക്തി നിറയപ്പെടുകയാണ്. ಕೆಲವೊಂದು ವ್ಯಕ್ತಿಗಳೊಳಗೆ ದೇವರ ಶಕ್ತಿ ತುಂಬಲ್ಪಡುತ್ತಾ ಇದೆ. ചില പുതിയ നിയോഗങ്ങൾ പ്രാപിക്കുക. ಒಂದು ಹೊಸ ನಡೆಸುವಿಕೆ ಉಂಟಾಗಲಿ. ചില പുതിയ നിയോഗങ്ങൾ പ്രാപിക്കുകയാണ്. ಒಂದು ಹೊಸ ನಡೆಸುವಿಕೆ ಉಂಟಾಗಲಿ. ചില പുതിയ നിയോഗങ്ങൾ നിന്റെ മേൽ വരികയാ. ಒಂದು ಹೊಸ ನಡೆಸುವಿಕೆ ಮೇಲೆ ഓ ಬರುತ್ತದೆ. Receive the power. ಆ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ചില പുതിയ നിയോഗങ്ങൾ ಹೊಸ ನಡೆಸುವಿಕೆಗಳು പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ, പ്രാപിക്കട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ, പ്രാപിക്കട്ടെ, ಹೊಂದಿಕೊಳ್ಳಿರಿ, പ്രാപിക്കട്ടെ. ಹೊಂದಿಕೊಳ್ಳಿರಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ receive the power. ಆ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ, Receive the power. ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ, Receive the power. ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. Wow, wow, wow. Sharalaba shataraba. ദേശത്തിന്റെ നടുവിൽ, ದೇಶದ ನಡುವೆ, ദേശത്തിന്റെ നടുവിൽ ಈ ಜಾಗದ ನಡುವೆ കുടുംബങ്ങളെ കാണുവാൻ, ಕುಟುಂಬಗಳ ನೋಡಲಿಕ್ಕೆ, തകർന്നു കിടക്കുന്നതിനെ കാണുവാൻ ಆ ಮುರಿಯಲ್ಪಟ್ಟ ನೋಡುವುದಕ್ಕೆ ഇന്ന് പകൽ നിന്റെ കണ്ണ് തുറക്കുന്നു. ಈ ಹಾಗೆ ಕಣ್ಣು ತೆರೆಯಲ್ಪಡುತ್ತದೆ. നിന്റെ കണ്ണ് തുറക്കുന്നു. ಕಣ್ಣು ತೆರೆಯಲ್ಪಡುತ್ತದೆ. നിന്റെ കണ്ണ് തുറക്കുന്നു. ಕಣ್ಣು ತೆರೆಯಲ್ಪಡುತ್ತದೆ. നിന്റെ ആത്മദൃഷ്ടി തുറക്കുന്നു. ಆತ್ಮಿಕ ದೃಷ್ಟಿ നിന്റെ ತೆರೆಯಲ್ಪಡುತ್ತದೆ. ആത്മദൃഷ്ടി തെളിയുന്നു. ಆತ್ಮಿಕ ದೃಷ್ಟಿ നീ ತೆರೆಯಲ್ಪಡುತ್ತದೆ. കാണുക. ನೋಡು, തകർന്നു കിടക്കുന്നതിനെ കാണുക. ಆ ಮುರಿಯಲ್ಪಟ್ಟವರನ್ನು ನೋಡು, അവന്റെ മുറിവ് കെട്ടുക. ಅವನ ಗಾಯಗಳನ್ನು ಕಟ್ಟು. ഈ പകൽ ആത്മാവ് അങ്ങനെ ഒരു തലമുറയെ, ಇಂತಹ ತಲೆಮಾರುಗಳನ್ನು, തലമുറ എഴുന്നേൽപ്പിക്കട്ടെ. ಅಂಥದ್ದು ತಲೆಮಾರುಗಳು ಎಬ್ಬಿಸಲ್ಪಡಲಿ. ರಮಣ ಶಾಂಧರಮಣ ಶಾಧರಮರ ಹದರ ಜಲಗಡಗ ರಗಲ್ಕಮನಗಡಗ ವೈಷಮನಗಡಗ ಶಾಂಧರಿ ചുടമനകടക റഗൽക്കമനകടക ഷൈഡമനകടക സിയ. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ಸ್ತೋತ್ರ ಹೇಳುವೆ. ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. Praise the Lord. രണ്ടുപേരെ കണ്ടിട്ട് മാറി കടന്നു പോവുക. ಅದು ಇಬ್ಬರು ವ್ಯಕ್ತಿಗಳು ನೋಡಿದ್ರು ಕೂಡ ನೋಡದವರ ಹಾಗೆ ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದ್ದಾರೆ. പക്ഷെ മൂന്നാമതൊരു വരുന്നു. ಆದ್ರೆ ಮೂರನೇ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬರ್ತಾ ಇದ್ದಾನೆ. അത് ഇവർ രണ്ടുപേരും മാറിയപ്പോ മൂന്നാമത് വന്നവൻ ഒരു പുറം ജാതിക്കാരനാ. ಅಂದರೆ ಈ ಎರಡು ವ್ಯಕ್ತಿಗಳು ಕೂಡ ದಾರಿ ಬಿಟ್ಟು ಹೋದಂತ ಸಮಯದಲ್ಲಿ ಮೂರನೇ ವ್ಯಕ್ತಿ ತಾನು ಅನ್ಯ ಜಾತಿಯವನು. അവനെ കുറിച്ച് പറയുന്നത് ഒരു ശമര്യക്കാരൻ എന്ന. ಅದು ಅವನ ಕುರಿತಾಗಿ ಹೇಳುವಾಗ ಅವನು ಸಮಾರ್ಯದವನು ಎಂಬುದಾಗಿ. കരമുയർത്തി ഹല്ലേലൂയ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳ್ರಿ. ഈ പുതിയ നിയമത്തിലും ചില ശമര്യരെ ദൈവത്തിന് വേണം. ಈ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಕೂಡ ಕೆಲವು ಸಮಾರ್ಯರು ಬೇಕಾಗಿದ್ದಾರೆ. ചില ശമര്യരെ വേണം ദൈവം. ಕೆಲವು ಸಮಾರ್ಯರು ದೇವರಿಗೆ ಬೇಕಾಗಿದ್ದಾರೆ. ഇന്ന് പകൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിനകത്ത് ദൈവം ചില ശമര്യരെ എഴുന്നേൽപ്പിക്കും. ನೀವು ಒಪ್ಪಿಸಿಕೊಡುವುದಕ್ಕೆ ತಯಾರಾಗುವುದಾದ ಕೆಲವು ಸಮಾರ್ಯರ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. ചില ശമര്യരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ಕೆಲವು ಸಮಾರ್ಯದವರ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. മൂന്നാമത് വന്നത് ശമര്യനാണ്. ಆ ಮೂರನೇದು ಸಮಾರ್ಯದವನು ಬಂದನು. ഇവൻ വരുമ്പോൾ മുറിവേറ്റും അർത്ഥപ്രാണനായും നഷ്ടപ്പെട്ടും കിടക്കുന്നവനെ കണ്ടു. ಅಂದರೆ ಗಾಯ ಹೊಂದಿದವನಾಗಿ ಯಾರು ಜೀವವಾಗಿ ಬಿದ್ದಿರತಕ್ಕಂತ ಎಲ್ಲವೂ ನಷ್ಟವಾಗಿರದ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಅವನು ಕಂಡನು. കണ്ടിട്ട് ಅವನು ನೋಡಿ വാസ്തവമായിട്ടും ഇവനാണ് മാറി കടന്നു പോകേണ്ടത്. ಆ ಯಥಾರ್ಥವಾಗಿ ಇವನು ಆ ಮಾರ್ಗ ಬಿಟ್ಟು ಹೋಗಬೇಕಾಗಿತ್ತು. പക്ഷെ ഇവനല്ല മാറിയത്, ഇവൻ അവന്റെ അടുക്കൽ വരികയാണ്. ಆದರೆ ಅವನೆಲ್ಲ ಅಲ್ಲಿ ಮಾರ್ಗ ಬಿಟ್ಟು ಹೋದ ಬದಲಿಗೆ ಅವನು ಅಲ್ಲಿಗೆ ಸಮೀಪಕ್ಕೆ ಬಂದನು. എന്താണ് ഇവൻ മാറിക്കടന്നു പോകണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? ಯಾಕೆ ಅವನು ದಾರಿ ಬಿಟ್ಟು ಹೋಗಬೇಕಾಗಿತ್ತು ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕೆ ಕಾರಣ. അതിന്റെ കാരണം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ಆ ಕಾರಣ ತಿಳಿಯೋದಕ್ಕೆ ನಿಮ್ಗೆ ಇಷ್ಟವಿದೆಯಾ? ഉണ്ടെങ്കിൽ കരം ഉയർത്തിയ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳ್ರಿ. താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ ആ വചനത്തിൽ നിൽക്കുന്നുണ്ട്, അതിന്റെ ഒരു അർത്ഥം കൂടെ ഞാൻ പറഞ്ഞുതരാം. ನಾನು ಅದರ ಅರ್ಥವನ್ನು ಕೂಡ ಹೇಳ್ತೇನೆ. മുന്നേ പോയത് രണ്ടും ഗോത്രങ്ങളിലുള്ളവരാണ്. ಈ ಮುಂದೆ ಹೋದಂತ ಇಬ್ಬರು ವ್ಯಕ್ತಿಗಳು ಈ ಗೋತ್ರಗಳಲ್ಲಿ ಇರುವಂತವರು. വീണ് കിടക്കുന്ന മനുഷ്യൻ, മുറിവേറ്റ് നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ ആരാണ്? ಅಂದರೆ ಅಲ್ಲಿ
ಹಿಡಿಯಲ್ಪಟ್ಟವನಾಗಿ ಗಾಯ ಆಗಿ ಅರೆಜೀವವಾಗಿ ಬಿದ್ದಿರತಕ್ಕ ಈ ವ್ಯಕ್ತಿ ಯಾರಾಗಿದ್ದಾನೆ? അദ്ദേഹത്തിൻ്റെതായിട്ട് വേറെ ഗോത്രമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ಅವನ ಹೆಸರು ಗೋತ್ರವು ಹೇಳಲ್ಪಡದೇ ಇದ್ದರು വന്നത് യെരൂശലേമിൽ നിന്നായതുകൊണ്ട് ಅವನು ಬಂದದ್ದು ಯೆರೂಸಲೇಮಿನಿಂದ ಆದದರಿಂದ ഞാൻ പറയും അവനൊരു യഹൂദനായിരിക്കണം. ಅವನೊಬ್ಬ ಯಹೂದ್ಯನಾಗಿದ್ದನು. കരമുയർത്തി ഹല്ലേലൂയ. ದೇವರಿಗೆ ಸ್ತೋತ್ರ. 12 ഗോത്രങ്ങളിൽ ഏതോ ഒന്ന്, ಅಂದ್ರೆ 12 ಗೋತ್ರಗಳಲ್ಲಿ ಯಾರೋ ಒಬ್ಬನು, അല്ലാത്തവർ യെരൂശലേമിൽ ഇല്ല. ಬೇರೆ ಯಾರು ಕೂಡ ಯೆರೂಸಲೇಮಿನಲ್ಲಿ ಇಲ್ಲ, കയറ്റത്തില്ല, ಅಲ್ಲಿ ಯಾರು ಕೂಡ ಒಳಗೆ ಸೇರಿಸುವುದಿಲ್ಲ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತದೆ? അത് അളന്നു കൊടുത്ത് വിഭാഗിച്ചിട്ടേക്കുന്നത് അതിനകത്ത് അവരാ പാർക്കുന്നേ. ಅದರಿಂದ ಅವರವರಿಗೆ ವಿಭಾಗಿಸಿ ಕೊಡಲ್ಪಟ್ಟ ಸ್ಥಳವಾದ್ದರಿಂದ ಅವರು ಮಾತ್ರವೇ ಇರುತ್ತಾರೆ. ആമേൻ. അതിനകത്തുനിന്ന് ഒരുത്തൻ വന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു അത് അവിടെ ഉള്ളവനാ. ಅದರಿಂದ ಅದರ ಒಳಗಿನಿಂದ ಒಬ್ಬ ವ್ಯಕ್ತಿ ಬಂದದ್ದಾಗಿದ್ದರೆ ಅದರ ಒಳಗೆ ಇರುವವನೇ ಆಗಿದ್ದಾನೆ. പക്ഷെ കൂടെയുള്ള പുരോഹിതനും ലേവ്യനും പല ഗോത്രങ്ങളിൽ നിന്ന് മാറിയാണ് വന്നതെങ്കിൽ ഞാൻ പറയും കണ്ടിട്ട് കാണാത്തതുപോലെ പോയി. ಅದರಿಂದ ಅಲ್ಲಿ ಯಾಜಕನು ಲೇವಿಯನು ಬೇರೆ ಗೋತ್ರದಿಂದ ಬಂದವನಾಗಿದ್ದರೂ ಕೂಡ ಅವನು ನೋಡಿ ನೋಡದವನ ಹಾಗೆ ಹೋದನು. പക്ഷെ മൂന്നാമത് വന്നതോ ശമരിയൻ. ಆ ಮೂರನೇದಾಗಿ ಬಂದವನು ಸಮಾರ್ಯದವನು. വാസ്തവം പറഞ്ഞാൽ ഇവനെ പടിക്കകത്ത് കയറ്റത്തില്ല. ಈ ಸಮಾರ್ಯದವನಿಗೆ ಮನೆಯ ಬಾಗಿಲು ಹೊಸ್ತಿಲಿಗೆ ಅವನು ಸೇರಿಸುವುದಿಲ್ಲ. ഞാനത് വചനത്തിൽ നിന്ന് തെളിയിച്ചു തരാം നിങ്ങൾക്ക്. ನನಗೆ ಆ ವಾಕ್ಯ ತಿಳಿಸಿಕೊಡ್ತೇನೆ. ഇവനെ പടിക്കകത്ത് കയറ്റത്തില്ല, ಅವರಿಗೆ ಮನೆಯ ಹೊಸ್ತಿಲೊಳಗೆ ಸೇರಿಸುವುದಿಲ್ಲ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാം. ಮೊದಲೇ ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. ಯೋಹಾನ ಸುವಾರ್ತೆ 4ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನೋಡ್ತೇವೆ. യേശു ശമരിയ പട്ടണത്തിനരികിലൂടെ നടക്കുമ്പോൾ ಯೇಸು ಸಮಾರ್ಯ ಪಟ್ಟಣದ ನಡೆಯುವಾಗ വഴിയരികിൽ യാക്കോബ് യോസേഫിന് കൊടുത്ത ഒരു കിണറുണ്ടായിരുന്നു. ಅಲ್ಲಿ ದಾರಿಯ ಬದಿಯಲ್ಲಿ ಯಾಕೋಬನು ಯೋಸೇಫನಿಗೆ ಕೊಟ್ಟೊಂದು ಬಾವಿ ಇತ್ತು. ഈ കിണറിന്റെ കരയിൽ യേശു ഇരുന്നിട്ട് ശിഷ്യന്മാരെ ഭക്ഷണം വാങ്ങേണ്ടതിന് പറഞ്ഞു വിട്ടു. ಯೇಸು ತಾನ ಬಾವಿಯ ಬಳಿಯಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಶಿಷ್ಯರನ್ನು ಆಹಾರ ತರುವುದಕ್ಕಾಗಿ ಕಳಿಸಿದನು. യേശു ആ കിണറ്റിന്റെ കരയിൽ ദാഹത്തോടിരിക്കുമ്പോ ಅಲ್ಲಿ ಯೇಸು ಬಾವಿಯ ಬಳಿಯಲ್ಲಿ ದಾಹದಿಂದ ಕುಳಿತಿರುವಾಗ അവിടെ ഒരു ಸ್ത്രീ വരികയാണ്. ಅಲ್ಲೊಬ್ಬ ಸ್ತ್ರೀ ಬರ್ತಾ ಇದ್ದಾಳೆ. എത്ര പേർക്ക് അറിയാം ആ സ്ത്രീയെ? ಆ ಸ್ತ್ರೀ ಎಷ್ಟು ಜನಕ್ಕೆ ಪರಿಚಯ ಉಂಟು? പരിചയമുണ്ട്. പേര് കൊടുത്തിട്ടില്ലെങ്കിലും ശമരിയ സ്ത്രീ എന്ന് പറയുന്നുണ്ട്. ಆಕೆ ಹೆಸರು ಹೇಳದಿದ್ದರೂ ಕೂಡ ಸಮಾರ್ಯ ಸ್ತ್ರೀ ಎಂಬುದಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. യേശു അവിടെ ഇരിക്കുകയാണ്. ಯೇಸು ಅಲ್ಲಿ ಇದ್ದಾನೆ. കയറും പാത്രവുമായി വെള്ളം കോരാൻ വന്ന സഹോദരിയെ കണ്ടിട്ട് ಅಲ್ಲಿ ಹಗ್ಗ ಮತ್ತು ಆ ಬಿಂದಿಗೆಯನ್ನು ನೀರು ಸೇದುವುದಕ್ಕಾಗಿ ಬಂದಂತ ಸಹೋದರಿಯನ್ನು ಯೇಸು ನೋಡಿ യേശു പറയുക എനിക്ക് ഇച്ചിരി വെള്ളം തരണം കുടിക്കാൻ. ಅಲ್ಲಿ ಯೇಸು ಆ ಸಹೋದರಿ ನೋಡಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನನಗೆ ಕುಡಿಯುವುದಕ್ಕೆ ಸ್ವಲ್ಪ ನೀರು ಕೊಡು. എന്താ ഈ ശമരിയ സ്ത്രീ തിരിച്ചു പറഞ്ഞത്? ಆ ಸಮಾರ್ಯ ಸ್ತ್ರೀ ಏನು ಹೇಳಿದಳು? ഞാൻ തരത്തില്ല, ನಾನು ಕೊಡುವುದಿಲ್ಲ. കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣವೇ? ശരിയല്ലേ? ಸರಿ ಅಲ್ವಾ? ഞാൻ വെള്ളം തരത്തില്ലെന്നാ സ്ത്രീ പറഞ്ഞേ. ನಾನು ನೀರು ಕೊಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ എന്നിട്ട് സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. ನಂತರ ಆಕೆ ಹೇಳಿದ್ದು, ഞാനൊരു ശമരിയൻ, ನಾನೊಬ್ಬ ಸಮಾರ್ಯದವನು, നീയൊരു യഹൂദൻ, ನೀನೊಬ್ಬ ಯಹೂದ್ಯನು, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ സമ്പർക്കമില്ല, ನನಗೂ ನಿನಗೂ ಯಾವ ಸಂಬಂಧವಿಲ್ಲ, തൊടാൻ പാടില്ല, ಮುಟ್ಟುವ ಹಾಗಿಲ್ಲ, മിണ്ടാൻ പാടില്ല, ಮಾತನಾಡುವ ಹಾಗಿಲ್ಲ, അതിന് വിട്ട് അകത്ത് കയറാൻ പാടില്ല, ಆ ಮೇರೆಯನ್ನು ಬಿಟ್ಟು ಒಳಗೆ ಬರುವ ಹಾಗಿಲ್ಲ. ഞങ്ങളല്ല നിങ്ങളാ ഞങ്ങളെ വെളിയിലാക്കി വെച്ചേക്കുന്നേ. ನಾವಲ್ಲ, ನೀವು ನಮ್ಮನ್ನು ಹೊರಗೆ ಹಾಕಿರುವಂತದ್ದು. പിന്നെ നീ ഞങ്ങളോട് വെള്ളം ചോദിക്കുന്നു. ಮತ್ತೆ ನೀವು ನನ್ನಲ್ಲಿ ಯಾಕೆ ನೀರು അടുത്തൊരു ಕೇಳ್ತಾ കലാപം ಇದ್ದೀಯ? ഉണ്ടാക്കാനാണോ? ಮತ್ತೊಂದು ಜಗಳ ಉಂಟು ಮಾಡುವುದಕ್ಕ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಹೇಳಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. അതാണ് ശമരിയർ. ಅದು ಸಮಾರ್ಯದವರು. പിടികിട്ടുന്നുണ്ടോ? ಅರ್ಥವಾಗ್ತದೆ. എന്താ യഹൂദന്മാർ ഇവരെ മാറ്റി നിർത്താനുള്ള കാരണം? ಯಹೂದ್ಯರು ಯಾಕೆ ಅವರ ದೂರ ನಿಲ್ಲಿಸಿರುವಂತದ್ದು? അതിന് ഒരു പഴയ കഥയുണ്ട്. ಅದಕ್ಕೊಂದು ಕತೆ ಉಂಟು. യഹൂദന്മാർക്ക് ഇവരുമായിട്ടൊരു ബന്ധമുണ്ട്. ಆ ಯಹೂದ್ಯರಿಗೆ ಇವರೊಟ್ಟಿಗೆ ಸಂಬಂಧ ಉಂಟು, ನಿಜ. പഴയ കാലഘട്ടത്ത് ഈ ശമര്യരെന്ന് പറയുന്നത് അത് നോക്കണം മറ്റൊരു ജാതിയായിരുന്നു. എന്നാൽ ഈ ശമര്യർ യഹൂദന്മാരുമായിട്ട് ഇന്റർകാസ്റ്റ് മാരേജ് നടത്തി. ಅಂದರೆ ಈ ಸಮಾರ್ಯದವರು ಯಹೂದ್ಯರೊಟ್ಟಿಗೆ ಅಂತರ್ಜಾತಿ ವಿವಾಹವಾದರು. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഒരു മിശ്ര വിവാഹത്തിലേക്ക് വന്നു. ಅವರು ಆ ಐಗುಪ್ತ ಭಾಗಕ್ಕೆ ಬಂದರು. ഈ ശമര്യർ എന്ന് പറഞ്ഞാൽ പകുതി യഹൂദന്മാരും പകുതി അസീരിയക്കാരുമാണ്. ಅಂದರೆ ಅರ್ಧ ಜನ ಸಮಾರ್ಯದವರು, ಅರ್ಧ ಜನ ಅಸ್ಸೀರಿಯಾ ದೇಶದವರು. പകുതി യഹൂദനും പകുതി അസീര്യനും കൂടെ ചേർന്ന് പുതിയ വാക്ക് വന്നു ശമര്യൻ. ಅಂದರೆ
ಅಲ್ಲಿ ಸ್ವಲ್ಪ ಆ ಯಹೂದ್ಯರು ಮತ್ತು ಸ್ವಲ್ಪ ಅಸ್ಸೀರಿಯರು ಸೇರಿದಾಗ ಹೊಸ ಹೆಸರು ಬಂತು ಸಮಾರ್ಯದವರು ಎಂಬುದಾಗಿ. അതുകൊണ്ട് തന്നെ ഇവര് മുഴുവൻ യഹൂദന്മാരല്ലാത്തോണ്ട് യഹൂദന്മാരെല്ലാം ഇവരെ അതിര് വെച്ച പുറത്തങ്ങാക്കി. ಆದ್ರಿಂದ ಯಹೂದ್ಯರೆಲ್ಲರೂ ಕೂಡ ಇವರು ಪೂರ್ಣ ಯಹೂದ್ಯರಲ್ಲದೆ ಇರುವುದರಿಂದ ಅವರಿಗೊಂದು ಮೇರೆಯನ್ನು ಹಾಕಿ ಅವರನ್ನು ಹೊರಗೆ ಹಾಕಿದರು. നീ വചനം പ്രമാണിക്കാത്തവൻ, നീ വചനപ്രകാരമുള്ളല്ലെന്ന് പറഞ്ഞ നിന്നെ അങ്ങ് പുറത്താക്കി വച്ചേക്കുക. ನೀನು ದೇವರ ಧರ್ಮಶಾಸ್ತ್ರ ಪ್ರಕಾರ ಇಲ್ಲದವನೆಂಬುದಾಗಿ ಹೇಳಿ ಅವರನ್ನ ಹೊರಗೆ ಹಾಕಿದ್ದಾರೆ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ಎಷ್ಟರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ഈ ശമര്യനെ നോക്കിയിട്ട് യഹൂദന്മാരെ പറയുക, ഇനി മേലാൽ ഈ അതിരി വിട്ട് ഇങ്ങോട്ട് വരരുത്. ಅಲ್ಲಿ ಯಹೂದ್ಯರು ಹೇಳ್ತಾ ಇದ್ದಾರೆ ಸಮಾರ್ಯದವರಿಗೆ, ಇನ್ನು ಮೇಲೆ ಈ ಗೆರೆಯನ್ನು ಈ ಗಡಿಯನ್ನು ದಾಟಿ ನೀವು ಈ ಕಡೆಗೆ ಬರಬಾರದು. ആമേൻ. Praise the Lord. കരം ഉയർത്തി ഹല്ലേലൂയ. ശമര്യക്കാർ യഹൂദന്മാരെ കണ്ട തിരിഞ്ഞോക്കത്തില്ല. ಅಲ್ಲಿ ಆ ಯಹೂದ್ಯರು ಸಮಾರ್ಯದವರನ್ನು ನೋಡಿದರೆ ಅವರು ತಿರುಗಿ ನೋಡುವುದಿಲ್ಲ. അത് ഒരിക്കൽ യേശു ശമരിയ പട്ടണത്തിൽ പോയപ്പോ ശമരിയർ യേശുവിനെ കൈക്കൊണ്ടില്ല. ಅಲ್ಲಿ ಯೇಸು ಸಮಾರ್ಯದ ಬಳಿಗೆ ಹೋದಾಗ ಸಮಾರ್ಯರು ಯೇಸುವನ್ನು ಸ್ವೀಕಾರ ಮಾಡಲಿಲ್ಲ. അപ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു. ಆಗ ಶಿಷ್ಯರು ಹೇಳಿದ್ರು, ಗುರು, ഏലിയാവ് ചെയ്തതുപോലെ ಏಲಿಯನ್ನು ಮಾಡಿದ ಹಾಗೆ തീ ഇറക്കി ഇവരങ്ങ് നശിപ്പിച്ചൂടെ? ಇವರನ್ನ ಬೆಂಕಿ ಇಳಿಸಿ ಇವರು ನಾಶ ಮಾಡಬಾರದು. ആരെ? ಯಾರನ್ನು? ശമരിയരെ. ಸಮಾರ್ಯದವರನ್ನು. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಸ್ತೋತ್ರ. പിടികിട്ടുന്നുണ്ടോ? ഈ പത്രോസിന് പോലും പിടിക്കുന്നില്ല ഈ ശമരിയര്. ಆದ್ರೆ ಪೇತ್ರನಿಗೂ ಸಹ ಸಮಾರ್ಯರು ಅಂದ್ರೆ ಇಷ್ಟವಲ್ಲ. തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അവര്. ಅವರು ತಿರುಗಿ ಸಹ ನೋಡುವುದಿಲ್ಲ. നമ്മളേ തിരിഞ്ഞു നോക്കുന്നില്ല, ನಮ್ಮನ್ನೇ ತಿರುಗಿ ನೋಡುವುದಿಲ್ಲ. എങ്ങനെ അവര് തിരിഞ്ഞു നോക്കും? ಅವರು ಹೇಗೆ ತಿರುಗಿ ನೋಡುತ್ತಾರೆ? പറഞ്ഞേ. ಸ್ತೋತ್ರ. ഇതാണ് ശമരിയര. ಇದು ಸಮಾರ್ಯದವರು. മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാർ ആമേൻ അത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറഞ്ഞ ആമേൻ മാറ്റിവെച്ചൊരു സമൂഹം. ಅದರಿಂದ ಯಹೂದ್ಯರು ಇವರನ್ನ ಮುಟ್ಟಬಾರದು, ಮಾತನಾಡಬಾರದು ಎಂಬುದಾಗಿ ಹೇಳಿ ದೂರ ನಿಲ್ಲಿಸಿರುವಂತ ಒಂದು ಸಮೂಹ. ഞങ്ങളുടെ പങ്ക് നിങ്ങളുടെ മേലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് യോസേഫിന്റെ കിണർ അവർക്ക് കൊടുത്തേച്ചു, ഇനി അവകാശം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. ಅದರಿಂದ ನಮ್ಮ ಪಾಲು ನಿಮಗೆ ಇದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರಿಂದಲೇ ಆ ಯೋಸೇಫನಿಗೆ ಕೊಟ್ಟಂತ ಬಾವಿಯನ್ನ ನಿಮಗೆ ಕೊಟ್ಟಿದ್ದೇವೆ, ನಮಗೆ ಪಾಲಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ಬರಬಾರದು. ആ ഉറവില ഇപ്പൊ യേശു ഇരിക്കുന്നേ. ಆ ಬಾವಿಯ ಬಳಿಯಲ್ಲಿ ಯೇಸು ಕುಳಿತಿದ್ದ. യേശു ചോദിച്ചു, വെള്ളം തരാവോ? ಆ ಯೇಸು ಕೇಳ್ತಾ ಇದ್ದ, ನೀರು ಕೊಡ್ತೀಯ? സഹോദരന് വെള്ളം തരത്തില്ല. ಆಕೆ ಹೇಳಿದ್ರು ಕೊಡುವುದಿಲ್ಲ. സഹോദരിയുടെ യേശു പിന്നെയും പറയുക, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ എന്നോട് ചോദിക്കുമായിരുന്നു വെള്ളം. ಈ ನೀರು ಕೇಳುವನು ಯಾರೆಂಬುದಾಗಿ ನಿನಗೆ ಗೊತ್ತಿದ್ದರೆ ನೀ ನನ್ನ ಬಳಿ ನೀರು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೆ. യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല. ಯೇಸು ಹೇಳಿದ್ರು, ನಾನು ಕೊಡುವ ನೀರನ್ನು ಕುಡಿಯುವನಿಗೆ ಎಂದಿಗೂ ದಾಹವಾಗುವುದಿಲ್ಲ. എന്നേക്കും ജീവന്റെ ഉറവിൽ നിന്ന് പൊങ്ങി വരുന്ന ജീവജലത്തിന്റെ ഉറവയായത് മാറും. ಆ ಜೀವಕರವಾದ ನೀರಿನಿಂದ ಕುಡಿಯುವನಿಗೆ ಅಲ್ಲಿ ಎಂದೆಂದಿಗೂ ಜೀವಜಲದ ಹೊರತಿಯು ಬರ್ತದೆ. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു സംശയം, യേശുവേ നാളെ ഞാൻ കയറും പാത്രത്തോട്ട് വരണ്ടല്ലോ. ಆಗ ಆಕೆ ಹೇಳ್ತಾ ಇದ್ದಾಳೆ, ನಾಳೆಯಿಂದ ನಾನಿನ್ನು ಪಾತ್ರೆ ಮತ್ತು ಹಗ್ಗ ಹಿಡ್ಕೊಂಡು ಬರೋ ಅವಶ್ಯಕತೆ ಇಲ್ವಲ್ಲ. ഞാൻ പറഞ്ഞതൊക്കെ എന്നോടങ്ങ് ക്ഷമിക്കണം. ನಾನು ಹೇಳಿದೆಲ್ಲ ನನಗೆ ಕ್ಷಮಿಸಿ ಎಂಬುದಾಗಿ. എനിക്ക് ഇച്ചിരി വെള്ളം തരാവോ? ನನಗೆ ಸ್ವಲ್ಪ ನೀರು ಕೊಡ್ತೀಯಾ? കയറും പാത്രം ഉള്ള വ്യക്തിയോട് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ಆದ್ರೆ ಆ ಬಿಂದಿಗೆಯು ಹಗ್ಗ ಇರತಕ್ಕಂತ ವ್ಯಕ್ತಿಗೆ ಬಳಿಯಲ್ಲಿ ನೀರು ಕೇಳಿದ ಕೊಡಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದಳು. കയറും പാത്രം ഉള്ള വ്യക്തി കയറും പാത്രം ഇല്ലാത്ത ആളോട് ചോദിക്കുക, എനിക്ക് ഇച്ചിരി വെള്ളം തരാവോ? ಆಗ ಆ ನೀರು ಸೇದುವುದಕ್ಕೆ ಬಂದಂತ ವ್ಯಕ್ತಿ ಈಗ ಹೇಳ್ತಾ ಇದ್ದ, ನೀ ನನಗೆ ನೀರು ಕೊಡ್ತೀಯ ಎಂಬುದಾಗಿ. കർത്താവിന്റെ പ്രവൃത്തി ഇങ്ങനെ. ಆ ದೇವರ ಕ್ರಿಯೆಗಳು ಈ ರೀತಿಯಾಗಿ. കർത്താവിന്റെ പ്രവൃത്തി ഇങ്ങനെ. ಆ ದೇವರ ಕ್ರಿಯೆಗಳು ಈ ഒരു നാൾ ರೀತಿಯಾಗಿ. അടിച്ച് പുറത്താക്കിയെങ്കിൽ ഇപ്പൊ കൈ നീട്ടാൻ തുടങ്ങി. ಅಲ್ಲಿ ಯಾರು ಹೊರಗೆ ಹಾಕಿದರೋ ಅವರು ಕೈ ಚಾಚುತ್ತಾ ಇದ್ದಾರೆ. അയ്യോ എനിക്ക് വെള്ളം തരാമോ? സ്ത്രീ ചോദിക്കുക. ಈಗ ಆ ಸ್ತ್ರೀ ಕೇಳ್ತಾ ಇದ್ದಾಳೆ, ನನಗೆ ನೀರು ಕೊಡ್ತೀಯೋ? യേശു എന്നാ പറഞ്ഞ? കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ಯೇಸು ಕೊಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದನು. യോവേലില് പറഞ്ഞിട്ടുണ്ട്, ജാതികൾക്ക് വരെ ഞാനത് കൈമാറും. ಅಲ್ಲಿ ಯೋವೇಲನ ಪ್ರವಾದನ ಗ್ರಂಥದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟಿದೆ, ನಾನು ಅನ್ಯ ಜಾತಿಯವರಿಗೆ ಅದನ್ನು ಕೊಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. ജാതികൾക്ക് കൊടുക്കാനുള്ളതാ എന്റെ കൈവശമുള്ളതാ. ಅದು ಅನ್ಯ ಜಾತಿಯವರು ಕೊಡ್ಲಿಕ್ಕಾಗಿರುವಂತದ್ದೇ, ನನ್ನ ಕೈಲಿರುವಂತದ್ದು. അതിന്റെ സമയമായി ശമര്യരെ. ಅದು ಸಮಾರ್ಯರೇ ಅದಕ್ಕೆ ಸಮಯವಾಗಿದೆ. ആമേൻ. ಹಲ್ಲೆಲೂಯಾ. മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ തരത്തില്ലെന്നൊന്നുമല്ല പറഞ്ഞു, ഞാൻ തരാൻ റെഡിയാണ്. ಯೇಸು ಕೊಡುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಲ ಬದಲಿಗೆ ಕೊಡುತ್ತೇನೆ, ಸಿದ್ಧನಿದ್ದೇನೆ. പക്ഷെ ഒരു കാര്യം, ಆದ್ರೆ ಒಂದು ಸಂಗತಿ, ഒരു കണ്ടീഷൻ ഉണ്ട്. ಒಂದು ನಿರ್ಬಂಧ ಉಂಟು. കുടുംബമായിട്ട് വരണം. ನೀವು ಕುಟುಂಬವಾಗಿ ಬರಬೇಕು. എങ്ങനെ വരണം? കുടുംബമായിട്ട് എന്ന് പറഞ്ഞാൽ
ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവും മക്കളുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടുവരണം. ಅದು ಕುಟುಂಬವಾಗಿ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ಗಂಡನಿದ್ರೆ ಗಂಡನು, ಮಕ್ಕಳಿದ್ರೆ ಮಕ್ಕಳು ಸಮೇತವಾಗಿ. ഇതിനകത്ത് കുടുംബമായിട്ടുള്ള എത്ര പേരോടൊന്നും എനിക്ക് കൈയൊന്നും പൊക്കുന്നില്ല, എനിക്കറിയാം കുറച്ച് പേരെ കാണത്തുള്ളൂ. കാര്യങ്ങൾ ചോദിച്ചൊരു ഹാലരിയ പറഞ്ഞേ. ಇಲ್ಲಿ ಕುಟುಂಬವಾಗಿರೋ ಸ್ವಲ್ಪ ಜನ ಅಷ್ಟೇ ಇದ್ದೀರಿ ಇಲ್ಲಿ. അവൻ കുടുംബമായിട്ട് വരണം. ನೀವು ಕುಟುಂಬವಾಗಿ ಬರಬೇಕು. അല്ലേ? യേശു പറഞ്ഞു എങ്ങനെ വരണം? ഞാൻ നിനക്ക് തരാം, പക്ഷെ നീ എങ്ങനെ വരണം? കുടുംബം, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. ಆದರೆ ನೀವು ಬರುವಾಗ ಕುಟುಂಬವಾಗಿ ಬರಬೇಕು. ಬರುವುದಾದರೆ ನಾನು ಕೊಡ್ತೇನೆ ಎಂಬುದಾಗಿ ಹೇಳಿದ ಯೇಸು. ഈ ശമരിയ സ്ത്രീ നിന്ന് പരിങ്ങി. ಆಕೆಗೆ ಸ್ವಲ್ಪ ವಿಸ್ಮಯವಾಯ್ತು, ಬೆರಗಾಯ್ತು. കാരണം ಯಾಕೆ? ആധാർ കാർഡില് ഒരു പേര്, ಆಧಾರ್ ಕಾರ್ಡಲ್ಲಿ ಒಂದು ಹೆಸರು, റേഷൻ കാർഡിൽ വേറൊരു പേര്, ರೇಷನ್ ಕಾರ್ಡಲ್ಲಿ ಇನ್ನೊಂದು ಹೆಸರು, ഐഡന്റിറ്റി കാർഡ് വേറൊരു പേര്, ID ಕಾರ್ಡಲ್ಲಿ ಇನ್ನೊಂದು ಹೆಸರು, അയ്യോ ബാങ്കിലെ പാസ്ബുക്കിൽ വേറൊരു പേര്, ಬ್ಯಾಂಕ್ ಪಾಸ್ಬುಕ್ ಅಲ್ಲಿ ಇನ್ನೊಂದು ಹೆಸರು. 5-6 പേര് കിടക്ക, ഏത് തിരഞ്ഞെടുക്കും? 5-6 ಹೆಸರು ಇದ್ದಾವೆ, ಯಾವ್ದನ್ನ ಆರಿಸ್ಕೊಳ್ಬೇಕು? ഇപ്പോഴുള്ള ഡൈവേഴ്സിൽ നിൽക്കുക. ಈಗಿರೋದು ವಿಚ್ಛೇದನವಾಗಿದೆ, അടുത്തത് എത്തിയിട്ടുമില്ല, ಇನ್ನೊಂದು ಬಂದಿಲ್ಲ ಇನ್ನು. ഒറ്റ പരിപാടികളോ ഇല്ല കർത്താവേ. ಒಂದೇ ಒಂದು ಮಾತು, ಇಲ್ಲ ಕರ್ತನೆ, എനിക്ക് ഭർത്താവേ ഇല്ല, ನನಗೆ ಗಂಡನೇ ಇಲ್ಲ. കരമേഴ്ത്തി സ്വത്രം പറ. ಕೇಳಿದವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഈ പരിപാടി യേശുവിന്റെ മുമ്പിൽ നടക്കില്ല. ಅದರಿಂದ ಈ ಕಾರ್ಯಗಳು ದೇವರ ಯೇಸುವಿನ ಮುಂದೆ ನಡೆಯುವುದಿಲ್ಲ. യാക്കോബേ, ಯಾಕೋಬನೇ, നിന്റെ പരിപാടി യേശാവിന്റെ മുമ്പിൽ നടക്കും. ನಿನ್ನ ಕೆಲಸಗಳು ಏಸಾವನ ಮುಂದೆ ಆಗಬಹುದು. ഉപായി, ಉಪಾಯಾದವನೇ, നിന്റെ പരിപാടി ഇസഹാക്കിന്റെ മുമ്പിൽ നടക്കും. ನಿನ್ನ ಸಂಗತಿಗಳು ಇಸಾಕನ ಮುಂದೆ ಆಗಬಹುದು. എടാ, നിന്റെ പരിപാടി യാബോക്കിന്റെ കടവിൽ നടക്കത്തില്ല. ಆದರೆ ನಿನ್ನ ಸಂಗತಿಗಳು ಯಬ್ಬೋಕ್ ನದಿಯ ದಡದಲ್ಲಿ എത്ര ನಡೆಯುವುದಿಲ್ಲ. പേർക്കത് മനസ്സിലാകുന്നോ? ಅದೃಷ್ಟ നിന്റെ പരിപാടി യേശുവിന്റെ മുമ്പിൽ നടക്കില്ല. ಅದು ನಿನ್ನ ಯಾವ ಸಂಗತಿಗಳು ಯೇಸುವಿನ ಬಳಿಯಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ. നിന്റെ പുറമല്ല യേശു കാണുന്നത്, നിന്റെ ആകമാ കാണുന്നേ. ಆ ಯೇಸು ನಿನ್ನ ಹೊರಗಿನ ಭಾಗವನ್ನಲ್ಲ, ಬದಲಿಗೆ ಒಳ ಭಾಗವನ್ನು ಆತ ഓ, ನೋಡುವಾಗಿದ್ದಾನೆ. നിനക്ക് ചിലത് തരാൻ യേശു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ആകം നോക്കുക ദൈവം. ಅದರಿಂದ ಆ ಯೇಸು ನಿನಗೆ ಏನಾದರೂ ಕೊಡುವುದಕ್ಕಾಗಿ ಬಯಸಿದ್ದರೆ ಅವನು ನಿನ್ನ ಒಳ ಭಾಗವನ್ನು ವೀಕ್ಷಿಸುವನಾಗಿದ್ದಾನೆ. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ ആകം നോക്കുക ദൈവം. ದೇವರು ನಿನ್ನ ಒಳ ಭಾಗವನ್ನು ನೋಡುತ್ತಾನೆ. ഈ സഹോദരി എല്ലാം മറച്ചു വെച്ചിട്ട് കൈയും കെട്ടി എന്ന് ചോദിച്ചു, എനിക്ക് ഭർത്താവില്ല. ಆಕೆ ಎಲ್ಲವನ್ನು ಮರೆ ಮಾಡಿಟ್ಟು ಕೈ ಕಟ್ಟಿ ನನಗೆ ಗಂಡನಿಲ್ಲ ಎಂಬುದಾಗಿ കർത്താവ് ആ വെളിപ്പാട് അങ്ങോട്ട് പുറത്തു വിടുകയാണ്. ಆ ದೇವರು ಪ್ರಕಟಣೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ. നീ പറഞ്ഞത് ശരി, ഇപ്പം നിനക്കില്ല. ನೀನು ಹೇಳಿದ್ದು ಸರಿ, ಈಗ ನಿನಗಿಲ್ಲ. ഉള്ളതിനെ ഒപ്പിടാൻ വേണ്ടി മാത്രം നിൽക്കുകയാണ്. ಆ ಇರೋರು ಕೇವಲ ಸಹಿ ಹಾಕುವುದಕ್ಕಾಗಿ ಮಾತ್ರ ಇದ್ದಾರೆ. അടുത്തത് വീട്ടിനകത്ത് കയറിയിട്ടുമില്ല. ಮತ್ತೊಂದು ಮನೆಯೊಳಗೆ ಬರಲೂ ಇಲ್ಲ. അങ്ങനെ നിൽക്കുമ്പോ ಹಾಗಿರುವಾಗ തമ്പുരാൻ പൊളിച്ച അടുക്കി പറയുക, 5 ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളതും ഭർത്താവല്ല. ಅದರಿಂದ ಯೇಸು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನಿನಗೆ 5 ಗಂಡಂದಿರಿದ್ರು, ಈಗ ಇರುವುದು ಇನ್ನು ಗಂಡನಲ್ಲ. രഹസ്യമായിട്ട് പലതും ചെയ്തത് യേശു പരസ്യമായി മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞു. ಅಂದ್ರೆ ರಹಸ್ಯವಾಗಿ ಮಾಡಿದ ಅನೇಕ ಸಂಗತಿಗಳನ್ನು ಯೇಸು ಬಹಿರಂಗವಾಗಿ ಹೇಳಿದನು. ഒറ്റ പ്രവചനം വിളിച്ചു പറഞ്ഞപ്പോ സഹോദരിയുടെ ആകവാള് പൊട്ടി. ಅದರಿಂದ ಒಂದು ಪ್ರವಾದನೆ ಹೇಳಿದಾಗ ಆಕೆಯ ಎಲ್ಲ ಒಡೆದು ಹೋಯ್ತು. സഹോദരൻ പറഞ്ഞേ, പ്രവചനം നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇതുപോലെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓടും. ನಿಮಗೆ ಪ್ರವಾದನೆ ಇಷ್ಟ, ಆದರೆ ಎಲ್ಲವನ್ನ ಬಿಚ್ಚಿ ಹೇಳಿದ್ರೆ ನೀವು ಇಲ್ಲಿಂದ ಓಡ್ತೀರಿ. മിക്കവാറും പ്രവാചകന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. ಬಹುತೇಕ ಪ್ರವಾದಿಗಳು ಅದನ್ನ ಸ್ವಲ್ಪ ಹೊಂದಾಣಿಕೆ ಮಾಡಿ ಅಡ್ಜಸ್ಟ್ ಮಾಡಿ ಹೇಳ್ತಾರೆ. ഇല്ലെങ്കിൽ ചിലപ്പോൾ സഭയിൽ ആളിരിക്കത്തില്ല. ಇಲ್ಲದ್ರೆ ಸಭೆಯಲ್ಲಿ ಜನ ಇರೋದಿಲ್ಲ. കരമേർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പേടിക്കണ്ട, ഞാൻ അങ്ങനൊന്നും പറയില്ല. ഉണ്ടെങ്കിൽ കാതേ പറയും. ಹಾಗೆ ಇದ್ದರೆ ನಾನು ಕಿವಿಲಿ ಹೇಳ್ತೇನೆ, ಬಹಿರಂಗವಾಗಿ ಹೇಳೋದಿಲ್ಲ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അല്ല, പൊതുവി പറയാനുള്ളത് പൊതുവി പറ, കാതി പറയാനുള്ളത് കാതിലെ പറഞ്ഞാൽ മതി. ಅದರಿಂದ ಬಹಿರಂಗವಾಗಿ ಹೇಳಬೇಕಾದ ಬಹಿರಂಗವಾಗಿ ಹೇಳಬೇಕು, ಕಿವಿಲಿ ಹೇಳಬೇಕಾದ ಕಿವಿಲಿ ಹೇಳಬೇಕು. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳೋಣ. ആമേൻ. മുമ്പ് ഞാൻ പറയുമായിരുന്നു, പിന്നെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഭയവാ. ಮೊದಲು ಹೇಳ್ತಾ ಇದ್ದೆ, ಆದರೆ ಪ್ರಾರ್ಥನೆಗೆ ಬರಲಿಕ್ಕೆ ಜನರಿಗೆ ಭಯವಾಯಿತು. കാരണം പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ വിളിച്ചു പറയും. ಹಾಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ಕೆಲವೊಮ್ಮೆ ಹೇಳ್ಬಿಡ್ತಾರೆ. പ്രാർത്ഥിച്ച ചിലപ്പോ ഞാൻ ചെയ്ത പാപം വിളിച്ചു പറയും. ಹಾಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ಪಾಪಗಳನ್ನ ಹೇಳ್ತಾರೆ. തലേ കൈ വെച്ച ചിലപ്പോ എന്റെ കുറവ് വിളിച്ചു പറയും. ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ರೆ ಕೊರತೆಗಳ ಬಲ ಹೇಳ್ತಾರೆ. ഭയമാ പലർക്കും. ಜನರಿಗೆ ಒಂದು ಭಯವಾಗ್ತದೆ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. പക്ഷെ ഏതായാലും ഒറ്റ പ്രവചനം കൊണ്ട് ഈ സ്ത്രീ വിടുവിക്കപ്പെട്ടു. ಆದರೆ ಒಂದೇ ಒಂದು ಪ್ರವಾದನೆ ಮೂಲಕವಾಗಿ ಆಕೆ ಬಿಡಿಸಲ್ಪಟ್ಟಳು. ആരും അറിയാതെ വീടിനകത്ത് മൂടി വെച്ചത് കർത്താവ് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോ
ಅಂದ್ರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದ ಹಾಗೆ ಮನೆಯಲ್ಲಿ ಮರೆ ಮಾಡಿಟ್ಟಾಗ ഈ സഹോദരി പറയാ, നീ ഒരു പ്രവാചകനെന്ന് എനിക്ക് മനസ്സിലായി. ಆಕೆ ಹೇಳ್ತಾ ನೀನೊಬ್ಬ ಪ್ರವಾದಿ ಎಂಬುದಾಗಿ. പിന്നെ പറഞ്ഞു, നീ ഒരു പ്രവാചകനല്ല, നീ ഒരു മിശിഹയാണെന്ന് എനിക്ക് മനസ്സിലായി. ಅನಂತರ ಪ್ರವಾದಿ ಅಲ್ಲ, ನೀನೊಬ್ಬ ಮೆಸ್ಸಿಯನ್ ಎಂಬುದಾಗಿ ಆಕೆ നീ ಹೇಳಿದಳು. ക്രിസ്തുവാണെന്ന് മനസ്സിലായി. ನೀನೊಬ್ಬ ಕ್ರಿಸ್ತನ್ ಎಂಬುದಾಗಿ ಅರ್ಥವಾಯಿತು. ഒറ്റ പ്രവചനം കൊണ്ട് ശമരിയ സ്ത്രീയുടെ അകത്ത വെളിപ്പാട് വീണപ്പോൾ ಅಲ್ಲಿ ಒಂದು ಪ್ರವಾದನೆ ಮೂಲಕವಾಗಿ ಸಮಾರ್ಯ ಸ್ತ್ರೀಯೊಳಗೆ ಆ ಪ್ರಕಟಣೆ ಉಂಟಾದಾಗ പത്രോസും യോഹന്നാനും ഒക്കെ തീയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ പട്ടണം മുഴുവൻ യേശുവിന്റെ പാദത്തിൽ വന്നിരുന്ന് രക്ഷ പ്രാപിക്കുകയാണ്. ಅಲ್ಲಿ ಪೇತ್ರ ಯೋಹಾನರು ಅದರ ಮೇಲೆ ಬೆಂಕಿ ಬೀಳಿಸಿ ಸುಡಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದ ಸ್ಥಾನದಲ್ಲಿ ಯೇಸುವಿನ ಪ್ರವಾದನೆ ನಿಮಿತ್ತವಾಗಿ ಇಡೀ ഒറ്റ വെളിപ്പാട് കൊണ്ടൊരു പട്ടണം പിടിക്കുക യേശു. ಆ ಒಂದು ಪ್ರವಾದನೆ ಮೂಲಕವಾಗಿ ಇಡೀ ಪಟ್ಟಣ ಆತನ ಪಾದಕ್ಕೆ ಬಂತು. പലരും പരാജയപ്പെട്ട മേഖലയെ വെളിപ്പാട് കൊണ്ട് തമ്പുരാൻ തിരിച്ചു പിടിക്കുകയാ. ಅನೇಕರು ಸೋತು ಹೋದಂತ ಸ್ಥಾನದಲ್ಲಿ ಯೇಸು ಒಂದು ಪ್ರವಾದನೆ ಮೂಲಕವಾಗಿ ಆ ಪಟ್ಟಣವನ್ನ ತಾನು ಸ್ವಾಧೀನ ಮಾಡಿದನು. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣ. ജാതികൾ പുറന്തള്ളിയത്, ಜ್ಞಾನಿಗಳು ಬೇಡ ಎಂಬುದಾಗಿ ತಳ್ಳಿದ್ದು. ഓ ജാതി എന്ന് പറഞ്ഞ് പുറന്തള്ളിയതിനെ ಆ ಜಾತಿ ಎಂಬುದಾಗಿ ಅನ್ಯ ಜಾತಿ ಎಂಬುದಾಗಿ ತಳ್ಳಿದ್ದು. ഓ യേശു തിരികെ പിടിക്കുകയാണ്. ಯೇಸು ತಿರುಗಿ ಹಿಡಿಯುತ್ತಾ ಇದ್ದಾನೆ. തീയിട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞ സമൂഹത്തെ ಆ ಬೆಂಕಿ ಹಾಕಿ ಸುಡಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದ യേശു ಸಮೂಹವನ್ನು തിരികെ പിടിക്കുകയാണ്. ಯೇಸು ತಿರುಗಿ ಹಿಡಿಯುತ್ತಾ ಇದ್ದಾನೆ. ഇതിനകത്തുള്ളവനാ ശമരിയൻ. ಇದರೊಳಗಿರುವವನೇ ಸಮಾರ್ಯದವನು. ഇതിനകത്തുള്ളവനാ ശമരിയൻ. ಇದರೊಳಗಿರುವುದು ಸಮಾರ್ಯನು. ഒരു കാലഘട്ടത്തെ യഹൂദന്മാർ അടുപ്പിക്കാത്ത സമൂഹം, ಒಂದು ಕಾಲದಲ್ಲಿ ಯಹೂದ್ಯರು ಹತ್ತಿರಕ್ಕೆ ಬರಗೊಡಿಸದೇ ಇದ್ದಂತ ಸಮಾರ್ಯರು, ഒരു കാലഘട്ടത്തെ യഹൂദന്മാർ സംസാരിക്കാത്ത സമൂഹം, ಒಂದು ಕಾಲದಲ್ಲಿ ಯಹೂದ್ಯರು ಮಾತನಾಡದಂತ ಸಮೂಹ, ഒരു കാലഘട്ടത്തെ യഹൂദന്മാർ പടിക്കകത്ത് കയറ്റാതെ മാറ്റി നിർത്തിയ കൂട്ടാർ, ಒಂದು ಕಾಲದಲ್ಲಿ ಯಹೂದ್ಯರು ಗಡಿಯನ್ನು ದಾಟಿ ಒಳಗೆ ಸೇರಿಸಿದಂತ ವ್ಯಕ್ತಿಗಳು. ഞാൻ ആ ദൂതിലേക്ക് കൈമാറാൻ പോവുകയാണ് നിങ്ങൾക്ക്. ನಾನು ಸಂದೇಶ ಹೇಳ್ತೇನೆ. ഇന്നലകളിൽ ആരാണ്ടൊക്കെയോ നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ, ಆದಿನ ದಿವಸ ಯಾರ್ಯಾರೋ ನಿನ್ನ ದೂರ ನಿಲ್ಲಿಸಿದ್ದಾರೆ, ഒരു ജാതിയൻ എന്ന് പറഞ്ഞോ ശമര്യൻ എന്ന് പറഞ്ഞോ നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ, ನೀನೊಬ್ಬ ಸಮಾರ್ಯದ ಅನ್ಯ ಜಾತಿ ಎಂಬುದಾಗಿ ದೂರ ഓ ನಿಲ್ಲಿಸಿದ್ದಾರೆ. മാറ്റി നിർത്തിയവൻ തേണ്ട വഴി കിടക്കുക, ಈಗ ದೂರ ನಿಲ್ಲಿಸಿದವನು ದಾರಿ ಮಗ್ಗಲಲ್ಲಿ ಬಿದ್ದಿದ್ದಾನೆ. മാറ്റി നിർത്തിയവൻ തേണ്ട മുറിവേറ്റ് കിടക്കുക, ಈಗ ದೂರ ನಿಲ್ಲಿಸಿದವನು ಗಾಯವಾಗಿ ಬಿದ್ದಿದ್ದಾನೆ. അവന്റെ മുകൾത്തട്ടിലുള്ളവൻ കണ്ടില്ലെന്ന് പറഞ്ഞ് നടന്നപ്പോ ಅವನ ಮುಖವನ್ನು ನೋಡಿದ್ರು ಕೂಡ ನೋಡಿದವನಾಗಿ ಹೋಗಿರುವಾಗ, ഓ നിന്നെ തീയിടണമെന്ന് പറഞ്ഞവൻ, ನಿನಗೆ ನಿನ್ನ ಮೇಲೆ ಬೆಂಕಿ ಹಾಕಬೇಕೆಂಬುದಾಗಿ നിന്നെ ಹೇಳಿದವನು, കൊല്ലണമെന്ന് പറഞ്ഞവൻ, ಕೊಲ್ಲಬೇಕೆಂಬುದಾಗಿ ಹೇಳಿದವನು, നിന്നെ ഒതുക്കണമെന്ന് പറഞ്ഞവൻ, ನಿನ್ನ ಮೂಲೆ ಗುಂಪು ಮಾಡಬೇಕೆಂಬುದಾಗಿ ഇന്ന് ಹೇಳಿದವನು, തകർന്നു കിടന്നപ്പോ ಈಗ ಬಿದ್ದು ಹೋಗಿರುವಾಗ ശമര്യൻ എന്താ ചെയ്തെന്നറിയാമോ? ಸಮಾರ್ಯ ಏನು ಮಾಡಿದ? നീ അങ്ങനെ തന്നെ കിടന്നോന്നല്ല പറഞ്ഞേ, ನೀನು ಹಾಗೆ ಬಿದ್ದಿರೆಂಬುದಾಗಿ നീ ಹೇಳಿಲ್ಲ. എന്നോട് എങ്ങനെ പെരുമാറിയാലും ನೀನು ಹೇಗೆ ನಡೆಸಿಕೊಂಡರು ഓ എനിക്കിത് കാണാതിരിക്കാൻ കഴിയില്ല. ಇದು ನೋಡದಿರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. കാരണം യേശു എന്നെ കണ്ടതാ, ಯೇಸುನನ್ನು ಕಂಡನು, യേശു എന്നെ വിളിച്ചതാ. ಯೇಸುನನ್ನು ಕರೆದನು. നിങ്ങൾ തരാത്തത് ನೀವು ಕೊಡದೇ ಇರುವಂತದ್ದು എന്റെ കയ്യിൽ യേശു തന്നിട്ടുണ്ട്. ಯೇಸು ನನ್ನ ಕೈಯಲ್ಲಿ ഓ ಕೊಟ್ಟಿದ್ದಾನೆ. നിങ്ങൾ തരാത്തത് ನೀವು ಕೊಡದೇ ಇರುವಂತದ್ದನ್ನು യേശു എനിക്ക് കൈമാറിയിട്ടുണ്ട്. ಯೇಸು ನನಗೆ ಕೊಟ್ಟಿದ್ದಾನೆ. ഈ തലമുറയോട് ഞാൻ പറയാം, ಈ ಸಂತತಿಗೆ ನಾನು ഒരു ಹೇಳ್ತೇನೆ, ശമരിയനെ പോലെ ഇരിക്കുന്ന ജീവിതമേ, ಸಮಾರ್ಯನ ಹಾಗಿರೋ ಜೀವಿತವೇ. ഓ വലിയവർ തരാത്തത് ದೊಡ್ಡವರು ಕೊಡದೇ ಇರುವಂತದ್ದು ക്രിസ്തു നിനക്ക് കൈമാറുകയാ. ಕ್ರಿಸ್ತು ನನಗೆ ಕೊಡುವನಾಗಿದ್ದಾನೆ. ഉന്നതന്മാർ കൈമാറാത്തത് ಉನ್ನತರು ಕೊಡದೇ ಇರುವಂತದ್ದು ക്രിസ്തു നിനക്ക് കൈമാറുകയാ. ಕ್ರಿಸ್ತು ನನಗೆ ಕೊಡುವನಾಗಿದ್ದಾನೆ. നിന്നെ ദണ്ഡിപ്പിച്ചവന്റെ മുറിവ് കെട്ടാൻ, ನಿನಗೆ ಗಾಯ ಮಾಡಿದವನ ಗಾಯವನ್ನು ನೋಡಿ, ഓ നിന്നെ വേദനിപ്പിച്ചവന്റെ മുറിവ് കെട്ടാൻ, ಅವನು ಗಾಯ ಮಾಡಿದವನ ನೋವನ್ನು ನೋಡಿ, ഇന്ന് പകൽ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുകയാ. ನಿನ್ನನ್ನು ಈ ಹಗಲ ದೇವರು ಆರಿಸಿಕೊಳ್ಳುವನಾಗಿದ್ದಾನೆ. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് ಕೈಲಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഈ വചനം എത്ര പേർക്ക് മനസ്സിലായി? ಈ ವಾಕ್ಯ ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ದೇವರಿಗೆ ഹല്ലേലൂയ ಹೇಳೋಣ. യഹൂദൻ എവനെയാ മുറിവേൽപ്പിക്കുന്നത്, പക്ഷെ ഇവൻ മുറിവേറ്റ് കിടന്നപ്പോ ശമര്യനാ വന്നു ഇവന്റെ മുറിവ് കെട്ടാൻ പോവാ. ಅಲ್ಲ ಯಹೂದ್ಯನು ಸಮಾರ್ಯರಿಗೆ ನೋವು ಉಂಟು ಮಾಡುವಾಗ ನೋವಾಗಿ ಬಿದ್ದಿರತಕ್ಕಂತ ಯಹೂದ್ಯ ನೋಡಿ ಸಮಾರಿದವನು ಈಗ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಬರ್ತಾ ಇದ್ದಾನೆ. നിനക്ക് ഒരുപാട് ശത്രുക്കൾ കാണും, ನಿನಗೊಂದು ವೇಳೆ ಅನೇಕ ವೈರಿಗಳಿರಬಹುದು, പക്ഷെ അതൊന്നും നിന്റെ ശത്രുവല്ല. അതൊന്നും നിന്റെ ശത്രുവല്ല. ಅದು ಯಾವುದು ಕೂಡ ವೈರಿಗಳಲ್ಲ. അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരും നിന്റെ ശത്രുവല്ല. ಆಚೆ ಈಚೆ ಇರುವವರ ವೈರಿಗಳಲ್ಲ. നിന്നെ അവർ മുറിവേൽപ്പിച്ച് കാണും. ಒಂದು ವೇಳೆ ಅವನಿಗೆ ಗಾಯ ಮಾಡಿರಬಹುದು. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ಈ ಹಗಲಿ ಪವಿತ್ರ ಆತ್ಮನು അവൻ ಹೇಳ್ತಾನೆ, നിന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ಅವನಿಗೆ ಗಾಯ ಮಾಡಿದ್ದರು, അവൻ മുറിവേൽക്കുമ്പോൾ ಅವರು ಗಾಯ ಹೊಂದುವಾಗ ശമരിയ
ಸಮಾರ್ಯದವರೇ, നിന്നെ അങ്ങോട്ട് വിടാൻ പോവുക. ನಾನು ಅಲ್ಲಿಗೆ ಬಿಡುತ್ತೇನೆ. യഹൂദന്റെ മുറിവ് കെട്ടാൻ, ಯಹೂದ್ಯರ ಗಾಯ ഓ ಕಟ್ಟುವುದಕ್ಕಾಗಿ, വലിയവരുടെ മുറിവ് കെട്ടാൻ ದೊಡ್ಡವರ ಗಾಯ ഇന്ന് ಕಟ್ಟುವುದಕ್ಕಾಗಿ പകൽ ശമരിയനെ തിരിച്ചു വിടുകയാ ദൈവം. ಈ ಹಗಲಲ್ಲಿ ಸಮಾರ್ಯ റമന ശംതുരിയമന ഹത്തന രഗൽക്കമന ഘടക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ജാതീയമായ നമ്മള് ദൈവം മുറിവ് കെട്ടുന്നവരാക്ക് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ಅದರಿಂದ ಅನ್ಯ ಜಾತಿಯವರಾದ ನಮ್ಮನ್ನು ಗಾಯ ಕಟ್ಟುವವರನ್ನಾಗಿ ದೇವರು ಎಬ್ಬಿಸುವನಾಗಿದ್ದಾನೆ. ഉടമാന ശന്തരമന സിയധര രഗൽക്കമന ഘടക, വൈഷമന ഘടക, രഗൽക്കമന ഘടക, ഷൈഡവര ഘടക സിയ. ചില മുറിവ് കെട്ടുന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ಗಾಯ ಕಟ್ಟುವ ರೀತಿಯಲ್ಲಿ ಇದರೊಳಗಿಂದ ಕೆಲವರನ್ನು ದೇವರು ಎಬ್ಬಿಸುವನಾಗಿದ್ದಾನೆ. ഓ റമന ഘടക, രഗൽക്കമന ഘടക, ഷൈഡമന ഘടക സിയ. Thank you, Jesus. ഒന്നാമത് വന്നവന്റെ കയ്യിലില്ലാത്തത്, ಒಂದು ಅವನ ಕೈಲಿಲ್ಲದೆ ಇರುವಂತದ್ದು, രണ്ടാമത് വന്നവന്റെ കയ്യിലില്ലാത്തത്, ಎರಡನೇದಾಗಿ ಬಂದವನ ಕೈಲಿಲ್ಲದೆ ಇರುವಂತದ್ದು, മൂന്നാമത് വന്നവന്റെ പൊക്കണത്തിലുണ്ട്. ಆ ಮೂರನೇದಾಗಿ ಬಂದವನ ಚೀಲದಲ್ಲಿ ಇದೆ. മുറിവേറ്റ് വഴി കിടക്കുന്നവനെ കണ്ടപ്പോ, ಗಾಯ ಹೊಂದಿದವನಾಗಿ ದಾರಿಯ ಮಗ್ಗಲಲ್ಲಿ ಬಿದ್ದಿರುವನು ಕಂಡಾಗ, പ്രാണനായി കിടക്കുന്നവനെ കണ്ടപ്പോ, ಅರೆ ಜೀವವಾಗಿ ಬಿದ್ದಿರುವನು ಕಂಡಾಗ, രണ്ടുപേർക്കും ഒന്നും തോന്നിയില്ല. ಆ ಇಬ್ಬರಿಗೂ ಕೂಡ ಏನು ಕಾಣಲಿಲ್ಲ. പക്ഷെ മൂന്നാമത് വന്നവന് തോന്നി, ಆದ್ರೆ ಮೂರನೇದಾಗಿ ಬಂದವನಿಗೆ ಅನಿಸಿತು, ഇവന്റെ മുറിവിൽ പകരാനുള്ളത് എന്റെ കുപ്പിയിലുണ്ട്. ಆ ಇವನ ಗಾಯಕ್ಕೆ ಹಚ್ಚಬೇಕಾದದ್ದು ನನ್ನ ಬಾಟಲಿ ಉಂಟು. ഈ തലമുറയ്ക്ക് പകരുവാനുള്ളത് ദൈവം കൈമാറുകയാ. ಈ ಸಂತತಿಗೆ ಹಂಚಬೇಕಾದನ್ನು ದೇವರು ಕೊಡುವವನಾಗಿದ್ದಾನೆ. ഏയ് പഴയതിന്റെ പക്കൽ പകരാനില്ലെങ്കിൽ ಆ ಹಳೇದರ ಕೈಯಲ್ಲಿ ಕೊಡುವುದಕ್ಕೆ ಏನು ಇಲ್ಲದೆ ഈ ಇದ್ದರೂ, തലമുറയുടെ മേലൊരു തൈലക്കൊമ്പ് കൈമാറുകയാണ്. ಅಂದರೆ ಈ ಸಂತತಿಯ ಮೇಲೆ ಒಂದು ತೈಲ ಕೊಂಬನ್ನು ದೇವರು ಕೊಡುವನಾಗಿದ್ದಾನೆ. മുറിവേറ്റവന്റെ മുറിവിൽ പകരാൻ, ಅಂದರೆ ಗಾಯ ಹೊಂದಿದವನ ಗಾಯಕ್ಕೆ ಹಚ್ಚುವುದಕ್ಕಾಗಿ, ഓ മുറിവേറ്റവന്റെ മുറിവ് കെട്ടാൻ, ಗಾಯ ಹೊಂದಿದವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ ಈ ಹಗಲಲ್ಲಿ ആ കുപ്പിയിലെ തൈലം, ಆ ಬಾಟಲಿಯ ತೈಲ ഇതിനകത്ത് ಇದರೊಳಗೆ ഓ ജനത്തിന് മേൽ പകരട്ടെ. ಆ ಜನರ ಮೇಲೆ ಹರಡಲೆ. Receive the power. ಆ ಶಕ್ತಿಯನ್ನು ഓ ಹೊಂದಿಕೊಳ್ಳಿರಿ, receive the power. ಶಕ್ತಿ ಹೊಂದಿಕೊಳ್ಳಿರಿ, പകരട്ടെ, പകരട്ടെ. ಅದು ಹರಡಲ್ಪಡಲಿ. റിബല ഹദര ജലഘടക രഗൽ കമന ഘടക. ആരുടെയൊക്കെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു, ആത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. ഒരു ശമരിയനെ പോലെ, ഓ ഒരു ശമരിയനെ പോലെ, ഒരു ശമരിയനെ പോലെ, ഒരു ശമരിയനെ പോലെ മുറിവ് കെട്ടുന്ന തൈലത്തെ ഇന്ന് മകൻ നിന്റെ മേൽ കൈമാറുന്നു. ಹಾವು ಸಮರನ ಹಾಗೆ ಆತನು ನಿನ್ನ ಕೈಗೆ ಕೊಡುವನಾಗಿದ್ದಾನೆ. നിനക്കുറപ്പുണ്ടോ നിനക്ക് അവന്റെ മുറിവ് കെട്ടാൻ പറ്റുമോ? ನಿನಗೆ ನಿಶ್ಚಯ ಉಂಟಾ ಅವನ ಗಾಯ ಕಟ್ಟಲಿಕ್ಕೆ ನಿನಗೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ? ഈ തലമുറയ്ക്ക് അഭിഷേകം എന്ന എണ്ണ പകർന്നിരിക്കുന്നത്, ಈ ಸಂತತಿಗೆ ಅಭಿಷೇಕ ಎನ್ನುವಂತ ತೈಲ ഈ ಕೊಟ್ಟಿರುವಂತದ್ದು, തലമുറയ്ക്ക് അഭിഷേകത്തിന്റെ എണ്ണ കൈമാറിയത്, ಅಭಿಷೇಕದ ಎಣ್ಣೆ ಕೊಟ್ಟಿರುವಂತದ್ದು, ഈ തലമുറയുടെ മേല സ്വർഗം അത് കരുതി വെച്ചിരുന്നത്, ಈ ಸಂತತಿಯ ಮೇಲೆ ಸ್ವರ್ಗವು ಇಟ್ಟಿರುವಂತದ್ದು, നിന്റെ കയ്യിലത് കൈമാറിയത് മുറിവേറ്റവന്റെ മുറിവ് കെട്ടാൻ. ಆ ನಿನ್ನ ಕೈಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟಿರುವಂತದ್ದು ಓ! ಗಾಯ ಹೊಂದಿದವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ, തകർന്നിരിക്കുന്നവന്റെ മുറിവ് കെട്ടാൻ, ಮುರಿಯಲ್ಪಟ್ಟವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ, ഉടഞ്ഞിരിക്കുന്നവനെ പണിയാൻ, ಒಡೆದು ಹೋದವನ್ನ ಕಟ್ಟುವುದಕ್ಕಾಗಿ, നശിക്കുന്നവനെ രക്ഷിക്കാൻ, ನಶಿಸಿ ಹೋಗುವವನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ, ഇന്ന് പകൽ രക്തം വാർന്നൊഴുകി കിടക്കുന്നവനെ കരം താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ಈ ಹಗಲು ರಕ್ತ ಸೋರಿ ಹೋದಂತ ವ್ಯಕ್ತಿಗಳನ್ನ ಕೈ ಹಿಡಿದು ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ, വഴി കിടക്കുന്നവനെ കള്ളന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ, ಆ ದಾರಿಯಲ್ಲಿ ಬಿದ್ದವನ ಕಳ್ಳನ ಕೈ ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ, ഇന്ന് പകൽ ആത്മാവ് നിന്നെ തൊടുകയാ. ಈ ಹಗಲಲ್ಲಿ ಆತನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ಪವಿತ್ರ ಆತನು ಮುಟ್ಟುವನಾಗಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ಪವಿತ್ರ ಆತನು ಮುಟ್ಟುವನಾಗಿದ್ದಾನೆ. നീ ഏൽപ്പിക്കാൻ തയ്യാറാണോ? ಒಪ್ಪಿಸಿಕೊಡುವುದಕ್ಕೆ ഒരു ತಯಾರಾಗಿದ್ದೀರಿ. ശമരിയക്കാരന്റെ റോളിലേക്ക്, ಆ ಸಮಾರ್ಯದವನ ಉದ್ಯೋಗಕ್ಕೆ, ഒരു ശമരിയക്കാരന്റെ റോളിലേക്ക്, ಸಮಾರ್ಯದವನ ಪಾತ್ರಕ್ಕೆ, നിന്റെ പട്ടണത്തിൽ ನಿನ್ನ ಪಟ್ಟಣದಲ್ಲಿ എണ്ണക്കുപ്പിയുമായി ಎಣ್ಣೆಯ ಕುಪ್ಪಿಯೊಟ್ಟಿಗೆ നിന്നെ ദൈവം ഇറക്കി വിടാൻ പോവുക. ನಿನ್ನನ್ನು ಇಳಿಸಿ ಬಿಡಲಿಕ್ಕಿದ್ದಾನೆ. നിന്നെ ദൈവം ഇറക്കി വിടാൻ പോവുക. ನಿನ್ನನ್ನು ದೇವರು ಇಳಿಸಿ ಬಿಡುತ್ತಾನೆ. ഇറങ്ങാൻ താല്പര്യമുണ്ടോ നിനക്ക്? ಹೊರಡುವುದಕ್ಕೆ
തയ്യാറിദ്യോ? ഇറങ്ങാൻ താല്പര്യമുണ്ടോ നിനക്ക്? ಮಾಡುವುದಕ್ಕೆ ತಯಾರಿದ್ಯೋ? ഓ, പഠിപ്പുള്ള പലരും മാറി നിൽക്കുമ്പോ, ವಿದ್ಯಾಭ್ಯಾಸ ದೂರ ಇರುವಾಗ, അറിവുള്ള പലരും മാറി നിൽക്കുമ്പോ, ಸಾಮರ್ಥ್ಯ ದೂರ ಇರುವಾಗ, ഓ, മുറിവിന്മേൽ കെട്ടാനുള്ള എണ്ണയുമായി, ಆ ಗಾಯವನ್ನು ಕಟ್ಟುವಂತ ಎಣ್ಣೆಯೊಟ್ಟಿಗೆ, വീട് കിടക്കുന്നവനെ രക്ഷ ചെയ്യാനുള്ള തൈലവുമായി, ಬಿದ್ದು ಹೋದರು ರಕ್ಷಿಸುವಂತ ಎಣ್ಣೆಯೊಟ್ಟಿಗೆ, ഈ പകൽ പരിശുദ്ധാത്മാവ് ಈ ಹಗಲಲ್ಲಿ ಪವಿತ್ರ നിന്നെ ಆತ್ಮನು ഇറക്കി വിടാൻ പോവാ. ನಿನ್ನನ್ನು ಕಳಿಸಲಿಕ್ಕೆ റിബല ഹദര ജലഘടക രഗൽകമനഘടക. അന്യഭാഷകൾ ദൈവത്തിന് സ്തുതി പറയട്ടെ. ಅನ್ಯ ಭಾಷೆಯೊಟ್ಟಿಗೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ഓ, ಮಾಡಿರಿ. പുതു ഭാഷകൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ಹೊಸ ಭಾಷೆಯಲ್ಲಿ ದೇವರಿಗೆ ಮಹಿಮೆ റിബല ഹദര ಸಲ್ಲಿಸಿರಿ. ജലഘടക രഗൽകമനഘടക ഷൈഡമനഘടക അന്ധുര രഗൽകമനഘടക ഷൈഡമനഘടക രഗൽകമനഘടക സിയ. പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ಹೊಸ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬರುತ್ತದೆ. ഓ, അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬರುತ್ತದೆ. ഓ, അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬರುತ್ತದೆ. ഓ, പുതിയ അനോയിന്റിംഗ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. ಹೊಸ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಬರುತ್ತದೆ. ഓ, പുതിയ തൈലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ತೈಲ ಮೇಲೆ ನಿನ್ನ ಮೇಲೆ ಇಳಿದು ഓ, ಬರುತ್ತದೆ. തൈലം ഇറങ്ങുന്നു. ತೈಲ ಬರುತ್ತದೆ. ദാവീദ് പറഞ്ഞതുപോലെ ದಾವೀದನು ಹೇಳಿದ ಹಾಗೆ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ತನ್ನ ತಲೆ ಎಣ್ಣೆಯಿಂದ ಅಭಿಷೇಕ ಮಾಡುತ್ತಾನೆ. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ಪಾನಪಾದ ತುಂಬಿ ಹೊರಸೂಸುತ್ತದೆ. കവിയുന്ന അനുഭവങ്ങൾ, ತುಂಬಿ ಹೊರಸೂಸುವ ಅನುಭವ. കവിയുന്ന അനുഭവങ്ങൾ ತುಂಬಿ ಹೊರಸೂಸುವ ഓ, ಅನುಭವ നിന്റെ മേൽ പകരട്ടെ. ನಿನ್ನ ಮೇಲೆ ಹರಡಲಿ. ജുഡബ റബ ലബ ശന്തന റിബ ലബ സിയ ധാര വൈശബര ഘടക രഗ ദുരമന ഘടക അച്യുന രഗൽ കമന ഘടക ഷൈഡമന. നിന്നെ നിന്ദിച്ചവനെ പണിയാൻ, നിന്നെ പരിഹസിച്ചവനെ പണിയാൻ ഇന്ന് പകല തൈലക്കുപ്പിയുടെ കൈമാറ്റ നിന്റെ മേൽ സമരിക്കുന്നു. ನೀನನ್ನು ನಿಂದಿಸಿದವನನ್ನು ಕಟ್ಟುವುದಕ್ಕಾಗಿ, ನೀನು ಅವಮಾನಿಸಿದವನು ಕಟ್ಟುವುದಕ್ಕಾಗಿ ತೈಲ ಕುಪ್ಪಿಯೊಟ್ಟಿಗೆ ಕರ್ತನನ್ನು ಕಳಿಸಿಕೊಡುವನಾಗಿದ್ದಾನೆ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലങ്ങനെ ചലിക്കട്ടെ കർത്താവ് ഇതിനകത്ത്. Praise the Lord. Hallelujah. ഔറാമാന വൈശസിയ റിവൽക്കമനഘടക ശാദരമനഘടക അംധുരമനഘടക റഗൽക്കമനഘടക ഷൈഡവരഘടകസിയ. ജാതികളായിരിക്കുന്നു നിന്നെ ഇന്ന് പകൽ അങ്ങനെ ഒതുക്കാനല്ല ദൈവത്തിനിഷ്ടം. ಅನ್ಯ ಜಾತಿಯವನಾದ ನಿನ್ನ ಆ ರೀತಿಯಾಗಿ ಬಿಟ್ಟು ಬಿಡುವುದಕ್ಕಾಗಿ ಅಲ್ಲ ದೇವರು ಬಯಸುವಂಥದ್ದು. ഓ, ഇന്ന് പകൽ പലതിനെ മുറിവ് കെട്ടുന്നവനാക്കി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ಅನೇಕರನ್ನ ಗಾಯ ಕಟ್ಟುವ ವ್ಯಕ್ತಿಯಾಗಿ ಮಾರ್ಪಡಿಸುವಂತವನಾಗಿ ದೇವರು ಎಬ್ಬಿಸುವನಾಗಿದ್ದಾನೆ. നിന്നെ തള്ളിയവന്റെ മുറിവ് കെട്ടാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ನಿನ್ನನ್ನು ತಳ್ಳಿ ಬಿಟ್ಟವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. ഓ, നിന്നെ പരിഹസിച്ചവന്റെ മുറിവ് കെട്ടാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ನಿನ್ನನ್ನು ನಿಂದಿಸಿದವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. അതിര് വെച്ച് നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ അവന്റെ മുറിവ് കെട്ടാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. ಗಡಿಗೆ ಹಾಕಿ ದೂರ ನಿಲ್ಲಿಸಿದವನ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ ದೇವರನ್ನು ಎಬ್ಬಿಸುತ್ತಾನೆ. ഓ, ഇന്ന് പകൽ അതിനുള്ള ഒരു തൈലം നിങ്ങളുടെ മേൽ കൈമാറാൻ പോവുകയാണ്. ಅದಕ್ಕಾಗಿರುವ ತೈಲವನ್ನು ದೇವರನಿಗೆ ಕೊಡುವನಾಗಿದ್ದಾನೆ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ನಂಬುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಹೇಳೋಣ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പോവുകയാണ്. ಈ ಹಗಲಲ್ಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯ ಮೇಲೆ ಇಳಿದು ಬರುತ್ತಿದೆ. ശമരിക്കാരന് ഒരു കാര്യം അറിയാം, എന്നിൽ ഈ എണ്ണ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അവന്റെ മുറിവ് കെട്ടാൻ പറ്റും. ಆ ಸಮಾರ್ಯದವನಿಗೆ ಒಂದು ಅರ್ಥವಾಗ್ತದೆ, ಕೈಯಲ್ಲಿ ಎಣ್ಣೆ ಇರುವುದರಿಂದ ಆ ಗಾಯ ಕಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯ. അഭിഷേക തൈലം തലമേലുള്ളവൻ ചിന്തിക്കേണ്ടത് എന്നിലൂടെ അവന്റെ രക്ഷയുണ്ട്. ಅದನ್ನ ಅಭಿಷೇಕ ತೈಲ ಇರುವನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು, ನನ್ನ ಮೂಲಕವಾಗಿ ಅವನ ರಕ್ಷಣೆ ಆಗುತ್ತದೆ. ഉന്നതന്മാർ വഴി മാറുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്നിലൂടെ അവന്റെ രക്ഷ വെളിപ്പെടാൻ പോവുക. ಅಲ್ಲಿ ಉನ್ನತರು ದಾರಿ ಬಿಟ್ಟು ಹೋಗುವಾಗ ಅಂದುಕೊಳ್ಳಬೇಕು, ನನ್ನ ಮೂಲಕವಾಗಿ ಆ ವ್ಯಕ್ತಿ ರಕ್ಷಿಸಲ್ಪಡುತ್ತಾರೆ. പ്രമാണത്തിന്റെ കോപ്പി കയ്യിലുള്ളവരും അറിയാവുന്ന ലേവ്യനും മാറിയപ്പോഴും ಅಲ್ಲಿ ಧರ್ಮ ಪ್ರಮಾಣದ ಧರ್ಮಶಾಸ್ತ್ರದ ಆ ಪುಸ್ತಕಗಳು ತನ್ನ ಕೈಲಿರುವಾಗ ಅವರು ಬಿಟ್ಟು ಹೋಗುವಂತ ಸಮಯದಲ್ಲಿ ആമേൻ, ശമര്യന് ഉറപ്പുണ്ട്, ഈ എണ്ണ അവനെ തൊടാൻ പോവുക. ಆ ಸಮಾರ್ಯದವನಿಗೆ ನಿಶ್ಚಯ ಉಂಟು, ಆ ಎಣ್ಣೆ ಆ ವ್ಯಕ್ತಿಯನ್ನು ಮುಟ್ಟುತ್ತದೆ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം ഇതിനകത്ത് നിങ്ങളെ തൊടട്ടെ. ಈ ಪವಿತ್ರಾತ್ಮನ ಅಭಿಷೇಕ ಆ ವ್ಯಕ್ತಿಗಳನ್ನು ಮುಟ್ಟಲಿ. നിങ്ങളുടെ കയ്യിലെ എണ്ണക്കുപ്പിയുടെ പകർച്ച വെളിപ്പെടട്ടെ. ಆ ನಿಮ್ಮ ಕೈಲಿರ್ತಕ್ಕಂಥ ಅಭಿಷೇಕದ ಎಣ್ಣೆದ ಹಂಚಲ್ಪಡಲಿ. നിനക്ക് ആഗ്രഹമുണ്ടോ? ನಿನಗೆ ಬಯಕೆ ಇದೆಯಾ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ನಿಮಗೆ ಬಯಕೆ ಇದೆಯಾ? ഒരു രോഗിയെ കണ്ടാൽ ಒಬ್ಬ ರೋಗಿಯನ್ನು ನೋಡಿದರೆ ആശുപത്രി പോകാൻ പറയുകയല്ല, ಆಸ್ಪತ್ರೆಗೆ ಹೋಗಿ ಎಂಬುದಾಗಿ ಹೇಳುವುದಲ್ಲ. അകത്ത് എണ്ണ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ಒಳಗೆ ಎಣ್ಣೆ ಇರುವುದಾದರೆ ഓ, നിനക്കുറപ്പുണ്ടാകും, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ರೋಗಿ സൗഖ്യವಾಗುತ್ತಾನೆಂಬುದಾಗಿ. ആ, ഹൃദയം മുറിവേറ്റ പലതിനെയും കാണുമ്പോ നീ സംസാരിച്ചാൽ അവന്റെ മുറിവ് ഉണങ്ങുമെന്ന് നിനക്കുറപ്പുണ്ടോ? ಆ ಹೃದಯಗಳಲ್ಲಿ ಗಾಯ
ಗಾಯವಾದವರಿಗೆ ಅರ್ಥವಾಗ್ತದೆ. ಆ ಗಾಯ ಇರುವವರನ್ನು ನೋಡಿ ಅಭಿಷೇಕರು ಅರ್ಥವಾಗ್ತದೆ, ನಾನು ಅವನ ಗಾಯಗಳನ್ನು ಕಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ. എണ്ണ അകത്തുണ്ടെങ്കിൽ ഉറപ്പ് വരും. ಎಣ್ಣೆ ಒಳಗಿದ್ದರೆ ನಿಶ್ಚಯ ಉಂಟಾಗುತ್ತದೆ. ഓ എണ്ണ അകത്തുള്ളവൻ ഉറപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗം സൗഖ്യമാകും. ಆ ಎಣ್ಣೆ ಒಳಗಿರುವವರಿಗೆ ನಿಶ್ಚಯ ಉಂಟು, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ ಸೌಖ್ಯ എണ്ണ ಉಂಟಾಗುತ್ತದೆ. അകത്തുള്ളവർ ഇന്ന് പകൽ ഉറപ്പോടെ പറ, എന്റെ പ്രാർത്ഥനയിൽ രോഗികൾ സൗഖ്യമാകും. ಎಣ್ಣೆ ಒಳಗಿರುವವರು ದೃಢವಾಗಿ ಹೇಳಿರಿ, ನಾನು ಪ್ರಾರ್ಥಿಸಿದರೆ ಅವರಿಗೆ ಸೌಖ್ಯವಾಗ್ತದೆ ಎಂಬುದಾಗಿ. എണ്ണ അകത്തുള്ളവർ ഉറപ്പോടെ പറ, ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലർ രക്ഷപ്പെടും. ಆ ಎಣ್ಣೆ ಒಳಗಿರು ದೃಢವಾಗಿ ಹೇಳಿರಿ, ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ ಅವರಿಗೆ ರಕ್ಷಣೆ ಆಗ್ತದೆ ಎಂಬುದಾಗಿ. ഇന്ന് പകൽ നിന്നിലൂടെ സംഭവിക്കാൻ പോവാത്. ಅದು ನಿನ್ನ ಮೂಲಕವಾಗಿ ಸಂಭವಿಸುತ್ತದೆ. നിന്നിലൂടെ സംഭവിക്കാൻ പോവാ. ಅದು ನಿನ್ನ ಮೂಲಕವಾಗಿ Yes, ಸಂಭವಿಸುತ್ತದೆ. നിന്നിലൂടെ സംഭവിക്കുന്നു. ಅದು ನಿನ್ನ ಮೂಲಕವಾಗಿ 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 യേശു ಸಂಭವಿಸುತ್ತದೆ. ക്രിസ്തുവിന്റെ നാമത്തിൽ ಆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ നിന്നിലേക്ക് ദൈവാത്മാവ് ചലിക്കട്ടെ. ಈಗಲೇ ಅದು ಸಂಭವಿಸಲಿ. കൃപാവരങ്ങളുടെ ചലനം നടക്കുന്നു. ಕೃಪಾವರ ಚಲನೆ ಉಂಟಾಗುತ್ತದೆ. കൃപാവരങ്ങളുടെ ചലനം നടക്കുന്നു. ಕೃಪಾವರ ಚಲನೆ ಉಂಟಾಗುತ್ತದೆ. നീ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകാൻ പോവുക. ನೀನು ಪ್ರಾರ್ಥಿಸಿ ರೋಗಿ നീ ಸೌಖ್ಯವಾಗುತ್ತಾನೆ. പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകാൻ പോവുക. ನೀನು ಪ್ರಾರ್ಥಿಸಿ ರೋಗಿ നീ ಸೌಖ್ಯವಾಗುತ್ತಾನೆ. ഒന്നുമല്ലാത്ത ശമര്യനായിരിക്കാം. ನೀನು ಏನಿಲ್ಲ നീ ಸಮಾರ್ಯನಾಗಿರಬಹುದು. ഒന്നുമല്ലാത്ത ജാതീയനായിരിക്കാം. ನೀನು ಏನಿಲ್ಲದ ಅನ್ಯ ಜಾತಿಯವನಾಗಿರಬಹುದು. ഏൽപ്പിച്ചോ. ಒಪ್ಪಿಸಿಕೊಡು. ആത്മാവ് നിന്നെ തൊട്ടാൽ ಪವಿತ್ರ ಆತ್ಮನನ್ನು ಮುಟ್ಟಿದರೆ നീ ആള് മാറിയതുപോലെ, ನೀನು ಆಳು ಬದಲಾದವನ നീ ಹಾಗೆ, ആള് മാറിയതുപോലെ, ನೀನು ವ್ಯತ್ಯಾಸವಾದವನ ಹಾಗೆ, നീ ആൾ മാറിയതുപോലെ ആകാൻ ನೀನು പോവുക. ಆಳು ವ್ಯತ್ಯಾಸವಾದವನ ಹಾಗೆ. ഈ പകലത് സംഭവിക്കുന്നു. ಇದು ಹಗಲು ഈ ಸಂಭವಿಸುತ್ತದೆ. പകലത് സംഭവിക്കുന്നു. ಹಗಲು ಸಂಭವಿಸುತ್ತದೆ. ഈ പകലത് സംഭവിക്കുന്നു. ಹಗಲು ಸಂಭವಿಸುತ್ತದೆ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ പകൽ ಈ അത് ಹಗಲಲ್ಲಿ സംഭവിക്കട്ടെ. ಅದು ಸಂಭವಿಸುತ್ತದೆ. ರಿಬಲ ಹದರ ಜಲಘಟಕ ರಗಕ್ಷಮನ ಘಟಕ കൃപാവരങ്ങളുടെ ചലനം നിന്നിലേക്ക് വ്യാപരിക്കുക. ಆ ಕೃಪಾವಳ ಚಲನೆ ನಿಮ್ಮಲ್ಲಿ ಉಂಟಾಗ್ತಾ ಇದೆ. രോഗശാന്തികളുടെ ശുശ്രൂഷ നിങ്ങളുടെ മേലെ വെളിപ്പെടാൻ പോവുക. ಆ ರೋಗ ಸೌಖ್ಯದ ಸೇವೆ ನಿಮ್ಮ ಮೊದಲು ಪ್ರಕಟವಾಗುತ್ತಿದೆ. ഭൂതശാന്തികളുടെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ಆ ಬಿಡುಗಡೆಯ ವರ ನಿಮ್ಮ ಮೇಲೆ ಪ್ರಕಟವಾಗುತ್ತಿದೆ. വെളിപ്പാട് നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുക. ಪ್ರಕಟಣೆ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರುತ್ತದೆ. ദർശനങ്ങൾ നിനക്ക് വെളിപ്പെടാൻ പോവുക. ದರ್ಶನ ನಿನಗೆ ಉಂಟಾಗುತ್ತದೆ. പ്രവചനങ്ങൾ നിനക്ക് വെളിപ്പെടാൻ പോവുക. ಪ್ರವಾದ ನಿನಗೆ ಉಂಟಾಗುತ್ತದೆ. ഈ പകൽ ಈ ಹಗಲು സംഭവിക്കട്ടെ. ಸಂಭವಿಸಲಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, in the mighty name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸಂಭವಿಸಲಿ. ರಾಮನ ಶಾಧಾರಾಮನ റിബല ഹദര ജലഘടക രഗക്ഷമന ഘടകസിയ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸಂಭವಿಸಲಿ. ഓ രാമന ശാന്തരാമന വൈഷവ റവൽ കമന ഘടകസിയ ഹംതുന റഗൽ കമന ഘടക ഷൈഡിബിരി ഘടകസിയ ഹുറമാന വൈഷസിയ റബൽ കമന ഘടകസിയ. ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ನಾನು ಇನ್ನೊಂದು ವಿಷಯ ಕೂಡ ಹೇಳಿ ನಿಮಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕಾಗಿ ಹೋಗ್ತೇನೆ. എണ്ണയും വീഞ്ഞും പകരാൻ ഇവന്റെ കൈവശം ഉണ്ടായിരുന്നു. ಎಣ್ಣೆಯನ್ನು ಮತ್ತು ದ್ರಾಕ್ಷಾರಸವನ್ನು ಹಚ್ಚುವುದಕ್ಕಾಗಿ ಆ ಸಮಾರ್ಯದವನ ಕೈಯಲ್ಲಿ ಇತ್ತು. മുന്നേ വന്ന രണ്ടുപേരുടെ കയ്യിലും പകരാൻ അതില്ല. ಆ ಮೊದಲು ಬಂದಂತ ಇಬ್ಬರ ಕೈಯಲ್ಲಿ ಕೂಡ ಆ ಎಣ್ಣೆ ಮತ್ತು ದ್ರಾಕ್ಷಾರಸವಿರಲಿಲ್ಲ. പക്ഷെ മൂന്നാമത് വന്നവന്റെ കയ്യിൽ പകർച്ചയ്ക്കുള്ളതുണ്ട്. ಆದರೆ ಮೂರನೇದಾಗಿ ಬಂದಂತ ಕೈಯಲ್ಲಿ ಎಣ್ಣೆ ದ್ರಾಕ್ಷಾರಸವು ಇತ್ತು. നമ്മൾ ഈ തലമുറയിൽ നിൽക്കുന്നവരാ. ನಾವು ಈ ಸಂತತಿಯವರಲ್ಲಿದ್ದವರಾಗಿದ್ದೇವೆ. പകർച്ചയ്ക്കുള്ളത് ദൈവം കൈമാറിയിട്ടുണ്ട്. ಅಂದರೆ ಆ ಹಂಚಬೇಕಾದದ್ದನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ಎಷ್ಟು ನಂಬುತ್ತೀರಿ? ഒരു പകർച്ചയ്ക്കുള്ളത് എന്റെ കയ്യിലുണ്ട്. ಹಂಚಬೇಕಾದನ್ನು ದೇವರು ನಮ್ಮ ಕೈಯಲ್ಲಿ അങ്ങനെ ಕೊಟ್ಟಿದ್ದಾನೆ. വിശ്വസിക്കുന്ന അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറ, പകർച്ചയ്ക്കുള്ളത് എന്റെ കൈ തന്നിട്ടുണ്ട്. ಮಕ್ಕಳು ನೋಡಿ ಹೇಳಿರಿ, ಹಂಚಬೇಕಾದ ನನ್ನ ಕೈಯಲ್ಲಿ ಉಂಟು. വിശ്വസിക്കുന്നവര് പറ, പകർച്ചയ്ക്കുള്ളത് എന്റെ കൈ തന്നിട്ടുണ്ട്. ನಂಬುವವರು ಹೇಳಿರಿ, ಹಂಚಬೇಕಾದ ನನ್ನ ಕೈಯಲ್ಲಿ ಉಂಟು. പകർച്ചയ്ക്കുള്ളത് എന്റെ കയ്യിലുണ്ട്. ಹಂಚಿಕೊಡಬೇಕಾದ ನನ್ನ ಕೈಯಲ್ಲಿ ಉಂಟು. പകർച്ചയ്ക്കുള്ളത് എന്റെ കൈവശം തന്നു. ಹಂಚಿಕೊಡಬೇಕಾದ ದೇವರನ್ನ ಕೈ ಕೊಟ್ಟಿದ್ದಾನೆ. ആ ഉറപ്പുണ്ടെങ്കിൽ നീ മിണ്ടാതിരിക്കേണ്ട വ്യക്തിയല്ല, നീ ദേശത്ത് ഇറങ്ങണം. ಆ ನಿಶ್ಚಯ ಇರುವುದಾಗಿದ್ದರೆ ನೀನು ಮೌನವಾಗಿರುವುದಕ್ಕಾಗಿ ಎಲ್ಲ ಬದಲಿಗೆ ಈ ಪ್ರದೇಶದೊಳಗೆ ನೀನು ಕಾಲಿಟ್ಟು ನೀನು ಸೇವೆಗಾಗಿ ಹೋಗಬೇಕು. MBBS പഠിച്ച ഡോക്ടർ ചെയ്യാത്തത് പകർച്ചയുള്ള നീ ചെയ്യാൻ പോവാ. ಅಂದ MBBS ವಿದ್ಯಾರ್ಹತೆ ಇರುವಂತ ವ್ಯಕ್ತಿ ಮಾಡದೆ ಇರುವಂತದನ್ನ ಈ ದೇವರು ಕೊಟ್ಟಂತ
ಹಂಚುವಿಕೆ ಮೂಲಕವಾಗಿ ನೀನು ಹೋಗಿ ಆ ಸೇವೆ 4 കൊല്ലവും 5 കൊല്ലവും ലക്ഷക്കണക്കിനും കോടികളും ചെലവിട്ട് പഠിച്ചവർക്ക് ഒരുപക്ഷെ ചെയ്യാൻ കഴിയാത്തത് എണ്ണയുടെ പകർച്ചയുള്ള നിന്നെ വച്ച് ಅದನ್ನು 4-5 ವರ್ಷಗಳು ಕಲಿತು ಲಕ್ಷಗಳು ಕೋಟಿಗಳು ಕೊಟ್ಟು ಕಲಿತಂತ ವ್ಯಕ್ತಿಗೆ ಮಾಡ್ಲಿಕ್ಕೆ ಆಗದೆ ಇರುವಂತದನ್ನ ಆ ಎಣ್ಣೆ ಅಭಿಷೇಕ ಇರುವಂತ ವ್ಯಕ್ತಿ ನೀನು ಹೋಗಿ ಅದನ್ನ ಮಾಡಬೇಕಾಗಿದೆ. ಕ್ಯಾನ್ಸರ್ സംബന്ധമായ രോഗികൾ സൗഖ്യമാകും. ಕ್ಯಾನ್ಸರ್ ಇರುವಂತ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗುತ್ತಾರೆ. മരിച്ചവർ എഴുന്നേൽക്കണം. ಸತ್ತವರ ಎಬ್ಬಿಸಲ್ಪಡಬೇಕು. ഓ അസ്ഥികൾ നിവരണം. ಆ ಕಾಲುಗಳು ನಟ್ಟಗಾಗಬೇಕು. നരിയാണികൾ ഉറക്കണം. ಆ ನರಗಳು ದೃಢವಾಗಬೇಕು. വരണ്ടു പോയത് പുഷ്ടിപ്പെടണം. ಅಲ್ಲಿ ಬರಡಾಗಿ ಹೋದದ್ದು ಪುಷ್ಟಿ ಹೊಂದಬೇಕು. കാണാത്ത കുരുട്ട് കണ്ണുകൾ തുറക്കണം. ಕಾಣದ ಕಣ್ಣುಗಳು ಕಾಣಲ್ಪಡಬೇಕು. സംസാരിക്കാത്ത നാവുകൾ സംസാരിക്കണം. ಮಾತನಾಡದ ನಾಲಿಗೆಗಳು ಮಾತನಾಡಬೇಕು. കേൾക്കാത്ത ചെവികൾ കേട്ടു തുടങ്ങണം. ಕಿವುಡರು ಕೇಳಲ್ಪಡಬೇಕು. ഇത് നിന്റെ മേൽ സംഭവിക്കാൻ പോവാ. ನಿನ್ನ ಮೇಲೆ ಸಂಭವಿಸುತ್ತದೆ. നിന്നിലൂടെ സംഭവിക്കാൻ പോവാ. ನಿನ್ನ ಮೂಲಕವಾಗಿ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഹൗറമ ശാധരമന വൈഡമാന ഹദര ജലഘടക രഗൽ കമന ഘടക ശാന്തിരി ചുടകമന ഘടക രഗൽ കമന ഘടക ഷൈഡമന ഘടക രഗധുരമന ഘടക സിയ. അത് സംഭവിക്കാൻ പോവാ. അത് സംഭവിക്കാൻ പോവാ. ദൈവം ചിലതിനെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഇന്ന് ದೇವರು ಕೆಲವೊಬ್ಬ ವ್ಯಕ್ತಿಗಳನ್ನು ಇದರೊಳಗಿಂದ ಎಬ್ಬಿಸಲಿಕ್ಕಿದ್ದಾನೆ. ചില ശമര്യർ ഇതിനകത്തുണ്ട്. ಕೆಲವು ಸಮಾರ್ಯದವರು ಇದರೊಳಗಿದ್ದಾರೆ. ചില ശമര്യർ ഇതിനകത്തുണ്ട്. ಕೆಲವು ಸಮಾರ್ಯದವರು ಇದರೊಳಗಿದ್ದಾರೆ. എന്തോ ദൈവം കാണുക നിങ്ങളെ. ನಾನು ದೇವರನ್ನು ನೋಡ್ತಾ ಇದ್ದಾನೆ. ചിലതിനെ ദൈവം പ്രത്യേകിച്ച് കാണുക. ದೇವರು ಕೆಲವರು ಪ್ರತ್ಯೇಕವಾಗಿ ನೋಡ್ತಾ ಇದ್ದಾನೆ. ആത്മാവ് ചിലതിനെ സ്പെഷ്യലായി കാണുന്നുണ്ട്. ಆತ್ಮನು ಕೆಲವು ಪ್ರತ್ಯೇಕವಾಗಿ ನೋಡುತ್ತಾನೆ. ഒരു ശമര്യനെ പോലെ കാണുക ഇതിനകത്ത്. ದೇವರು ಕೆಲವು ಸಮಾರ್ಯ ನೋಡ್ತಾ ಇದ್ದಾನೆ. എല്ലാവരും ഒരുപോലല്ല. ಎಲ್ಲರೂ ಒಂದೇ ರೀತಿಯಾಗಿ ಅಲ್ಲ. എല്ലാവരും ഒരുപോലല്ല. ಎಲ್ಲರೂ ಒಂದೇ ರೀತಿಯಾಗಿ ಅಲ್ಲ. ഞാൻ പറഞ്ഞ ദൂതിലേക്ക് ആർക്ക് വരാൻ പറ്റുന്നുണ്ട്? ನಾನು ಹೇಳಿದ ಸಂದೇಶಕ್ಕೆ ಎಷ್ಟು ಬರ್ಲಿಕ್ಕೆ ഞാൻ ಸಾಧ್ಯ? പറഞ്ഞ വചനത്തിലേക്ക് ആർക്ക് കയറി വരാൻ പറ്റുന്നുണ്ട്? ನಾನು ಹೇಳಿದ ವಾಕ್ಯ ಭಾಗಕ್ಕೆ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇದೆ. എല്ലാവരും ഒരുപോലെയല്ല. ಎಲ್ಲರೂ ಒಂದೇ ಅಲ್ಲ. നീ ഒരു ശമര്യനെ പോലെ. ನೀನೊಬ್ಬ ಸಮಾರ್ಯದವನ ಹಾಗೆ. നീ ഒരു ശമര്യനെ പോലെ. ನೀನೊಬ್ಬ ಸಮಾರ್ಯದವನ ಹಾಗೆ. അറിവുള്ളവർ കൈവിട്ടതിനെ. ಆ ಕೈ ಬಿಟ್ಟು ಹೋದಂತ ವ್ಯಕ್ತಿಗಳನ್ನ. ഉന്നതന്മാർ കൈവിട്ടതിനെ. ಉನ್ನತರು ಕೈ ಬಿಟ್ಟದನ್ನ. നീ കരം കൊടുക്കാൻ പോവാ. ನೀನು ಕೈ ಕೊಡಲಿಕ್ಕೆ ಹೋಗ್ತೀಯ. നീ കരം കൊടുക്കാൻ പോവാ. ಕೈ ಕೊಡಲಿಕ್ಕೆ ಹೋಗ್ತೀಯ. നീ കൈ കൊടുക്കാൻ പോവാ. ಕೈ ಕೊಡುತ್ತೀಯ. ഈ കൈ കൊടുക്കാൻ പോവാ. ಕೈ ಕೊಡುತ್ತೀಯ. നിന്റെ കരത്തിൽ ഒരു കുപ്പിയിൽ എണ്ണ പകർന്നിട്ടുണ്ട്. ನಿನ್ನ ಕೈಯಲ್ಲಿ ವಾಹ್, ಒಂದು ವಾಹ್, ಕುಪ್ಪಿಯ ವಾಹ್. ಎಣ್ಣೆ ಕೊಡಲ್ಪಟ್ಟಿದೆ. നിന്റെ കയ്യിലൊരു പകർച്ച കിടക്കുക. ನಿನ್ನ ಕೈಯಲ್ಲಿ ಹಂಚುವುದಕ್ಕಾಗಿ ಕೊಡಲ್ಪಟ್ಟಿದೆ. സ്വീകരിച്ചോ. നിന്റെ കൈമേലത് പകരുന്നു. ನಿನ್ನ ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. സ്വീകരിച്ചോ. നിന്റെ കൈമേലത് തരുന്നു. ಸ್ವೀಕರಿಸಿಕೋ. ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. വാ 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 in the name of Jesus. നിന്റെ കൈമേലത് പകരട്ടെ. ಅದನ್ನ ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. ഓ നിന്റെ കയ്യിൽ അവരിലൂടെ അവര് വ്യാപരിക്കേണ്ട രക്ഷ നിന്റെ കരത്തിലൂടെ ചലിക്കട്ടെ. ಇತರರಿಗೆ ಕೊಡಬೇಕಾದ ರಕ್ಷಣೆ കൈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. നിന്റെ കുടുംബക്കാരുടെ രക്ഷ നിന്റെ കയ്യിലൂടെ ചലിക്കാൻ പോവാ. ನಿನ್ನ ಕುಟುಂಬದ ರಕ್ಷಣೆಯನ್ನು ಕೈಗಳಲ್ಲಿ നിന്റെ ಕೊಡಲ್ಪಡುತ್ತಾ ഭർത്താവിന്റെ ಇದೆ. രക്ഷ നിന്റെ കയ്യിലൂടെ ചലിക്കാൻ പോവാ. ನಿನ್ನ ಗಂಡನ ರಕ್ಷಣೆಯನ್ನು ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. ഓ നിന്റെ മക്കളുടെ രക്ഷ നിന്റെ കയ്യിലൂടെ ചലിക്കാൻ പോവാ. ನಿನ್ನ ಮಕ್ಕಳ ರಕ್ಷಣೆ ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. ദൈവം അത് ഏൽപ്പിക്കുന്നു സഹോദരി. ದೇವರ ಕೈಯಲ್ಲಿ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ. ദൈവം അത് ഏൽപ്പിക്കുന്നു സഹോദര. ದೇವರ ಕೈಯಲ್ಲಿ ಕೊಡುತ್ತಾ ಇದ್ದಾನೆ ಸಹೋದರ. സ്വീകരിക്കാൻ തയ്യാറാണോ? ಸ್ವೀಕರಿಸಿಕೋ. അസാധാരണമായ ശക്തി ಅಸಾಧಾರಣವಾದ ಶಕ್ತಿ നിന്റെ മേൽ. ನಿನ್ನ ഓ ಮೇಲೆ. നിന്റെ മേൽ. ನಿನ್ನ ಮೇಲೆ. ഇപ്പോൾ ಈಗಲೇ. right now ಈಗಲೇ. fire of God കത്തട്ടെ. തീ തൊടുന്ന പോലെ. തീ തൊടുന്ന പോലെ. തീ തൊടുന്ന പോലെ. തീ തൊടുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. റകമാന ശതരധര റികബശതരധര ഓ റികലബശതര. ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. ദൈവകൃപ നിന്റെ മേൽ ഇറങ്ങുന്നു. ദൈവ മഹത്വം നിന്റെ മേൽ തൊടുന്നു. ദൈവകൃപ നിന്റെ മേൽ വെളിപ്പെടുന്നു. നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർ നിന്നെ കാണാൻ പോവുക. ഇനി നിന്നെ നിന്നെ മാറ്റി നിർത്തിയവർ നിന്നെ ശ്രദ്ധിക്കാൻ പോവുക. ನಿನ್ನ ಬೇಡ ಅಂದವರು ದೂರ ನಿಲ್ಲಿಸುವವರು ಬರ್ತಾ ಇದ್ದಾರೆ. ഓ നിന്നെ മാറ്റി നിർത്തിയവരെല്ലാം നിന്റെ അടുക്കൽ വരാൻ പോവുക. ನಿನ್ನ ದೂರ ನಿಲ್ಲಿಸುವವರೆಲ್ಲ ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಾರೆ. കാരണം നിന്റെ കൈമേൽ എണ്ണ കിടക്കുക. ಯಾಕೆ ನಿನ್ನ ಕೈಯಲ್ಲಿ ಎಣ್ಣೆ ಉಂಟು. ഓ നിന്നെ വേണ്ടെന്ന് പറഞ്ഞവരെല്ലാം നിന്റെ അടുക്കലേക്ക് വരാൻ പോവുക. ಬೇಡ ಎಂದವರೆಲ್ಲ ಹತ್ತಿರಕ್ಕೆ ಬರುತ್ತಾರೆ. കാരണം നിന്റെ തലമേലൊരു എണ്ണ കിടക്കുക. ನಿನ್ನ ತಲೆ ಮೇಲೆ ಎಣ್ಣೆ ಉಂಟು. ഇന്ന് പകൽ അസാധാരണമായ ചില പ്രവൃത്തികൾക്ക് വേണ്ടി ആത്മാവ് നിന്നെ തൊടുകയായി ഇതിനകത്ത്. ಅಸಾಧಾರಣವಾದ ಕಾರ್ಯಗಳು ಮಾಡುವುದಕ್ಕಾಗಿ ಆತ್ಮನನ್ನು ಮುಟ್ಟುತ್ತಾನೆ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്.
ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತೇವೆ. പരിശുദ്ധാത്മാവിന്റെ പകൽ നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ಪವಿತ್ರ ಆತ್ಮ ಮೊದಲು ಚಲಿಸುವನಾಗಿದ್ದಾನೆ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. ನಿಮಗೆ ಯಾರಿಗಾದ್ರೂ ಬಯಕಿರುವುದಾದ್ರೆ ಆ ಹಂತಕ್ಕೆ ನಾವು ಏರಿ ಬರಬಹುದು. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ കയറി വരാൻ പോവാ. ಹಾಗೆ ಬಯಕಿರುವುದಾದ್ರೆ ಹಂತಕ್ಕೆ ನಾವು ಏರಿ ಬರಬಹುದು. അവൻ രക്ഷയില്ലാതെ തകർന്നു കിടക്കുന്ന പലതിന്റെ അടുത്തും രക്ഷയുടെ ദൂതുമായി ചെല്ലാൻ. ಆ ರಕ್ಷಣೆ ಇಲ್ಲದೆ ಇರತಕ್ಕಂತ ಅನೇಕ ವ್ಯಕ್ತಿಗಳ ಬಳಿಗೆ ರಕ್ಷಣೆ ಸಂದೇಶದೊಟ್ಟಿಗೆ ನಿಮಗೆ ಹೋಗುವುದಕ್ಕಾಗಿ 10:33 പറയുന്നത് ശമര്യക്കാരൻ അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന രക്ഷ ചെയ്തു. ಅಲ್ಲಿ ಆ ಸಮಾರ್ಯದವನು ಆ ಗಾಯಪಟ್ಟವನನ್ನು ಛತ್ರಕ್ಕೆ ತಂದು ಅಲ್ಲಿ ಅವನಿಗೆ ಆರೈಕೆ ಮಾಡಿದನೆಂಬುದನ್ನು ನೋಡುತ್ತೇವೆ. പലതിനും രക്ഷ കൈമാറാൻ നിന്നെ ഒരു മീഡിയേറ്ററായി ദൈവം നിർത്താൻ പോവുക. ಅಲ್ಲಿ ಅನೇಕರಿಗೆ ರಕ್ಷಣೆ ಹಂಚಿಕೊಡುವುದಕ್ಕಾಗಿ ನಿನ್ನನ್ನು ಮಧ್ಯಸ್ಥನಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸುತ್ತಾನೆ. നീയല്ല രക്ഷ, ക്രിസ്തുവാണ് രക്ഷ. ನೀನೆಲ್ಲ ರಕ್ಷಣೆ ಕೊಡುವುದು ನಿನ್ನ ಮೂಲಕವಾಗಿ ಕ್ರಿಸ್ತನು ರಕ್ಷಣೆ ಕೊಡುವನಾಗಿದ್ದಾನೆ. ക്രിസ്തുവിലാണ് രക്ഷ ഇരിക്കുന്നത്. ಕ್ರಿಸ್ತನ ಮೂಲಕವಾಗಿ ಮಾತ್ರ ರಕ್ಷಣೆ. നീ ഒരു ശമര്യക്കാരനാ, ನೀನೊಬ್ಬ ಸಮಾರ್ಯದವನು. പക്ഷെ നിന്റെ കയ്യിലെ തൈലക്കൊമ്പിലൂടെ ചിലത് കൈമാറും. ಆದರೆ ನಿನ್ನ ಕೈಲಿರ್ತಕ್ಕಂತ ತೈಲ ಕೊಂಬಿನ ಮೂಲಕವಾಗಿ ಕೆಲವು ಹಂಚಲ್ಪಡೋದಕ್ಕೆ ಸಾಧ್ಯ. താല്പര്യമുണ്ടോ നിനക്ക്? ನಿನಗೆ ಅದಕ್ಕೆ ಇಷ್ಟವಿದೆಯಾ? ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കാൻ പോവാ. ಹಾಗಿರುವುದಾದ್ರೆ ಪವಿತ್ರ ಆತ್ಮ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ನನಗಾಗಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ. മുന്നേ പോയ രണ്ടുപേർക്കും ഇല്ലാത്തത് മൂന്നാമത് വന്നവന്റെ കയ്യിലുണ്ടായിരുന്നു. ಮುಂದೆ ಹೋದ ಇಬ್ಬರ ಕೈಯಲ್ಲಿರುವಂತದ್ದು ಮೂರನೇವನ ಕೈಯಲ್ಲಿತ್ತು. ഈ കാലഘട്ടത്തും നിനക്കും ആവശ്യം മൂന്നാമത് വന്നവന്റെ കയ്യിലിരിക്കുന്നതാ. ಈ ಕಾಲದಲ್ಲಿ ಕೂಡ ನಿನಗೆ ಬೇಕಾಗಿರುವಂತದ್ದು ಮೂರನೇವನ ಕೈಯಲ್ಲಿ ಇದ್ದದ್ದೇ. അതില്ലെങ്കിൽ നിനക്ക് നിൽക്കാൻ പറ്റില്ല. അതിಲ್ಲದೆ ಇದ್ದರೆ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അതില്ലെങ്കിൽ കാലഘട്ടത്ത് പറ്റത്തില്ല നിനക്ക്. ನಿನಗೆ ಅದಿಲ್ಲದಿದ್ರೆ ಈ ಕಾಲ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം തരാൻ പോവാ. ನೀನು ಕೇಳುವುದಕ್ಕೆ ತಯಾರಾಗಿದ್ದರೆ ದೇವರು ಕೊಡುತ್ತಾನೆ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേക്കാം ദൈവസന്നിധിയിൽ. ನಾವೆಲ್ಲರೂ ಕೂಡ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ನಿಲ್ಲೋಣ. ചില സെക്കൻഡുകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ಆ ಕೆಲವು ಕ್ಷಣಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ಪವಿತ್ರ ಆತ್ಮ ಮೊದಲು ಚಲಿಸಲಿ. ദൈവാത്മാവ് നമ്മുടെ നടുവിലേക്ക് ഇറങ്ങട്ടെ. ದೇವರ ಆತ್ಮ ಮೊದಲು ಚಲಿಸಲಿ. അസാധാരണമായ ഒരു കൈമാറ്റം ഇതിനകത്ത് സംഭവിക്കും. ಅಸಾಧಾರಣವಾದಂತಹ ಹಂಚುವಿಕೆ ನಡೆಯುತ್ತದೆ. ഒരു കൈമാറ്റം ഇതിനകത്ത് വെളിപ്പെടാൻ പോവാ. ಒಂದು ಕೈ ಹಂಚಲ್ಪಡುವಿಕೆ ಇದರಲ್ಲಿ ಮೊದಲು ನಡೆಯುತ್ತದೆ. ഒരു തൈലക്കുപ്പി ഇതിനകത്തേക്ക് ഇറങ്ങി വരും. ಆ ತೈಲದ ಕುಪ್ಪಿ ಇದರೊಳಗೆ ಇಳಿದು ಬರುತ್ತದೆ. ചിലതിന്റെ കയ്യിലേക്ക് അത് കൈമാറും. ಅದು ಕೆಲವರ ಕೈಗಳಿಗೆ ಒಪ್ಪಿಸಲ್ಪಡುತ್ತದೆ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ, ശാപത്തിൽ കിടക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ಶಾಪದಲ್ಲಿ ಬಿದ್ದಿರುವ ವ್ಯಕ್ತಿಗಳಿಗೆ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಾಗಿ, തകർന്ന് കിടക്കുന്നവനെ രക്ഷിക്കാൻ, ಹಾಗೆ ಬಿದ್ದು ಹೋದಂತವನು ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ ഇന്ന് പകൽ ಈ ಹಗಲಲ್ಲಿ ശമര്യന്റെ കയ്യിൽ കൈമാറിയ ദൈവം ಸಮಾರ್ಯನ ಕೈಯಲ್ಲಿ ಕೊಡಲ್ಪಟ್ಟ ಹಾಗೆ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಇದರೊಳಗೆ ಬಂದಿದ್ದಾನೆ. ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಇದರೊಳಗೆ ಬಂದಿದ್ದಾನೆ. ഇതിനകത്ത് വന്നിട്ടുണ്ട്. ಇದರೊಳಗೆ ಬಂದಿದ್ದಾನೆ. എല്ലാം നഷ്ടപ്പെട്ടവനാ. ಎಲ್ಲ ನಷ್ಟಪಟ್ಟವನನ್ನು നിന്റെ വാക്കുകൊണ്ട് ചിലത് മടക്കി കൊടുക്കാൻ പോവാ. ನಿನ್ನ ಮಾತುಗಳ ಮೂಲಕ ಹಿಂತಿರುಗಿಸಿ ಕೊಡುತ್ತಾನೆ. മുറിവേറ്റവനാ. ಆ ಗಾಯ ಹೊಂದಿದವನಿಗೆ നീ പകരുന്ന എണ്ണയാൽ സൗഖ്യം വെളിപ്പെടാൻ പോവാ. ನೀನು ಹಚ್ಚುವಂತ ಎಣ್ಣೆಯಿಂದ ಸೌಖ್ಯ ಹೊಂದುತ್ತಾನೆ. അർത്ഥപ്രാണനായവൻ, ಜೀವ ಹೊಂದಿದವನು, നീ കൈ കൊടുത്താൽ എഴുന്നേക്കാൻ പോവാ. ನೀನು ಕೈ ಕೊಟ್ಟರೆ ಎಬ್ಬಿಸಲ್ಪಡುತ್ತಾನೆ. നിന്റെ കുടുംബത്തിനകത്ത് പലരും കിടക്കുക ഇങ്ങനെ. ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಅನೇಕರು ಇದ್ದಾರೆ. നിന്റെ കൂട്ടുകാരിൽ പലരും ഇങ്ങനെ. ನಿನ್ನ ಸ್ನೇಹಿತರಲ್ಲಿ ಅನೇಕರು ಹೀಗೆ. നിന്റെ ദേശത്ത് പലരും ഇതുപോലെ കിടക്കുക. ನಿನ್ನ ಪ್ರದೇಶದಲ್ಲಿ ಅನೇಕರು ಈ ರೀತಿಯಾಗಿದ್ದಾರೆ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ನೀನು ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ഇന്ന് ತಯಾರಾಗಿದ್ದೀಯೋ? പകൽ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങാൻ പോവാ. ಈ ಹಗಲಲ್ಲಿ ಆತ್ಮನ ಮೇಲೆ ಇಳಿಯುತ್ತಾನೆ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നീ പറഞ്ഞെങ്കിൽ, ನನ್ನ ಮೂಲಕವಾಗಿ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳಿದರೆ, ഈ പരിശുദ്ധാത്മാവ് നിന്നെ പ്രാപ്തിയുള്ളവനാക്കാൻ പോവാ. ಈ ಪವಿತ್ರ ಆತ್ಮನ ಸಮರ್ಥನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ഒന്നും അറിയാൻ പാടില്ലാത്ത പത്രോസിനെ ಏನು ಅರಿಯದಂತ ಪೇತ್ರನನ್ನು ദൈവാത്മാവ് പ്രസംഗിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ದೇವರ ಆತ್ಮನು ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ಕಲಿಸಿದ್ದಾರೆ. ഒറ്റ പ്രസംഗത്തിൽ ಒಂದೇ ಒಂದು ಪ್ರಸಂಗದಲ್ಲಿ 3000 പേര് മാനസാന്തരപ്പെട്ട, 3000 ಜನ ಮಾನಸಾಂತರ ಹೊಂದಿ, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ടെങ്കിൽ, ರಕ್ಷಿಸಲ್ಪಟ್ಟು ದೀಕ್ಷಾಸ್ನಾನ ഇന്ന് ತೆಗೆದುಕೊಂಡಿದ್ದಾರೆ. പകൽ അറിയാത്ത നിന്നെ കൊണ്ട് ಈ ಹಗಲಲ್ಲಿ ತಿಳಿದಿರುವ ഒരു തലമുറയെ പിടിച്ചെടുക്കാൻ, ಒಂದು ತಲೆಮಾರಿನ ಸಂತತಿಯನ್ನು ഒരു ಹಿಡಿಯುವುದಕ್ಕಾಗಿ, സമൂഹത്തെ പിടിച്ചെടുക്കാൻ, ಒಂದು ಸಮೂಹವನ್ನು ಹಿಡಿಯುವುದಕ್ಕಾಗಿ ഈ പകൽ ಈ ಹಗಲಲ್ಲಿ തൈലക്കൊമ്പിലെ അഭിഷേകം ತೈಲ ಕೊಂಬದ ಅಭಿಷೇಕವನ್ನು നിന്റെ മേൽ പകരപ്പെടാൻ പോവുക. ನಿನ್ನ ಮೇಲೆ ಹಚ್ಚಲ್ಪಡುತ್ತದೆ. Come on, receive the anointing. ಅಭಿಷೇಕವನ್ನು ಹೊಂದಿಕೊಳ್ಳಿ. സ്വീകരിക്കട്ടെ, ಸ್ವೀಕಾರ ಮಾಡ್ರಿ. സ്വീകരിക്കട്ടെ, ಸ್ವೀಕರಿಸಿರಿ. സ്വീകരിക്കട്ടെ, ಸ್ವೀಕರಿಸಿರಿ. സ്വീകരിക്കട്ടെ. ಸ್ವೀಕಾರ ಮಾಡ್ರಿ. അസാധാരണമായ ഒരു പകർച്ച പോലെ വെളിപ്പെടാൻ പോവുക. ಅಸಾಧಾರಣವಾದ ಹಂಚುವಿಕೆ Receive the power. ಹೊಂದಿಕೊಳ್ಳಿ. നിന്റെ മേൽ ഇറങ്ങുന്നു, നിന്റെ മേൽ ഇറങ്ങുന്നു, നിന്റെ മേൽ ഇറങ്ങി വരികയാ.
നിന്റെ മേൽ വെളിപ്പെടുകയാ, നിന്റെ മേൽ പരിവർത്തിക്കുകയാ. അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഒരു പകർച്ചയ്ക്ക് വേണ്ടിയുള്ളത്, ಅದು ಹಂಚಿಕೊಡುವುದಕ್ಕಾಗಿರುವಂತದ್ದು, ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളത്, ಈ ಕಾಲದಲ್ಲಿ ಉಪಯೋಗಿಸಲಿಕ್ಕಾಗಿರುವಂತದ್ದು. ഈ പകൽ കൈമാറട്ടെ. ಈಗ ಅದು ಹಂಚಲ್ಪಡಲೇ. ರೀಮಾನ ಶಾಧರಮನ ವೈಷವ ರವ ಲಬಸಿಯಂ ಥೇರಿಯ ಚುಡಗಮನ ಘಟಕ ರಗಲ್ಕಮನ ಘಟಕ ಶಾಂತರಾಮನ ರೀಬಾ ലബസിയാം ധേരിയ. Yes, in the mighty name of Jesus. ഈ യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ, നിന്റെ യാത്രാമധ്യേ വരുന്ന പ്രതികൂലങ്ങൾ, ഈ എണ്ണയാൽ അതിനെ തരണം ചെയ്യാൻ, ಪ್ರಯಾಣ ಮಾಡ್ಲಿಕ್ಕಾಗದ ಹಾಗೆ ತಡೆ ಉಂಟು ಮಾಡುವಂತಹ ತಡೆಗಳು ಈ ಎಣ್ಣೆಯ ಮೂಲಕವಾಗಿ ತಡೆಗಳನ್ನು ನೀಗಿಸಲ್ಪಡಲಿ. ഓ ഇന്ന് പകൽ സ്വർഗ്ഗം അത് കൈമാറട്ടെ നിങ്ങളുടെ മേൽ. ಈ ಹಗಲಲ್ಲೇ ಪರಲೋಕವು ನಿಮ್ಮ ಕೈಗಳಿಗೆ ಹಸ್ತಾಂತರಿಸಲ್ಪಡಲಿ. റിമന ഹദര ജലഘടക രഗധുരമന ഘടക രക്ഷസ്കബാലബസിയാം ധീരിയ. ചില കൃപാവരങ്ങളുടെ കൈമാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുക. ಕೃಪಾವರಗಳು ಕೆಲವರಿಗೆ ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. ചില കൃപാവരങ്ങളുടെ കൈമാറ്റങ്ങൾ ഇവിടെ നടക്കുന്നു. ಕೆಲವರಿಗೆ ಕೃಪಾವರಗಳು ಕೊಡಲ್ಪಡುತ್ತಾ ಇದೆ. തരുന്നത് റജി പാസ്റ്റർ അല്ല, ಅದು ಪಾಸ್ಟರ್ ಅಲ್ಲ ಕೊಡುವಂತದ್ದು. ഓ തരുന്നത് സ്വർഗമാ. ಅದು ಪರಲೋಕವು ಕೊಡುತ್ತದೆ. സ്വീകരിച്ചോ, ಸ್ವೀಕಾರ ಮಾಡಿಕೊಳ್ಳಿರಿ. റിസീവ് ഇറ്റ്. ಹೊಂದಿಕೊಳ್ಳಿರಿ. ഓ സ്വീകരിക്കട്ടെ. ಹೊಂದಿಕೊಳ್ಳಿರಿ. ആ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ಆ ಮಹಿಮೆಯ ಮೇಲೆ ಇಳಿಯಲ್ಪಡಲಿ. ആ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ಆ ಪ್ರಸನ್ನತೆ ನಿಮ್ಮ ಮೇಲೆ ಇಳಿಯಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, in the mighty name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ರಾಮನ ಶಧರ ಬರ 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 ಗಡಗ ರಗ ಧುರಮನ ಗಡಗಸಿಯ ವಾಂಶ ಧೇರಿಯ ಲಹೋಸಿಯಂ ಧೇರಿ ರಗಲ್ ಕಮನ ಗಡಗಸಿ ಜುಡಮನ ಗಡಗ ರಗಲ್ ಕಮನ ಗಡಗ ಶಾಂತಿ ರಬರ ಬರ ಗಡಗ ರಗ ಧುರಮನ ಗಡಗಸಿಯ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ಪರಿಶುದ್ಧನಾದ ದೇವರೇ, ಒಳ್ಳೆಯ ಕರ್ತನೆ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ഒരു നല്ല ശമരിയക്കാരനെ പോലെ ಆ ಒಳ್ಳೆ ಸಮಾರ್ಯದವನ ಹಾಗೆ കയ്യിൽ കരുതി എണ്ണയുമായി ദേശത്തിലേക്ക് ഇറങ്ങുവാൻ, ಆ ಕೈಯಲ್ಲಿ ಎಣ್ಣೆಯೊಟ್ಟಿಗೆ ದೇಶದೊಳಗೆ ಇಳಿಯುವುದಕ್ಕೆ ഇവിടെ നിൽക്കുന്നവരെല്ലാം ദൈവം ഒരുക്കണം. ಇಲ್ಲಿ ಒಬ್ಬೊಬ್ಬರನ್ನು ಕೂಡ ಸಿದ್ಧಪಡಿಸು. കർത്താവ്, എന്റെ കാലഘട്ടത്ത് ಈ ಅಂತ್ಯ ಕಾಲದಲ್ಲಿ സകല ജഡത്തിന്റെ മേലും ಆ ಎಲ್ಲ ಸಕಲ ಜನರ ಮೇಲೆ ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ ദൈവമേ, ನಾನು ನನ್ನ ಆತ್ಮವನ್ನು ಸುರಿಸುವೆನೆಂಬುದಾಗಿ ಹೇಳಿದ ಕರ್ತನೆ, ഈ തലമുറയ്ക്ക് അത് കൈമാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ಈ ತಲೆಮಾರಿಗೆ ಅದನ್ನು ಹಂಚಿದೆ ಎಂಬುದಾಗಿ ನಂಬುತ್ತೇವೆ. പലരുടെ മുറിവ് കെട്ടാനുള്ളതാണത്, ಅನೇಕರ ಗಾಯ ಕಟ್ಟುವುದಕ್ಕಾಗಿ, പലർക്കും രക്ഷ വെളിപ്പെടുത്താനുള്ളതാണത്, ರಕ್ಷೆ ಒದಗಿಸಿಕೊಡುವುದಕ್ಕಾಗಿ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കാനുള്ളതാണത്. ಬಿದ್ದವರನ್ನು ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ, ആ തിരിച്ചറിവോടെ ഞങ്ങളത് നീങ്ങട്ടെ. ಆ ಗ್ರಹಿಕೆಯೊಟ್ಟಿಗೆ ನಾವು ಹೋಗುವುದಕ್ಕೆ ಸಾಗಲಿಕ್ಕೆ ಸಹಾಯ ಮಾಡು. വചനം നഷ്ടമായി പോകരുത്. ವಾಕ್ಯವು ನಷ್ಟವಾಗಬಾರದು. കർത്താവ്, ഇത് 100 മേനി ഫലം കൊടുക്കട്ടെ. 100ರಷ್ಟು ಫಲ ಕೊಡುವುದಕ್ಕೆ ಸಹಾಯ ಮಾಡು. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ಅದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. രോഗികളായിരിക്കുന്നവരുണ്ട്, ರೋಗಿಗಳಾಗಿರುವರಿದ್ದಾರೆ. ഇപ്പോൾ ಈಗಲೇ ഈ എണ്ണ ಈ ಎಣ್ಣೆ അവരുടെ മുറിവ് സൗഖ്യമാകട്ടെ. ಅವರ ಗಾಯ ಸೌಖ್ಯ ಮಾಡಲಿ. അവരുടെ ഉദരവേദനകൾ മാറട്ടെ. ಹೊಟ್ಟೆ ನೋವುಗಳು ನೀಗಲ್ಪಡಲಿ. അവരുടെ തലവേദനകൾ മാറട്ടെ. ತಲೆ ನೋವುಗಳು ನೀಗಿಸಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ തലവേദനയാൽ ഭാരപ്പെടുന്നവർ, ತಲೆನೋವಿನಿಂದ ಬಾಧೆ ಪಡುವಂತವರು, ഇപ്പോൾ ആ എണ്ണയുടെ സ്പർശനം ಈಗಲೇ ಆ ಎಣ್ಣೆಯ ಸ್ಪರ್ಶನ നിന്റെ ശിരസിലേക്ക് ಅವರ ತಲೆಯ ಮೇಲೆ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. ಪರಿಶುದ್ಧಾತ್ಮನ ಹಸ್ತಾಂತರಿಸಲಿ. ഉദരവേദനയോടിരിക്കുന്നവർ, ಹೊಟ್ಟೆ ನೋವಿನಿರುವವರಿಗೆ നിന്റെ ഉദരത്തെ തൊടുന്നൊരു ദൈവാത്മാവിന്റെ കരം ನಿನ್ನ ಹೊಟ್ಟೆಯನ್ನು ಮುಟ್ಟುವಂತ ದೇವರ ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങുന്നു. ನಿನ್ನ ಮೇಲೆ ಇಳಿಯಲಿ. പ്രമാണ സൗഖ്യം നടക്കട്ടെ. ಸೌಖ್ಯ ಉಂಟಾಗಲಿ. ബാക്ക് പെയിനുകൾ, ಆ ಸೊಂಟ ನೋವುಗಳು, നടുവേദനകൾ ಸೊಂಟ ನೋವುಗಳು യേശുവിന്റെ നാമത്തിൽ ಆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ നിങ്ങളെ വിട്ട് മാറുന്നു. ಈಗಲೇ ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಲಿ. എന്തോ ഇറങ്ങി പോകുന്നത് പോലെ ಏನೋ ಇಳಿದು ಹೋಗುವ ಹಾಗೆ നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് ನಿಮ್ಮ ಎಲುಬುಗಳಿಂದ ഇപ്പോൾ അത് ഇറങ്ങി പോകുന്നു. ಈಗಲೇ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೆ. Right now, ಈಗಲೇ come out. യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു മാറട്ടെ. ಈಗಲೇ ಹೊರಟು ಹೋಗಲಿ. ആ സൗഖ്യം നടക്കട്ടെ കർത്താവേ. ಸೌಖ್ಯ ಉಂಟಾಗಲಿ. എല്ലാവരും വിടുവിക്കപ്പെടണം. ಎಲ್ಲರೂ ಬಿಡಿಸಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಯೇಸುವಿನ ನಾಮವನ್ನು ಅನುಗ್ರಹಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ದೊಡ್ಡ ದೇವರ ಮಹಿಮುಂಟಾಗಲಿ. എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿ ಆಶೀರ್ವದಿಸುತ್ತೇವೆ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ಯೇಸುವಿನ ആമേൻ. ನಾಮದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ ತಂದೆಯೇ. ಆಮೆನ್. ಆಮೆನ್.